തമ്പുരാക്കന്മാരോട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ പാരമ്പര്യത്തിലെ ഈ പഴയ ക്ഷേത്രത്തിൽ വരാനും നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും നാട്ടുകാരും ഭക്തരുമായ എല്ലാവർക്കും ഞാൻ എൻ്റെ നമോഭാഗം അർപ്പിക്കുന്നു. ചിറക്കൽ കോവിലകത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയെപ്പറ്റി ഞാനിവിടെ SP ആയിരുന്നപ്പോഴും DIG ആയിരുന്നപ്പോഴും ഞാൻ കുറേയേറെ ഗവേഷണങ്ങൾ നടത്തുകയും അതിനെപ്പറ്റി ഒരു ചെറിയ ഗ്രന്ഥം എഴുതി ഞാൻ പോലീസിൽ സമർപ്പിക്കുകയും ചെയ്തു. AD 8-ാം നൂറ്റാണ്ടിൽ ചിറക്കൽ കോവിലകം ഉണ്ടാവുന്നത് മുതൽ 14-ാം നൂറ്റാണ്ട് തൊട്ട് 17-ാം നൂറ്റാണ്ട് വരെ അത് വടക്കൻ മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ കോവിലകമായി മാറിയതും 1852-ൽ ബ്രിട്ടീഷുകാർ ചിറക്കൽ കോവിലകത്തിൻ്റെ ഇന്ന് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തത് വരെയുള്ള ചരിത്രം പഠിക്കുമ്പോഴാണ് എത്ര വലിയ ചരിത്രഭൂമിയാണിത്, എത്ര സംഭാവന ചെയ്ത വലിയൊരു രാജകുടുംബത്തിൻ്റെ അംഗങ്ങളും ബന്ധുക്കളുമായി ആളുകളുടെ ആ വലിയ സേവനത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റിയത്. ഞാനിവിടെ DIG ആയിരിക്കുന്ന സമയത്താണ് തെയ്യത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി കാലിഫോർണിയയിൽ നിന്ന് ഒരു സാഹിബോട് വരുന്നത്. ഞാൻ തപ്പി നോക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊന്നും തെയ്യത്തെപ്പറ്റി യാതൊരു തീസിസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാഹിബ് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഈ തെയ്യത്തെപ്പറ്റിയും ചിറക്കൽ കോവിലകത്തെപ്പറ്റിയും സാഹിബിനോട് പറഞ്ഞു. അങ്ങനെ സാഹിബിനെ കൊണ്ട് ഞാനിവിടെ കോവിലകത്ത് വന്ന് തമ്പുരാനുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന് കുറേ അറിവുകൾ നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ ടൈപ്പിങ്ങിന് സഹായിക്കാൻ വേണ്ടി ഒരു ടൈപ്പിസ്റ്റിനെ വേണം. അപ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ടൈപ്പിസ്റ്റായിട്ട് കൊടുത്തു. അന്ന് പോലീസുകാരൻ്റെ ശമ്പളം 1000 രൂപയേ ഉള്ളൂ. പക്ഷേ ഈ ടൈപ്പിസ്റ്റിന് 10,000 ജോലിയില്ലാന്ന പെൺകുട്ടിയായിരുന്നു. 10,000 രൂപ ശമ്പളം ആ മനുഷ്യൻ കൊടുത്തു. 9 മാസമായിട്ട് ഇയാൾ 6 മാസം കഴിഞ്ഞ പിന്നെ ഗവൺമെൻറ് സാങ്ഷൻ വേണം ഒരു വിദേശിക്ക് രാജ്യത്തോട്ട് വരാൻ. 9 മാസം കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തെ കണ്ടെത്തി അവസാനം തിരിച്ച് കൊണ്ടുവന്ന് ഞാൻ ഗവൺമെൻറ്റിന് സാങ്ഷൻ വാങ്ങിച്ച് അദ്ദേഹം തീസിസ് പൂർത്തിയാക്കുകയും ഇന്ന് ചിറക്കൽ കോവിലകത്തെപ്പറ്റിയും തെയ്യങ്ങളെപ്പറ്റിയുള്ള ഏറ്റവും ആധികാരികമായ തീസിസ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അന്ന് ഈ സാഹിബെടുത്തതാണ്. അവസാനം തീസിസ് കംപ്ലീറ്റ് ചെയ്ത് സമർപ്പിക്കാൻ വേണ്ടി ടൈപ്പിസ്റ്റിനെ കൊണ്ടുപോയി. ആ ടൈപ്പിസ്റ്റിനെ ആ മനുഷ്യൻ വിവാഹം കഴിച്ച് 2 കുട്ടികളൊക്കെ ആയി സന്തോഷമായിട്ട് തീസിസിൻ്റെ സമാപനം. അപ്പോൾ ഇവിടുത്തെ തെയ്യത്തെപ്പറ്റി പഠിച്ചപ്പോൾ ഈ സാഹിബിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഞാനും കുറേ തെയ്യത്തെപ്പറ്റി പഠിച്ചു. ചിറക്കൽ കോവിലകവും തെയ്യവുമായിട്ടുള്ള ബന്ധവും 42 തരത്തിലുള്ള തെയ്യങ്ങളും അതിൻ്റെ ചരിത്രവും ഒക്കെ പഠിച്ച ഓർമ്മകൾ എന്നെ തരളിതമാക്കുന്ന ഒരോർമ്മയാണ്. സനാതനധർമ്മത്തെപ്പറ്റി പലപ്പോഴും കേൾക്കുമ്പം ആളുകൾ പലരും ധരിക്കും ഇത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ് എന്ന്. എന്നാൽ ആധുനിക ഗവേഷണം വളരെ ഭംഗിയായി സനാതനധർമ്മം എന്താണ്, എവിടം വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടയിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ചരിത്രാവശിഷ്ടങ്ങൾ കിട്ടുന്നത് ഈസ്റ്റേൺ തുർക്കിയിലെ ഗോബക്കി തെപ്പി, കരാളി തെപ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ്. ഗോബക്കി തെപ്പി, കരാളി തെപ്പിയുടെ അവശിഷ്ടങ്ങൾക്ക് 10,000 to 12,000 ഇയേഴ്സാണ് പഴക്കം. കരാളി തെപ്പിയിലെയും ഗോബക്കി തെപ്പിയിലെയും അവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ അവിടെ 10 ശിവലിംഗ പ്രതിഷ്ഠകളും അവിടെ ക്ഷേത്രസമാനമായ സംഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശൈവാരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഉത്ഭവം ഏതാണ്ട് 10,000 to 11,000 ഇയേഴ്സ് ഓൾഡ് ആണെന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. കുർസ്ക് എന്ന സ്ഥലം, കുർസ്ക് എന്ന സ്ഥലത്ത് 1986 ഒരു മഞ്ഞുമല ഇടിഞ്ഞ് താഴെ വരികയും ശാസ്ത്രജ്ഞന്മാർ പോയി ആ മഞ്ഞുമല മാറ്റി ചെല്ലുമ്പോൾ അവിടെ മഞ്ഞിനടിയിൽ നിന്ന് കിട്ടിയത് ഒരു 8,000 കൊല്ലം പഴക്കമുള്ള ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. 8,000 ഇയേഴ്സ് ഓൾഡ്. അതിൻ്റെ തൊട്ട് താഴെയാണ് കാസ്പിയൻ കടൽ. കാസ്പിയൻ കടലിന് പേര് വരുന്നത് എവിടെ നിന്നാണ്? ഹിന്ദു മതത്തിലെ പ്രസിദ്ധനായ കശ്യപ്യ മുനിയുടെ പേരിൽ നിന്നാണ്. അദ്ദേഹം ആ കടലിൻ്റെ തീരത്തായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ കശ്യപ്യ സാഗരം, അതാണ് കാസ്പിയൻ സീ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന സംഭവം. അദ്ദേഹത്തിൻ്റെ സന്ധി പരമ്പരയിലാണ് ദേവന്മാരും അസുരന്മാരും ഒക്കെ ഉണ്ടാകുന്നത്. ആ ദേവന്മാർ അവിടുന്ന് വന്നിട്ട് ഇറാൻ്റെ വടക്കൻ പ്രദേശത്ത് താമസിച്ചു. ആ ദേവന്മാർ താമസ സ്ഥലത്തെ ദാവോസ് എന്ന് വിളിച്ചു. അതാണ് ഇപ്പോൾ ഡാവോസ് എന്ന് പറയപ്പെടുന്ന എക്കണോമിക് കോൺഫറൻസ്, ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്ന സ്ഥലം. അതിൻ്റെ തൊട്ട് താഴെ സരയൂ നദിയാണ്, സരാഹു നദി. അതിൻ്റെ തൊട്ടപ്പുറത്ത് താഴെയാണ് അസുരാസ് താമസിച്ചുകൊണ്ടിരുന്നത്. അസുരാസ് എന്നുള്ള വാക്ക് അഹൂരാസ് എന്നായി. അങ്ങനെയാണ് സന്താവസ്ഥയിൽ
അവരുടെ ദൈവത്തിൻ്റെ പേര് നഹൂർ റസ്ത എന്നാണ്. ആ അസുരന്മാർ പിന്നീട് അസീറിയൻസായി. അവർ അസീറിയൻ എംപയർ ഉണ്ടാക്കി. തുർക്കിയും ഇറാഖ് ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ അവർ അധീനതയിലുണ്ടാക്കി. കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി അഫ്ഗാനിസ്ഥാൻ വരെയുള്ള 64 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഇന്ത്യയുടെ 2 ഇരട്ടിയുള്ള വിസ്തീർണമായ ഭൂപ്രദേശങ്ങൾ മുഴുവൻ സനാതന ധർമ്മത്തിന് ഈറ്റില്ലങ്ങളായിരുന്നു. 4000-ഓളം ക്ഷേത്രങ്ങൾ അവിടെ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഈ കശ്യപൻ മുനി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് മക്കളോടൊപ്പം ഇന്ത്യയുടെ വടക്കൻ പ്രദേശത്തെത്തി കാശ്മീരിൽ വന്ന് താമസിച്ചു. കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം കശ്യപ്യമീർ, കശ്യപ്പൻ വന്ന് താമസിച്ച മലയെന്നാണ് കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം. മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ പേരിന്. അങ്ങനെ കശ്യപൻ മുനി വന്ന് താമസിക്കുകയാണ്. ഈ സനാതനധർമ്മം അവിടെ നിന്ന് പരന്ന് ഇറാനിലെ ഔദ്യോഗിക ഭാഷ തന്നെ സംസ്കൃതമായിരുന്നു. പേർഷ്യൻ സംസ്കാരം ഉണ്ടാക്കിയ മഹാനായ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ പേര് സൈറസ് ചക്രവർത്തി എന്നായിരുന്നു. സൈറസ് ചക്രവർത്തിയുടെ ഗ്രീക്കുകാരൻ്റെ വായിൽ സംസ്കൃത വാക്കുള്ളതാണ് സൈറസ് ആയത്. യഥാർത്ഥത്തിൽ ആ രാജാവിൻ്റെ പേര് സരസ എന്നായിരുന്നു. സരസ, അതാണ് ഗ്രീക്കുകാരൻ സൈറസ് ചക്രവർത്തി എന്നാക്കി മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനായിരുന്നു സർക്സസ് ചക്രവർത്തി. ഗ്രീക്കുകാരൻ്റെ വായിൽ സംസ്കൃത വാക്ക് മാറിപ്പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സഹർഷ എന്നായിരുന്നു. സഹർഷ എന്നുള്ള വാക്കാണ് സർക്സസ് എന്ന് സായിപ്പ് പ്രയോഗിച്ചിരിക്കുന്നു. പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഔദ്യോഗിക ഭാഷ തന്നെ സംസ്കൃത ഭാഷയായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോൾ തുർക്കിയാണ്. തുർക്കിയിലെ ഒറിജിനൽ രാജാക്കന്മാർ ഹിറ്റൈറ്റ് എന്ന് പറയും, ഹിദാവൈർ എന്ന് പറയും. അവരുടെ ദൈവങ്ങൾ ഇന്ദ്രൻ, വിത്രൻ, വരുണൻ, ഋഗ്വേദത്തിലെ പ്രധാന ദൈവങ്ങളാണ് തുർക്കിയിലെ രാജാക്കന്മാരുടെ ദൈവങ്ങൾ. ഇറാഖ് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന രാജ്യം മുസ്ലിം രാജ്യമാണ്. ഇറാഖിലെ ഭരണകർത്താക്കളായിരുന്ന മിട്ടാനികളും തുർക്കിയിലെ ഹിറ്റൈറ്റ്സും തമ്മിൽ 3400 വർഷത്തിന് മുമ്പ് BC 1400 ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. ആ എഗ്രിമെൻറ്റിൽ പറയുന്നു, നിങ്ങളുടെയും ഞങ്ങളുടെയും ദൈവങ്ങളായ ഇന്ദ്രനെയും വിത്രനെയും വരുണനെയും സാക്ഷി നിർത്തി നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. ബോഗസ്കോയി ലിഖിതങ്ങൾ നമ്മൾ തപ്പിയെടുത്തപ്പോൾ 1866 നമുക്ക് കംപ്ലീറ്റ് രേഖകൾ കിട്ടി, ബോഗസ്കോയി രേഖകൾ. ഇറാഖിൽ നിന്ന് നമ്മൾ നേരെ ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈജിപ്തിലെ ദൈവസങ്കല്പങ്ങൾ ഭാരതത്തിലെ സനാതനധർമ്മത്തിൻ്റെ ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ പ്രധാന ദൈവത്തിൻ്റെ പേര് തന്നെ ഓസിരസ്. നമ്മുടെ സംസ്കൃതത്തിൽ ഈശ്വര എന്ന വാക്കാണ് ഓസിരസ് എന്ന് ഈജിപ്ഷ്യൻ ഭാഷയിലാവുന്നത്. ഹനുമാന്റെ കൂട്ടം അവർക്കൊരു ദേവനുണ്ട്, അനൂപിസ് എന്ന് പറയുന്ന ഒരു ദേവൻ. നമ്മുടെ ദൈവീ സങ്കല്പമുണ്ട്, ഭഗവതി സങ്കല്പം അവർക്ക് ഐസിസ് എന്ന് പറയുന്ന ദേവതാ സങ്കല്പമാണ്. ഇങ്ങനെ വളരെ ക്ലോസ് ആണ് ഈജിപ്ഷ്യൻ സംസ്കാരവും നമ്മുടെ സംസ്കാരവും തമ്മിലുള്ള ബന്ധം. ഇന്ത്യയിലെ വരുന്ന തെക്കനേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലങ്ങളായിരുന്നു. ഹിമാലയപർവ്വതം കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കിട്ടിയിരിക്കുന്നത് ചൈനയുടെ തലസ്ഥാനമായ പെക്കിങ്ങിൽ നിന്ന് 100 കിലോമീറ്റർ തെക്കാണ്. ചൈനയ്ക്കകത്ത് തന്നെ ഏതാണ്ട് 4000-ലേറെ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയിലെ കാൻഡൺ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം പണിഞ്ഞത് തെക്കേ ഇന്ത്യയിൽ നിന്ന് പോയ പ്രസിദ്ധനായ സിദ്ധനായിരുന്നു, പോഗർ എന്ന് പറഞ്ഞ സിദ്ധൻ. പോഗർ പോയി കാൻഡൺ ക്ഷേത്രം പണിഞ്ഞ ശേഷമാണ് അദ്ദേഹം വന്ന് പളനിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം പണിയുന്നത്. രണ്ടും ഒരേ പ്രതിഷ്ഠയാണ്, പോഗർ. അങ്ങനെ വിശാലമായ ചൈനീസ് സംസ്കാരത്തിൽ ഹിന്ദുമത ദൈവവിശ്വാസങ്ങൾ, ആരാധനാലയങ്ങൾ വലിയ സ്ഥാനം വഹിച്ചു. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ബർമയിൽ പോയാൽ ബർമ ഒരു ഹിന്ദുമത രാഷ്ട്രമായിരുന്നു. തൊട്ടപ്പുറത്ത് മലേഷ്യ ഇന്ന് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്. പക്ഷേ മലേഷ്യ ഒരു ഹിന്ദുമത രാഷ്ട്രമായിരുന്നു, സനാതന ധർമ്മത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. മലേഷ്യയുടെ തൊട്ടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ തായ്ലൻഡാണ്. തായ്ലൻഡ് അന്ന് ഹിന്ദുമത ഭൂരിപക്ഷമാണ്. ഹിന്ദുമതക്കാരുടെ 84% പോപ്പുലേഷനാണ്. അവരുടെ പ്രധാന രാജാവിൻ്റെ പേര് തന്നെ ഭൂമി പോൽ അതുല്യ തേജ്, കംപ്ലീറ്റ് സംസ്കൃതമാണ്. ഭൂമി പോൽ അതുല്യ തേജസ്സുള്ള ഭൂമിയുടെ രാജാവ് എന്നാണ് രാജാവിൻ്റെ പേര്. ആ തായ്ലൻഡിലെ ഒറിജിനൽ പേര് സയാം. ആ സയാം എന്ന പേര് സംസ്കൃതത്തിലെ ശ്യാമദേശം എന്നാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചാമുണ്ടി ആരാധിക്കുകയാണ്. ചാമുണ്ടിയുടെ ദേവിയുടെ പേര് വരുന്നതാണ് ചാമുണ്ടി എന്ന വാക്കാണ്. ഈ ക്ഷേത്രത്തിലെ ചാമുണ്ടി വാക്ക് തന്നെയാണ്
തായ്ലൻഡിൻ്റെ ഒറിജിനൽ പേര് ശ്യാമ ദേശം, അതാണ് സയാം എന്ന് ഇംഗ്ലീഷിലായി പോയത്. അതിനപ്പുറത്താണ് കംബോഡിയ. ഇതിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം, അങ്കോർ വാട്ട് എന്ന ക്ഷേത്രം. അങ്കോർ വാട്ട് എന്നുള്ള ക്ഷേത്രം അവിടെ 10 ചതുരശ്ര കിലോമീറ്ററാണ്, 5500 ഏക്കറിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. കണ്ണൂർ പട്ടണം തൊട്ട് ചിറക്കൽ കൊട്ടാരം വരെ ഒരു ക്ഷേത്രം എങ്ങനെ ഇരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം. തറയിൽ നോക്കിയാൽ അത് മുഴുവൻ കാണാൻ പറ്റില്ല. ആകാശത്തൊരു ഹെലികോപ്റ്റർ ചെന്ന് കീപ്പോട്ട് നോക്കിയെങ്കിൽ ഈ 10 ചതുരശ്ര കിലോമീറ്ററുള്ള ആ ക്ഷേത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ രാജവംശം എങ്ങനെ ഉണ്ടായി ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നു. നാഗരാജവംശം ആണ് അവിടുത്തെ രാജവംശത്തിൻ്റെ തുടക്കം. നാഗർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ തൊട്ട് ജീവിച്ചിരുന്ന വലിയൊരു ജനസമൂഹമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ രാജാവായിരുന്നു തക്ഷൻ. ആ തക്ഷൻ അദ്ദേഹത്തിൻ്റെതായ ഒരു പട്ടണം പണിഞ്ഞു, അതാണ് തക്ഷശില. അവിടെ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, അതാണ് പ്രസിദ്ധമായ തക്ഷശില യൂണിവേഴ്സിറ്റി. ആ നാഗരുടെ തക്ഷൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി. അവിടെ തക്ഷനെ പരാജയപ്പെടുത്തിയ ശേഷം ഭഗവാൻ കൃഷ്ണനും അർജുനനും കൂടി അത് പിടിച്ചെടുത്തു. അതിനുശേഷം കണ്ഠഭവനത്തിൽ അവർ പ്രത്യേകമായ ഇന്ദ്രപ്രസ്ഥ പണിയുണ്ടാക്കി. അവിടുന്നാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഇന്ത്യയുടെ ഉത്ഭവം. ത്രിവേണി സംഗമം നാഗരാജാക്കന്മാരുടെ കയ്യിലായിരുന്നു. നാഗർ അവർ മഹാരാഷ്ട്രയിൽ വന്ന് നാഗ്പൂർ ഉൾപ്പെടെയുള്ള വലിയ പട്ടണങ്ങളുണ്ടാക്കി. നേപ്പാളിൻ്റെ തീരത്തവർക്ക് വലിയ രാജവംശം ഉണ്ടായിരുന്നു. അതിലെ നാഗരാജവംശത്തിലെ ആളുകൾ മൗര്യ സാമ്രാജ്യത്തിലെ വലിയ പടയാളികളായിരുന്നു. അവർ ചന്ദ്രഗുപ്ത മൗര്യൻ BC 300 ഭരണം ബിന്ദുസാറിന് കൊടുത്ത ശേഷം അവിടുന്ന് സൈന്യവുമായിട്ട് അദ്ദേഹം കർണാടകത്തിൽ വന്ന് ചന്ദ്രഗിരിയിൽ വന്ന് താമസിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ താമസിച്ചാണ് ചന്ദ്രഗിരി എന്ന സ്ഥലത്തിന് പേര് വരുന്നത്. ഇന്ന് നമ്മളെ സ്ഥലത്തെ വിളിക്കുന്നത് ശ്രാവണ ബെലോഗള എന്നാണ്. ശ്രാവണ ബെലോഗള. അവിടെ നിന്ന് ഈ നാഗരും ഒക്കെ കേരളത്തിലേക്ക് ആക്രമിച്ച് കയറി. നാഗർ കേരളത്തിലെത്തിയപ്പം നമ്മളതിനെ നായർ എന്നാക്കി പേര് മാറ്റി. അങ്ങനെയാണ് നാഗ രാജവംശം. ആ നാഗര് തമിഴ്നാട്ടിൽ പോയി. അവിടെ നാഗർകോവിലും നാഗരൂറും നാഗപട്ടണം ഉൾപ്പെടെ എത്രയോ നാഗപട്ടണങ്ങളുണ്ടാക്കി. ആ നാഗവംശത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടുന്ന് കംബോഡിയയിലേക്ക് പോയി. ആ നാഗരാജവംശത്തിലെ ഒരു രാജകുമാരി തമിഴ്നാട്ടിൻ്റെ അവിടുന്ന് പോയ ഗണാഠ്യൻ എന്നൊരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു. അങ്ങനെ ആ നാഗസ്ത്രീയിൽ ഉണ്ടായ സന്ധി പരമ്പരയാണ് കംബോഡിയൻ രാജവംശം. അതിലെ ജയവർമ്മൻ 2-ാമൻ തൊട്ട് ജയവർമ്മൻ 7-ാമൻ വരെയുള്ളവരാണ് കംബോഡിയയിൽ അങ്കോർ വാട്ട് പണിഞ്ഞത്. അതായത് ഇവിടെ ചിറക്കൽ കൊണ്ട് നടന്നു വന്നൊരു നായർക്ക് മനസ്സിലാവണം അദ്ദേഹത്തിൻ്റെ കസിനാണ് കംബോഡിയയിലെ രാജവംശമൊന്നും അങ്കോർ വാട്ട് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അവിടുന്ന് നമ്മൾ വിയറ്റ്നാമിൽ ചെന്ന് കഴിഞ്ഞാൽ വിയറ്റ്നാം 250 വർഷത്തിന് മുമ്പാണ് വിയറ്റ്കോങ്ങിൽ പിടിച്ചെടുക്കുന്നത്. അതിനും വിയറ്റ്നാം ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. വിയറ്റ്നാമിൽ 3500ഓളം ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പലതിലും ഹിന്ദുക്കളില്ല, പക്ഷേ ക്ഷേത്രങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഈ രാജ്യങ്ങളെയൊക്കെ വിളിച്ചിരുന്നത് പ്രസിദ്ധമായ ജയ, ശ്രീവിജയ തുടങ്ങിയ പേരുകളായിരുന്നു. കംബോഡിയയുടെ പഴയ പേര് ചമ്പ എന്നായിരുന്നു. സംസ്കൃതത്തിലെ ചമ്പ എന്നാണ് വിയറ്റ്നാമിൻ്റെ പേര്. വിയറ്റ്കോങ്ങിൽ വന്നപ്പോഴാണ് അതിന് വിയറ്റ്നാം എന്ന് പേരിടാൻ തുടങ്ങിയത്. അവിടെയാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന ദ്വീപ്. അത് നരസിംഹാവതാരത്തിൻ്റെ രൂപത്തിലായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് സിംഹപുരം എന്ന് വിളിച്ചത്. സിംഹപുരമാണ് സിംഗപ്പൂർ എന്ന് രൂപാന്തരപ്പെടുന്നത്. നമ്മളവിടുന്ന് പസഫിക് സമുദ്രത്തിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിലെ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ്. ശ്രീരാമൻ്റെ പേരിലാണ് പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപുകളുടെ പേര്. ആ ദ്വീപുകളുടെ വടക്കാണ് പ്രസിദ്ധമായ ഐലൻഡുകൾ കിടക്കുന്നത്. ഈസ്റ്റർ ഐലൻഡ്. ആ ഈസ്റ്റർ ഐലൻഡിൽ നിന്നാണ് സൈന്ധവ നദീര സംസ്കാരത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇന്ത്യക്ക് പുറത്തുനിന്ന് 2 സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് തായ്ലൻഡിൽ നിന്നും ഒന്ന് ഈസ്റ്റർ ഐലൻഡിൽ നിന്നുമാണ്. അപ്പോൾ സൈന്ധവ നദീര സംസ്കാരം ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, സിന്ധു, സരസ്വതി 7 നദി സപ്തസൈന്ധവത്തിലാണെന്ന് മാത്രമുള്ളതെന്ന് ധരിച്ചുകളരുത്. അതിവിടെ നിന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി അങ്ങ് പസഫിക് സമുദ്രം മുഴുവൻ പരന്ന് കിടന്നാണ് സൈന്ധവ നദീര സംസ്കാരം. ഇനി പസഫിക് സമുദ്രത്തിൽ എന്ന് കഴിഞ്ഞാൽ 24,000 ദ്വീപുകളുള്ള പ്രസിദ്ധമായ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലെ ബൊറോബുദൂർ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് 1.5 കിലോമീറ്ററാണ് നീളം. മെയിൻ ഗേറ്റിൽ കൂടെ ക്ഷേത്രത്തിൽ കയറിയാൽ 1.5 കിലോമീറ്റർ
പോയെങ്കിലേ ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഡോറിൽ ചെല്ലുള്ളൂ. ലോകത്തിൽ ഒരു മതത്തിനും 10 ചതുരശ്ര കിലോമീറ്റർ ഒരു ആരാധനാലയം ഇല്ല. ലോകത്തിൽ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളത്തിൽ ഒരു ആരാധനാലയം പണിയാൻ പറ്റിയിട്ടുണ്ടോ? ഹിന്ദു മതത്തിനല്ലാതെ വേറെ ആർക്കും പണിയാൻ പറ്റിയിട്ടില്ല. ഇന്തോനേഷ്യയുടെ തന്നെ ഒരു ദ്വീപ് ബാലി ദ്വീപാണ്. അവിടെ 95% ഹിന്ദു ഭൂരിപക്ഷമുള്ള ദ്വീപാണ്. SK പൊറ്റക്കാട് കോഴിക്കോട്ട് നിന്ന് അവിടെ പോയി എന്നിട്ട് ബാലിദ്വീപ് ഇങ്ങനെ നടന്ന് മെയിൻ ടൗണിലെത്തി. എന്നിട്ട് SK പൊറ്റക്കാട് പറയുകയാണ്, നടന്ന് ഞാനങ്ങ് കോഴിക്കോട്ടെ ചേവായിലെത്തി ഒന്ന് സംശയിച്ചു പോയിന്നാണ്. ഒരു ആവറേജ് ബാല്യക്കാരനെ കണ്ടാൽ കോഴിക്കോട്ടുകാരനാണെന്നേ തോന്നുള്ളൂ. ബാലിദ്വീപിലെ മിക്ക ക്ഷേത്രം പണിഞ്ഞത് ഈ കോഴിക്കോടും കണ്ണൂർ മേഖലയിൽ നിന്ന് പോയ വിശ്വകർമ്മജരായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ക്ഷേത്രവും നമ്മുടെ കോഴിക്കോട്ടെയും കണ്ണൂരിലെ ക്ഷേത്രം കണ്ട ഒരുപോലിരിക്കുന്നത്. അത്ര ക്ലോസ് റിലേഷനാണ് ഇന്തോനേഷ്യയുമായി നമുക്കുള്ളത്. അതുകഴിഞ്ഞ് നമ്മൾ കൊറിയയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 ഫെബ്രുവരി 24 പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി. പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പം കൊറിയയിൽ നിന്ന് 150 പേരുടെ ഒരു സംഘം വരികയാണ്. കാരണം കൊറിയയിലെ രാജവംശം എപ്പോഴും വിവാഹം കഴിക്കുന്നത് ഇക്ഷാവു രാജവംശത്തിൽ നിന്നാണ്, ശ്രീരാമേന്ദ്രൻ്റെ രാജകുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് ശ്രീരാമേന്ദ്രൻ്റെ വംശപരമ്പരയിലെ അതേ രക്തബന്ധമുള്ളവരാണ് സൗത്ത് കൊറിയയിലെ രാജവംശം. അതുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാരെല്ലാം കൂടെ ഒരു 100-150 പേര് വന്നു ഇവിടെ കാണാൻ വേണ്ടി, നമ്മുടെ അയോധ്യയിൽ കാണാൻ വേണ്ടി വന്നു ചേർന്നു എന്നുള്ളതാണ് രസകരമായ ഭാവം. കൊറിയയുടെ അപ്പുറത്താണ് ജപ്പാൻ എന്ന രാജ്യം. ജപ്പാൻ്റെ ഒറിജിനൽ പേരെന്താണ്? നിപ്പോൺ എന്നാണ് ഒറിജിനൽ പേര്. എവിടെ നിന്ന് ജപ്പാൻ്റെ നിപ്പോൺ എന്നുള്ള പേര്? അത് സംസ്കൃതമാണ്. നിപുണദേശം, നിപുണതയുള്ള കഴിവുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം എന്നാണ് നിപ്പോൺ അല്ലെങ്കിൽ നിപുണദേശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇന്തോനേഷ്യൻ കഴിഞ്ഞ് നമ്മൾ പിന്നെയും പസഫിക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിജി എന്നൊരു സ്ഥലത്തെത്തും. ഫിജി 200 ദ്വീപുകളാണ്. ആ ഫിജിയിലെ ജനസംഖ്യയുടെ 65% ഹിന്ദുക്കളാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഈ ഫിജി. അതിലെ ഒരു ദ്വീപിൻ്റെ പേര് രമണക ദ്വീപ് എന്നാണ്. രമണക ദ്വീപിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നു, ഞങ്ങൾ കാളിയ വംശത്തിൽപ്പെട്ടവരാണ്, ഞങ്ങളെ യമുനാനദിയിൽ തീരത്ത് നിന്ന് ഭഗവാൻ കൃഷ്ണ ഓടിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതാണെന്നാണ് അവർ പറയുന്നത്. അവർ ഈ പറയുന്ന കഥ കേട്ടിട്ട് നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഭാഗവതത്തിൻ്റെ 10ാമത്തെ അധ്യായത്തിൽ കാളിന്തി നദി വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുമ്പം കാളിയനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് മരത്തിൽ നിന്നെടുത്ത് അവൻ്റെ തലയിലോട്ട് ചവിട്ടി കാളിയനെ അങ്ങോട്ട് മെരുക്കുക. വെളുപ്പത്തു നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ സുന്ദരമായി അത് വർണ്ണിക്കുകയാണ്. ആ കവിത കേട്ടാൽ തന്നെ യുദ്ധം നടക്കുമെന്ന് മനസ്സിലാവും. ആ രീതിയിലാണ് മേൽപ്പുത്തുറ വാക്കുകൾ അങ്ങോട്ട് അറേഞ്ച് ചെയ്യുന്നത്. അതദിക്ഷു വിദക്ഷു പദക്ഷുപിത പ്രഭിതോദര വാരിനിതാന്തധരേ അതകാ ദുതകാ ദുരകാധിപതി കഥമർത്ത മശാന്ത ഋഷാന്തമാണെന്നാണ്. കേൾക്കുമ്പോൾ യുദ്ധം നടന്നു മനസ്സിലാവും. ഞാൻ സംസ്കൃതം പഠിച്ചില്ല കേട്ടോ, ചൊല്ലുന്ന തെറ്റിപ്പോയി ക്ഷമിക്കണം. അപ്പോൾ കാളിയും 2 ഭാര്യമാരാണ്. അവരോടി വന്ന് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന്. കാളിയന് 4 ആൺമക്കളാണ്. അവരോടി വന്ന് ഭഗവാന്റെ അടുത്ത് വന്നു, അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ കൊല്ലത്തൊന്നുമില്ല, പക്ഷേ ഇനി ഈ നദി വിഷമാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ കടലിൽ ഇറങ്ങിയിട്ട് 4000 യോജന പോയിട്ട് രമണക ദ്വീപ് എന്ന ദ്വീപുണ്ട്, അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞ് അവരെ രമണക ദ്വീപിലേക്ക് അയച്ചു എന്നാണ് ഭാഗവതം 10ാം അധ്യായത്തിൽ പറയുന്നത്. ഇതാ നമ്മൾ പസഫിക് ബംഗാൾ ഉൾക്കടലിൽ ഇറങ്ങി അവിടെ 4000 കിലോമീറ്റർ യാത്ര ചെയ്ത് പസഫിക് ചെല്ലുമ്പം ഫിജി എന്നൊരു ദ്വീപസമൂഹം, അവിടെ രമണക ദ്വീപ് എന്നൊരു ദ്വീപ്. ആ ദ്വീപിലെ ജനം പറഞ്ഞു ഞങ്ങൾ കാളിയന്മാരാണെന്നാണ്. അവരുടെ രക്തം എടുത്ത് DNA ടെസ്റ്റ് ചെയ്തു. DNA ടെസ്റ്റ് ചെയ്തപ്പോൾ UP അതേ ആളുകളുടെ DNA ആണ് രമണക ദ്വീപിലെ ഈ കാളിയന്മാരെന്നുള്ള ജനവിഭാഗത്തിൽ. നമ്മൾ അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിനും പോകും. അവിടെ മൗറീസ് എന്ന് പറയുന്ന ജനവിഭാഗമുണ്ട്, അവിടുത്തെ ആദിവാസികളാണ്. അവർക്കൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അകത്തൊരു വിശുദ്ധമായൊരു മണിയുണ്ട്. അത് ആരെ കാണിക്കില്ല, അതിനകത്ത് ആരെയും കയറ്റുകയില്ല. പക്ഷേ 1986 ആകാശത്ത് നിന്ന് ഇടി വെട്ടി അതിൻ്റെ റൂഫ് തകർന്നു പോയി. അപ്പോൾ ഒരു വിശ്വാസ സംഹിതയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അല്ലാതെ ഇന്ത്യയുടെ ഇവിടെയുള്ള ചില ഹിന്ദുക്കളെ മാത്രം നോക്കിയിട്ട് ഈ മഹത്തായ സംസ്കാര പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ്
പലപ്പോഴും അപകടം ഉണ്ടാവുന്നത്. അപകടം ഉണ്ടാവാതെ അത് വിശാലമായി മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിരിക്കണം. ആ വിശാലമായി മനസ്സിലാക്കുന്ന സനാതനധർമ്മത്തിൻ്റെ ഇത് മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും എത്ര സുന്ദരമാണ് എന്ന് മനസ്സിലാവുന്നത്. അവരുടെ ആരാധനാലയങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പ്രോഗ്രഷൻ ഉണ്ട്. ആദ്യം ഉണ്ടായത് കാവായിരുന്നു. കാവ് പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ ക്ഷേത്രമായി. കാവെന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ, ഒരു മരത്തിൻ്റെ, ഒരു കാടിൻ്റെ അതിൻ്റെ എസൻസിന് ഒരു ഭംഗം ഉണ്ടാകാതെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഈശ്വരനെ സങ്കല്പിച്ചു, എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചു. അപ്പോഴത് കാവെന്ന വലിയ സങ്കല്പത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഈശ്വരഭാവമായി മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാവിൻ്റെ ഈശ്വര സങ്കല്പത്തിൻ്റെ മുകളിൽ മഴയെ വെയിൽ ഏൽക്കാതിരിക്കാൻ ഒരു റൂഫ് ഉണ്ടാക്കി. എന്നിട്ട് അതിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് വോൾ പണി. ഇപ്പം മൃഗങ്ങൾക്ക് ഇത് ഈശ്വര സങ്കല്പം എന്ന് അറിഞ്ഞുകൂടാ, അപ്പോൾ അതിനെ സംരക്ഷിക്കണം, അതിൻ്റെ മതിൽ പണി. അപ്പോൾ ഈ കാവ് കോവിലായി മാറി. ആ കോവ് പിന്നെ അമ്പലമായി. ഈശ്വരനെ ഗൃഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യനായി സങ്കല്പിച്ച് അദ്ദേഹത്തിനൊരു വീട് പണിഞ്ഞു. അവിടെ ബെഡ്റൂമിൽ ഭഗവാനെ ഇരുത്തി. അതിന് അടുക്കളയുണ്ട്, വരാന്തയുണ്ട്, എല്ലാം വിശദമായിട്ടുണ്ട്. വീടായതുകൊണ്ട് റൂഫുണ്ട്, ചുറ്റും ഒരു മതിലും, വസ്തുവിന് ചുറ്റൊരു മതിലും പണിഞ്ഞു. അപ്പോൾ കോവിൽ അമ്പലമായി മാറി. ആ അമ്പലം അടുത്ത സ്റ്റേജ് ആയപ്പോൾ ക്ഷേത്രമായി മാറി. അമ്പലങ്ങൾ ക്ഷേത്രങ്ങളായിട്ട് ഒരു 1800 വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. AD 3rd സെഞ്ചുറിക്ക് ശേഷമാണ് ക്ഷേത്ര സങ്കല്പത്തിലേക്ക് മാറുന്നത്. ക്ഷേത്രമാകുമ്പോൾ അതിന് 9 ഘടകങ്ങളുണ്ട്. ക്ഷേത്രത്തിനൊരു ഗർഭഗൃഹം വേണം, ക്ഷേത്രത്തിനൊരു ബലിത്തറ വേണം, ക്ഷേത്രത്തിനൊരു ഗോപുരം വേണം, ക്ഷേത്രത്തിനൊരു കൊടിമരം വേണം, ക്ഷേത്രത്തിനൊരു കൊടി വേണം, ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു മെയിൻ ദേവസങ്കല്പം വേണം, അല്ലെങ്കിൽ ദുന്ദ ദേവസങ്കല്പം വേണം, പിന്നെ 7 or 9 ഉപദേവതാ സങ്കല്പങ്ങളും വേണം. ഇങ്ങനെ അതിനെ പൂർണ്ണമായ രീതിയിൽ സമഞ്ജസ സമ്മേളനമായി എടുക്കും. അപ്പോഴാണ് ഒരു മഹാക്ഷേത്രം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാവുണ്ടായത്? കാവ് എങ്ങനെ കോവിലായി? കോവിൽ എങ്ങനെ അമ്പലമായി? അമ്പലം എങ്ങനെ ക്ഷേത്രമായി? ഇതിനെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ ഓരോ ക്ഷേത്രത്തിൻ്റെയും മഹത്വം എത്ര ഗംഭീരമാണെന്ന് മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം, അത് പുലയന്മാരുടെ ക്ഷേത്രമായിരുന്നു. ഒരു പുലയ സ്ത്രീയായ പെരുമാട്ടക്കാളി രാജ്ഞിയായിരിക്കുമ്പോൾ അവർ പണിഞ്ഞൊരു ക്ഷേത്രം. പുലയന്മാരുടെ കയ്യിൽ നിന്ന് AD 10ാം നൂറ്റാണ്ടായപ്പോൾ വേണാട് രാജ്യം അത് അവരുടെ കൈവശത്തിലായി. അത് തിരുവിതാംകൂർ രാജവംശത്തിയപ്പോഴേക്കും അത് വിപുലമായി പണിഞ്ഞു. അപ്പോൾ ഒരു ക്ഷേത്രത്തെ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ മഹത്വം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ വിഷുവിൻ്റെ അന്ന് രാവിലെ 7-7:30 മണിയാവുമ്പോൾ മേൽക്കൂരയിൽ നിന്നൊരു ചെറിയ ദ്വാരത്തിലൂടെ ഒരു പ്രകാശരശ്മി നേരെ വന്നിട്ട് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന് വലത്തെ തലകളിൽ മുട്ടി നിൽക്കും. അതായത് സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വണങ്ങുന്ന സങ്കല്പം. പകൽ നമ്മൾ നോക്കിയാൽ ആ ദ്വാരം കാണാൻ പറ്റുമോ? ഇല്ല. മഴ പെയ്താൽ ദ്വാരത്തിൽ കൂടെ വെള്ളം താഴെ വരുമോ? ഇല്ല. പക്ഷെ 1000 വർഷത്തിന് മുമ്പ് വളരെ കൃത്യമായി വിഷുവിൻ്റെ അന്ന് രാവിലെ സൂര്യഭഗവാൻ എവിടെ നിൽക്കും, അപ്പോൾ ഏത് സ്ഥലത്ത് എങ്ങനെ ഈ ദ്വാരം ഉണ്ടാക്കിയാൽ സൂര്യരശ്മി കറക്റ്റ് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിൽ തലകളിൽ നിന്ന് മുട്ടുമെന്ന് കണക്കാക്കിയിട്ടാണ് 1000 വർഷത്തിന് മുമ്പ് ആ ദ്വാരം കറക്റ്റ് ഇട്ടിരിക്കുന്നത്. പാശ്ചാത്യർക്ക് പോലും കൃത്യമായി അറിയാൻ പറ്റാത്ത ഗംഭീര സംഭവമാണ്. വിഷുവിൻ്റെ അന്ന് രാവിലെ ഒരു 10-200 ക്യാമറ വരും. BBC, വേൾഡ് സർവീസ്, വോയിസ് ഓഫ് അമേരിക്ക എല്ലാം കൂടെ വരും. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറണമെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. യുവമാർ എന്തെന്നറിയാമോ? യുവമാരുടെ RSS ഓഫീസിൽ പോയി ശുദ്ധികലശം ചെയ്ത് പൈസയൊക്കെ അടച്ച് ഹിന്ദു ആവും, എന്നിട്ട് അകത്തേക്ക് ഫോട്ടോ എടുക്കും. തിരിച്ചവൻ അമേരിക്ക പോയി വീണ്ടും ക്രിസ്ത്യാനിയാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഹിന്ദു ആവാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ വിഷുവിന് രാവിലെ BBC വേൾഡ് സർവീസ് തുറക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ വലത്തേക്കാലിന് തലകളിൽ സൂര്യപ്രകാശം വന്ന് മുട്ടി നിൽക്കുന്ന അത്ഭുത കാഴ്ച ലോകം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾ കാണുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ ഭാരം 365 തൂണിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൗരവർഷം 365 ദിവസമാണെന്ന് എന്നാണ് ഈ സായിപ്പ്മാർക്ക് മനസ്സിലായത്. AD 1582 ഗ്രിഗോറിയൻ കലണ്ടർ ഗ്രിഗറി 13ാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ ഒരു സൗരവർഷം 365 ദിവസം എന്ന് മനസ്സിലായത്. അത് സെറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? 12 ദിവസം ക്യാൻസലായിപ്പോയി. ഒക്ടോബർ 4-ാം തീയതി കിടന്ന് ഉറങ്ങാൻ നേരം മൊത്തം എഴുന്നേറ്റപ്പോൾ ഒക്ടോബർ 16-ാം തീയതിയിലാണോ ഉണരുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പക്ഷേ
ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്യുന്നതിന് ഒരു 500 വർഷം മുമ്പ് 1000 ഇയേഴ്സ് ബാക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം പണിത രാജാവിനും അവിടുത്തെ വിശ്വകർമ്മനും അവിടുത്തെ തന്ത്രിക്ക് അറിയായിരുന്നു ഒരു സൗരവർഷം 365 ആണെന്ന്. അതുകൊണ്ട് ജനുവരി 1 സൂര്യൻ നിൽക്കുന്ന ഒരു തൂൺ, ജനുവരി 2 നിൽക്കുന്ന രണ്ടാമത്തെ തൂൺ, ജനുവരി 3 നിൽക്കുന്ന മൂന്നാമത്തെ തൂൺ, അങ്ങനെ 360 തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂൺ 4 പൊക്കേ ഉള്ളൂ. അത് ലീപ്പ് ഇയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 365 and 1/4 365 തൂണിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരമുണ്ട്. ഗോപുരത്തിന് നടുക്ക് ചതുരാകൃതിയിലൊരു ദ്വാരമാണ്. സമ്മർ സോൾസ്റ്റീസ് വിൻ്റർ സോൾസ്റ്റീസ് ജൂൺ 21 ഡിസംബർ 22 രാവിലെ 7:30 മണിയാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ചതുരത്തിൽ സൂര്യഭഗവാൻ കയറി നിറയും. പിന്നെ അടുത്ത ദ്വാരം ഉച്ചയ്ക്ക് 2:30 മണിയാകുമ്പോൾ ലാസ്റ്റ് ചതുരം കയറി നിറയും. നിറന്നിട്ട് സൂര്യഭഗവാൻ അങ്ങ് പോകും. 1000 വർഷത്തിന് മുമ്പ് ജൂൺ 21 ഡിസംബർ 22 സമ്മർ സോൾസ്റ്റീസ് വിൻ്റർ സോൾസ്റ്റീസ് സൂര്യഭഗവാൻ എവിടെ ഉണ്ടാവും അത് കണക്കാക്കിയിട്ടാണ് ആ ദ്വാരം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ്. നമ്മൾ ചിന്തിച്ച അത്ഭുതമല്ലേ. ലോകത്തിൽ ഏതെങ്കിലും ജനതയ്ക്ക് പറ്റിയോ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയ അനന്തശയനത്തിൽ കിടക്കുന്ന പത്മനാഭസ്വാമിയുടെ മുമ്പാകെ പുരുഷന്മാർ സാഷ്ടാംഗപ്രണാമം ചെയ്താൽ വലത്തെ ചെവി തറയിൽ മുട്ടിക്കണം. സ്ത്രീകൾ കയറിയാൽ ഇടത്തെ ചെവി തറയിൽ മുട്ടിക്കണം. തറയിൽ മുട്ടിച്ചാൽ 5.5 കിലോമീറ്റർ അപ്പുറത്ത് ശംഖുമുഖം കടപ്പുറത്ത് പത്മനാഭസ്വാമി ആറാട്ടിനെ കൊണ്ടുപോയി കുളിപ്പിക്കുന്ന അവിടുത്തെ തിരമാല കരയിലടിക്കുന്ന ശബ്ദം ഇവിടെ ഭക്തൻ്റെ ചെവി കിട്ടും. ഭക്തൻ്റെ ചെവി ഇന്ന് പോലും സായിപ്പിന് ഭൂമിക്കടിക്കൂടെ 1 കിലോമീറ്റർ ശബ്ദം കൊണ്ടുവരാൻ പറ്റുമോ? പറ്റിയില്ല. പക്ഷേ 1000 കൊല്ലത്തിന് മുമ്പ് 5.5 കിലോമീറ്റർ അപ്പുറത്തുനിന്നുള്ള ശബ്ദം ഭൂമിക്കടിക്കൂടെ കറക്റ്റ് കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ചുമ്മാ സാറ് വിവരക്കിടക്കെ പറയാ സാറേന്ന്. അവനെന്താ അറിയാമോ? അവനും ബിടെക്കിന് കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെ 2 മൊബൈൽ ഫോണുമായിട്ട് പോയി. എന്നിട്ട് ഒരുത്തൻ പത്മനാഭസ്വാമിയുടെ അവിടെ സഹസ്രാമണം ചെയ്തു, മറ്റവൻ ശംഖുവത്ത് പോയി നിന്ന്. എന്നിട്ട് 2 പേരും മൊബൈൽ ഓൺ ചെയ്ത് ഒരേ ശബ്ദമാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ശംഖുവത്ത് അവൻ്റെ മൊബൈൽ തിരമാടിക്കുന്ന ശബ്ദം ഇവിടുത്തെ അവൻ്റെ ചെവി കിട്ടി. അപ്പോൾ അവന് മനസ്സിലായി 5.5 കിലോമീറ്റർ ദൂരെ തിരമാല അടിക്കുന്ന ശബ്ദം കറക്റ്റ് ഭൂമിക്കടി കൂടെ പത്മനാഭസ്വാമിയുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്ന ചെവി കിട്ടുകയാണ്. എന്തൊരു അത്ഭുതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളെ കുത്തിവെച്ചിരിക്കുകയാണ്. 2000 യക്ഷികൾ. പക്ഷേ ഒന്നാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് രണ്ടാമത്തെ യക്ഷി, രണ്ടാമത്തെ യക്ഷി വ്യത്യസ്തമാണ് മൂന്നാമത്തെ യക്ഷി, മൂന്നാമത്തെ യക്ഷി വ്യത്യസ്തമാണ് നാലാമത്തെ യക്ഷി. 2000 യക്ഷികൾ, 2000 ഡിഫറെൻ്റ് യക്ഷികളാണ്. ഒരു യക്ഷിയുടെ മൂക്ക് നീളക്കുള്ളതായിരിക്കും, അടുത്ത യക്ഷിയുടെ ചെവി വലുതായിരിക്കും, മൂന്നാമത്തെ യക്ഷിയുടെ കാലിന് വണ്ണക്കുള്ള, ഒരു വലത്തെ കാലിന് വണ്ണക്കുള്ളതായിരിക്കും, നാലാമത്തെ യക്ഷിയുടെ ഇടത്തെ കാലിന് വണ്ണക്കുള്ളതായിരിക്കും, അഞ്ചാമത്തെ യക്ഷിയുടെ വലത്തെ തള്ളവെള്ളിൻ്റെ വിരൽ നീളക്കുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു ബിടെക്കിന് പഠിക്കുന്ന കുട്ടി ഒരു കമ്പ്യൂട്ടർ എടുത്ത് വെച്ചിട്ട് 2000 പെർമുട്ടേഷൻ ഓപ്പറേഷൻ ഉണ്ടാക്കണമെങ്കിൽ അവൻ എത്ര ദിവസം എടുക്കും? പക്ഷേ 1000 വർഷത്തിന് മുമ്പ് അത് പണിഞ്ഞ രാജാവിനും തന്ത്രിക്കും വിശ്വകർമ്മനും 2000 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാക്കി അത് കൊത്തുന്ന മേസ്ത്രിക്ക് ആ വ്യത്യാസസഹിതം എഴുതി കൈ കൊടുത്തു, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് 2000 യക്ഷി, 2000 ഡിഫറെൻറ്റ് യക്ഷികൾ. ആ ക്ഷേത്രം പണിയണം. സാലഗ്രാമം കൊണ്ട് പണിയാൻ തീരുമാനിച്ചു. തെക്കേ ഇന്ത്യയിൽ സാലഗ്രാമം ഉണ്ടോ? ഇല്ല. സാലഗ്രാമമുള്ള എവിടെയാണ്? UP-യുടെയും നേപ്പാളിൻ്റെയും തീരത്തു നിന്നാണ്. 12008 സാലഗ്രാമം കൊണ്ടുവന്നു. 3500 കിലോമീറ്റർ കൊള്ളക്കാരും കള്ളന്മാരുമുള്ള പാതയിലൂടെ കുതിരവണ്ടിയിലും കാളവണ്ടിയിലും 3500 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്ത് 12000 സാലഗ്രാമങ്ങൾ കൊണ്ടുവന്നത് ശർക്കരയും ഇതും ചേർത്ത് കൂട്ടി ഒട്ടിച്ചു. അങ്ങനെയാണ് നമ്മൾ കാണുന്ന അനന്തശയനത്തിലെ പത്മനാഭസ്വാമി. ഞാനൊരു 6 ഉദാഹരണം പറഞ്ഞതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള 52 സ്പെഷ്യാലിറ്റീസാണ്. 52 സ്പെഷ്യാലിറ്റീസ്. ഞാനൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ക്രിസ്ത്യാനികൾ പോലും കള്ളപ്പേരൊക്കെ പറഞ്ഞ് കയറുമായിരിക്കും. പക്ഷേ ഞാൻ DGP ആയിട്ട് അവിടെ ചെന്ന് കയറിയ അപ്പോഴേ മനസ്സിലാവും ക്രിസ്ത്യാനിയാണോ എന്ന് കയറിയെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഈ ജന്മത്തിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവായിട്ടെങ്കിലും ഞാൻ അതിനകത്ത് കയറും. പത്മനാഭസ്വാമി ഒന്ന് കയറാനുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രം ഉദാഹരണം ഞാൻ പറയുന്നത്, ഞാൻ കോട്ടയം SP ആയിരുന്നു. അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവം, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ എല്ലാവർക്കും 7:30 പൊന്നാനപ്പുറത്തെഴുന്ന ഉത്സവം ഭയങ്കരമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഉറക്കമില്ല. കാരണം 7:30 പൊന്നാന എന്ന് പറയുന്നത്
780 പവനാണ്. 7 ആന 100 പവൻ വെച്ചിട്ട് അരയാന 50 പവനാണ്. അപ്പോൾ 750 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു 7 കോടി രൂപ ഉണ്ട്. അപ്പോൾ കള്ളന്മാരൊന്ന് തോക്ക് വെച്ച് വെടിവെച്ചിട്ട് അടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 50 പോലീസുകാർക്ക് തോക്ക് ഇഷ്യൂ ചെയ്തു, റിട്ടേൺ ഓർഡർ കൊടുത്തു. ആരെങ്കിലും 7.5 പൊന്നാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഷൂട്ട് ഹിം ഡെഡ് ഓൺ ദ സ്പോട്ട്, വെടിവെച്ചെല്ലാം ഉത്തരവും കൊടുത്തു. മറ്റേ ഞാൻ പോയി ഉത്തരവൊന്നും കൊടുക്കണ്ട, ഡൗൺ ദ എർത്ത് ഓർഡർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തോക്കെടുത്ത് ഉണ്ടയൊക്കെ നിറച്ച് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പൂജാരി വന്നു, സാറേ 7.5 പൊന്നാനെ എടുക്കണം, സാറാണ് വന്നത് സർട്ടിഫൈ ചെയ്യേണ്ടിയിരുന്നു. ഞാൻ പെട്ടെന്ന് ഷൂസ് ഊരി, ബെൽറ്റ് ഊരി, തൊപ്പിയൊക്കെ ഊരി, അമ്പലത്തിനകത്തൊന്നും കൊണ്ടുകയറാൻ പറ്റത്തില്ല. അപ്പം താഴെ നിലവറയിൽ ചെന്നപ്പോൾ ഞാൻ പണ്ടുതൊട്ട് അമ്പരപ്പിൽ നിന്നു. കേരളത്തിലെ വലിയ കള്ളന്മാരെല്ലാം ഏറ്റവും പൊന്നാനെ മോട്ടിക്കാൻ പോയിട്ടുണ്ടോ? ഒരുത്തന് സ്റ്റീഫന് പോലും അതിന് അടുത്തങ്ങ് ചെല്ലാൻ പറ്റിയില്ല. ഇതിൻ്റെ രഹസ്യം ഒന്നും എനിക്ക് മനസ്സിലായിരുന്നു. ഞാനവിടെ ചെന്നപ്പം 7 സ്ഥലത്ത് നിന്ന് 7 പേര് താക്കോലോട്ട് വന്നു. 7 ഡിഫറെൻറ്റ് വീട്ടിൽ നിന്നാണ് താക്കോൽ കൊണ്ടുവരുന്നത്. ആദ്യം പ്രധാന തന്ത്രി വലത്തോട്ട് കറക്കി, രണ്ടാമത്തെ സഹതന്ത്രി കറക്കി, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ താക്കോൽ കറക്കി, അടുത്ത ആൾ സെക്രട്ടറി കറക്കി, പിന്നെ ട്രഷറർ കറക്കി. 7 പേര് അനുക്രമമായി താക്കോൽ വലത്തോട്ട് കറക്കാതെ നിലവറ തുറക്കുകയില്ല. രണ്ടാമത്തവൻ താക്കോലോട്ട് കറക്കിയിട്ട് 4-മത്തവൻ താക്കോലോട്ട് കറക്കിയാൽ പൊന്നാനയുടെ അറ തുറക്കുകയില്ല. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ഞാൻ അവരോട് 4 താക്കോലോട്ട് ഇടാൻ പറഞ്ഞു. ഞാനൊരു ലെൻസ് എടുത്ത് വെച്ച് ഇങ്ങനെ പതുക്കെ നോക്കി. എനിക്കൊരു ചുക്കും മനസ്സിലാവുന്നില്ല ഈ താക്കോലിനകത്ത് എന്താണ് ഡിഫറൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1000 കൊല്ലത്തിന് മുമ്പ് ആ താക്കോലുണ്ടാക്കി 7 താക്കോലുണ്ടാക്കിയ ആ കൊല്ലനെ സമ്മതിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ പൊന്നാനെ പുറത്തെടുത്തു. അപ്പം ഞാൻ 7.5 പൊന്നാനെ എഴുന്നേൽക്ക് ഞാൻ കണ്ടിനോട് പോയി. പക്ഷേ തന്ത്രി എന്നോട് പറഞ്ഞു, സാറേ 1-മത്തെ പൊന്നാനെന്ന് വ്യത്യാസമാണ് 2-മത്തെ പൊന്നാന, 2-മത്തെ പൊന്നാന വ്യത്യാസമാണ് 3-മത്തെ പൊന്നാന. 7.5 പൊന്നാന 8 ഡിഫറെൻ്റ് ആനയാണ്. ആദ്യത്തെ ആനയുടെ വലത്തെ കൊമ്പിന് നീളക്കൂടലാണ്, 2-മത്തെ ആനയുടെ ഇടത്തെ ചെവി വലുതാണ്, 3-മത്തെ ആനയുടെ വലത്തെ കാലിന് നഖങ്ങൾക്ക് വ്യത്യാസമാണ്. തന്ത്രി ഇതങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ 7.5 പൊന്നാന 8 ഡിഫറെൻ്റ് ആനയാണ്. 8 ഡിഫറെൻ്റ് ആന, 7 കോടി രൂപയുടെ ആന. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ക്ഷേത്രത്തിലും അപാരമായ അത്ഭുതങ്ങളാണ് ആ ക്ഷേത്ര സൃഷ്ടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ക്ഷേത്രത്തിൽ പോകാനായിട്ട്. ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിലെ 108 പ്രധാന ക്ഷേത്രങ്ങളെപ്പറ്റി പഠിച്ചു, എന്നിട്ടൊരു പുസ്തകം എഴുതി. ഞാനത് 1000 രൂപ എടുത്ത് വാങ്ങിച്ച പുസ്തകം. അപ്പോൾ ആ ഓരോ ക്ഷേത്രം, തലക്കൽ ക്ഷേത്രമൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഓരോ ക്ഷേത്രങ്ങൾ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ ഐതിഹ്യം എന്താണ്, ക്ഷേത്ര നിർമ്മിതിയിലുള്ള പ്രത്യേകത എന്താണ്, അവിടുത്തെ ആചാരം എന്താണ്, ഇത് 108 ക്ഷേത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ അശ്വതിനാഥ് തമ്പുരാട്ടി അവർ തുളസി ഗാൾ എന്നൊരു പുസ്തകം എഴുതി ഇംഗ്ലീഷിലെ. കേരളത്തിലെ പ്രധാനപ്പെട്ട 22 ക്ഷേത്രങ്ങൾ, തളിപ്പറമ്പ് ക്ഷേത്രം ഉൾപ്പെടെ ഇതിൻ്റെ മഹത്വം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ അത്ഭുതം, ബിയോണ്ട് സയൻസ്, ബിയോണ്ട് ഓൾ ദീസ് തിങ്സ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇത് സത്യമായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെ നോക്കുമ്പോഴാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിഗ്രഹം എന്ന് പറയുന്നത്. മനുഷ്യന് എല്ലാവർക്കും ഇമാജിനേഷൻ ഇല്ല. അപ്പോൾ ഒരു ഈശ്വരൻ്റെ പേര് കേട്ടപ്പം ആ ഇമാജിനേഷൻ കിട്ടണമെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു ഘടകം ഇത് കാണിച്ചേ പറ്റുള്ളൂ. മൊണാലിസ സുന്ദരിയായിരുന്നു പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? പക്ഷേ മൈക്കലാഞ്ചലോ അല്ലെങ്കിൽ ലിയോണാർഡോ ഡാവിഞ്ചി ആ പടം വരച്ചപ്പോൾ സുന്ദരിയായ മൊണാലിസയാ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ആൾക്ക് മനസ്സിലായി. ഇപ്പം പിന്നെ ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, നമുക്കുണ്ടാക്കാം. പക്ഷെ അന്ന് മനുഷ്യന് അവൻ സ്വപ്നത്തിൽ കാണുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എങ്ങനെ ഇരിക്കുകയാണ് എന്ന് ഒരു ചിത്രം വരച്ച് അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കിയാലേ കാണിക്കാൻ പറ്റുള്ളൂ. അതിനൊരു പ്രതീകം ഉണ്ടാക്കി കൊടുത്താണ്. ആ പ്രതീകം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ പ്രതീകത്തിൻ്റെ അർത്ഥം ഈ ഭക്തന് മനസ്സിലാവണം, ഇല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥന വളരെ വ്യക്തമാണ്. അപ്പോൾ പ്രതീകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ ഒരു നാഗപ്രതിഷ്ഠയാണ്. നാഗപ്രതിഷ്ഠയുടെ അമ്മ ഒന്ന് തൊഴും. കുട്ടി ചോദിക്കും, എന്തിനാമ്മ ഈ പാമ്പിനെ തൊഴുന്നത്? ഭഗവാനാടാ, തൊഴുന്നു. കുട്ടി അപ്പം തൊഴും. പക്ഷെ അവൻ ഹൈസ്കൂളിൽ ചെന്നിട്ട്
കോബ്ര, നാജ എന്ന് പറഞ്ഞ സോളജി പഠിക്കും. അമ്മയായിരിക്കും എന്തൊരു വിവരം കേട്ട അമ്മയുടെ പാമ്പിനെ മൂക്കമ്മാമനെ മുമ്പിൽ ചെന്ന് തൊഴുത് സ്തുതിച്ചു. കാര്യം എന്നറിയാമോ? അമ്മയ്ക്ക് താൻ ആരാധിക്കുന്ന നാഗവിഗ്രഹം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ എന്താണ് ഈ നാഗം? നാഗം എന്ന് പറഞ്ഞാൽ മൂർക്കമ്മാമാണോ? നാഗം എന്ന് പറഞ്ഞാൽ മൂർക്കമ്മാമല്ല. നാഗം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ സാരം, നമ്മുടെ ജീവൻ്റെ അന്തസത്ത. അതാണ് നാഗസങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ജനിക്കാൻ കാരണഭൂതമായി നമ്മുടെ അച്ഛനും അമ്മയും ലൈംഗികവേഴ്ച ചെയ്തപ്പോൾ അവസാനം അച്ഛൻ്റെ ശരീരത്തിൽ ഒരു ബീജം പുറപ്പെട്ടു. ആ ബീജത്തിൻ്റെ ഷേപ്പ് എന്താണ്? ബീജത്തിൻ്റെ ഷേപ്പ് മൂർക്കമ്മാമൻ്റെ ഷേപ്പാണ്. ആ മൂർക്കമ്മാമ എഴയുന്ന പോലെയാണ് ഈ ബീജം എഴഞ്ഞ് ഗർഭപാത്രത്തിനകത്ത് നിന്ന് അണ്ടവുമായി ലയിച്ച് നിങ്ങൾ ഞാൻ ഈ ഭൂമിയിലുണ്ടാവുന്നത്. നമ്മൾ അമ്മയുടെ ഗർഭത്തിലായാൽ 90 ദിവസം നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ്? മൂർക്കമ്മാമൻ്റെ ഷേപ്പിലാണ്. 90-ാം ദിവസം ആകുമ്പോഴാണ് നമ്മുടെ കൈയും കാലും ഒക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഓർഗൻസ് സ്റ്റാർട്ടഡ് ഡെവലപ്പിങ്. ടിൽ ദാറ്റ് ടൈം ഒരു പാമ്പിൻ്റെ ഷേപ്പിലാണ് നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത്. നിങ്ങളുടെ ഞാൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? നമ്മുടെ DNA മോളിക്യൂളാണ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അഡിനൈൻ, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ 4 അമിനോ ആസിഡ് ചേർന്നിട്ട് DNA മോളിക്യൂൾ ഉണ്ടാവുകയാണ്. അച്ഛൻ്റെ ശരീരത്തിൽ 21 ക്രോമസോമും അമ്മയുടെ ശരീരത്തിൽ 21 ക്രോമസോമും ചേരുമ്പോഴാണ് നിങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷേ ഈ DNA മോളിക്യൂൾ ഷേപ്പ് എന്താണെന്നറിയാമോ? 2 മൂർക്കമ്പാമ്പ് ഇണ ചേരുന്ന ഡബിൾ ഹെലിക്സ്, 2 മൂർക്കമ്പാമ്പ് ഇണ ചേരുന്ന ഷേപ്പാണ് നിങ്ങളുടെ എൻ്റെ DNA മോളിക്യൂൾ ഇരിക്കുന്നത്. നാഗ ഷേപ്പിലാണ് നമ്മുടെ DNA. അകത്തെ 46 DNA വന്നെങ്കിലേ നിങ്ങൾ ഞാനാവുള്ളൂ. അതിനകത്ത് Y ക്രോമസോം കയറിയ ആണാവും, X ക്രോമസോം കയറിയ പെണ്ണാവും. ഇത്രയുള്ള വ്യത്യാസം. ബാക്കി കറക്റ്റാണ്. നമ്മുടെ DNA മോളിക്യൂളിൻ്റെ ഷേപ്പ് നാഗത്തിൻ്റെ ഷേപ്പാണ്. നിങ്ങളുടെ എൻ്റെയും ഡിഫറൻസ് എന്താണ്? നമ്മുടെ കോൺഷ്യസ്നെസ്. നമ്മുടെ കോൺഷ്യസ് ഇരിക്കുന്ന എവിടെയാണ്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഷേപ്പ് എന്താണ്? മൂർക്കമ്മാമൻ്റെ ഷേപ്പ്. തലച്ചോറെന്ന് പറഞ്ഞൊരു പത്തി, നട്ടലിനകത്തോടൊപ്പം സുഷുമ്ന, പാല് പോലെ ഒരു പാമ്പിൻ്റെ ഷേപ്പാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 60,000 ലക്ഷം ന്യൂറോണുണ്ട്. ഓരോ ന്യൂറോണിൻ്റെ ഷേപ്പ് എന്താണ്? ഓരോ ന്യൂറോണിൻ്റെ ഷേപ്പ് മൂർക്കമ്മാമാണ്, നാഗവിഗ്രഹമാണ്. അതിൻ്റെ ന്യൂറോണിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. അത് മൂർക്കമ്മാമ്പ് പോലെ പത്തി പോലെ ഇരിക്കും. ബാക്കി ആ ന്യൂറോണിൻ്റെ ബാക്കി ഭാഗം പാമ്പിൻ്റെ ഉടലുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 60,000 ലക്ഷം ന്യൂറോൺ നമ്മുടെ തന്നിരിക്കുന്ന ഓരോ ന്യൂറോണും നാഗത്തിൻ്റെ ഷേപ്പാണ്. നാഗത്തിൻ്റെ ഷേപ്പ്. ആ നാഗം വൈദ്യശാസ്ത്രം സിമ്പിളാണ്. നമ്മുടെ ജീവൻ്റെ രഹസ്യം പാമ്പാണ്. നമുക്കൊരു രോഗം നമ്മൾ ഡോക്ടറെ കാണാൻ പോവാണ്. വൈദ്യശാസ്ത്രം സിമ്പിൾ എന്താണ്? പാമ്പാണ്. മെഡിക്കൽ കോളേജിനോട് ചെന്ന് കഴിഞ്ഞാൽ മൂർഖമാമ ഇങ്ങനെ മരത്തേക്കറി ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞങ്ങളുടെ ബിഷപ്പ് ഇങ്ങോട്ട് വരും, വട്ടി പിടിച്ചുകൊണ്ട് വരും. ബിഷപ്പിന് വഴിയുടെ അറ്റത്ത് എന്താണ്? നാഗം, പാമ്പ് വെച്ചിരിക്കാൻ. ആർച്ച് ബിഷപ്പോ കർദിനാളോ വന്നാലോ വടിയുടെ അറ്റത്ത് 2 പാമ്പ് 2 സൈഡിലോട്ട് പോവാണ്. 2 നാഗവിഗ്രഹമാണ് ഈ കർദിനാളിൻ്റെ വടിയുടെ, മാപ്പാപ്പയുടെ വടിയുടെ അറ്റത്തുള്ള അധികാര ചിഹ്നം. എവിടെ തോന്നി നാഗം? ജീവൻ്റെ രസം. ഇനി ഞങ്ങൾ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനൊന്നും വിഗ്രഹം ഉണ്ടാക്കണമൊക്കെയില്ല. പക്ഷേ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? നാഗവിഗ്രഹം. മോശ മരുഭൂമി യഹൂദന്മാരെ കൊണ്ട് പോവാണ്. അപ്പം മോശ എന്ന യഹൂദന്മാരും മോസസ് എന്ന് ക്രിസ്ത്യാനികളും മൂസ നബി എന്ന് മുസ്ലിങ്ങളും വിളിക്കുന്ന ഒരേ ആളിനെയാണ്, ഒരേ പ്രവാചകനെയാണ്. മോശ ഇങ്ങനെ മരുഭൂമിയുടെ പോകുമ്പോൾ ആളുകളെ പാമ്പ് കടിച്ചാകാൻ തുടങ്ങി. മോശ എന്ന് ദൈവത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ദൈവം എന്ത് പറഞ്ഞെന്നറിയാമോ? യഹോവായ ദൈവം, നീ ഒരു സർപ്പവിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വേദപുസ്തകത്തിൽ യഹൂദനും ക്രിസ്ത്യാനിയും മുസ്ലിം വിശ്വസിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ അനുവാദമുള്ളൂ. അത് നാഗവിഗ്രഹമാണ്. പ്രാർത്ഥിച്ചപ്പോൾ പാമ്പ് കടി നിന്നു, ആളുകൾ മരിക്കുന്നു നിന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിച്ചിരിക്കുകയാണ്. ഈജിപ്തിലെ ഫറോ രാജാവ് അവൻ്റെ കിരീടത്തിലിരിക്കുന്നതെന്ന് അറിയാമോ? മുറുക്കം പാമ്പ് പത്തി വെച്ചിരിക്കുകയാണ്. അവൻ്റെ അധികാരം വരുന്നത് നാഗസങ്കല്പത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവൻ്റെ തലയുടെ മുകളിൽ നാഗവിഗ്രഹം ഫിറ്റ് വെച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിൻ്റെ പ്രധാന ദേവനാരാണ്? കൊട്സാൽക്കോട്ടൽ എന്തുവാണ്? നാഗം, മുറുക്കമ്പാമ്പാണ്. അമേരിക്കയിലെ അഷ്ടക്കുകളുടെയും മായന്മാരുടെയൊക്കെ ദൈവം കൊട്സാൽക്കോട്ടൽ നാഗവിഗ്രഹമാണ്. ആഫ്രിക്കയിലെ നീഗ്രോസ്, അവൻ്റെ പ്രധാന ദൈവം എന്തുവാണ്? നാഗം. നീഗ്രോസിൻ്റെ പ്രധാന ദൈവം നാഗമാണ്. അപ്പോൾ ലോകത്തിൽ തമ്മിൽ കണ്ട ജനവിഭാഗം ഈ പാമ്പനെ വിളിച്ചു. എന്താണെന്നറിയാം? നമ്മൾ പാമ്പെന്ന് വിളിച്ച്, ഹിന്ദിക്കാരെന്ത് ചെയ്ത് സാമ്പെന്ന് വിളിച്ചു, ആഫ്രിക്കൻ നീഗ്രോസിന് വാമ്പെന്ന് വിളിച്ചു, അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ചാമ്പെന്ന് വിളിച്ചു. ഇപ്പം തമ്മിൽ കണ്ടുള്ള ജനവിഭാഗം ഈ നാഗത്തെ പേര് വിളിച്ചപ്പോൾ എന്താണെന്നറിയാമോ? ഒരേ ശബ്ദത്തിലാണ്. നമ്മൾ പാമ്പെന്ന് വിളിക്കുന്നു, ഹിന്ദിക്കാർ സാമ്പെന്ന് വിളിക്കുന്നു, ആഫ്രിക്കയിൽ നീഗ്രോ പാമ്പെന്ന് വിളിക്കുന്നു,
അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ചാമ്പെന്ന് വിളിക്കുന്നു. നാഗസങ്കല്പത്തിന് ഒരേ ശബ്ദത്തിൽ പേര് വരികയാണ്. അപ്പോൾ ഈ നാഗവിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ സാരമാണ്. ഈശ്വരൻ നമുക്ക് അധികാരം തന്നെ സിമ്പിളാണ്. അതിനെ മൂർഖം പാമാന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാൻ പോയാൽ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. അപ്പോൾ ഒരു വിഗ്രഹം കണ്ടാൽ ആ വിഗ്രഹത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥനയിൽ നിന്ന് ഉദ്ദേശിച്ച അർത്ഥം കിട്ടുകയില്ല. നമ്മളൊരു ഭഗവതി ക്ഷേത്രത്തിൽ പോയി. ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളിലും ഈശ്വരൻ പുരുഷനാണ്. യഹൂദന്മാരുടെ യഹോവ പുരുഷനാണ്. ഞങ്ങളുടെ യേശു ക്രിസ്തു പുരുഷനാണ്. മുസ്ലിങ്ങളുടെ അള്ളാഹു പുരുഷനാണ്. പക്ഷേ ലോകത്തിൽ ആദ്യമായി ദൈവം സ്ത്രീ രൂപത്തിൽ വരാം എന്ന് പറഞ്ഞ ആരാണ്? സനാതനം. തുർക്കിയിലും ബാബിലോണിലും സ്ത്രീ ഭാവത്തിൽ ഈശ്വരൻ വരാം, പ്രൈമീവൽ മദർ ഗോഡസ് എന്ന് വിളിച്ചു ബാബിലോണിയൻ ഭാഷയിൽ. നമ്മളതിനെ ഭഗവാൻ ഭഗവതി എന്ന് വിളിച്ചു. ഈശ്വരൻ സ്ത്രീലിംഗത്തിൽ വരാമെന്ന് സനാതനം ലോകത്തെ പഠിപ്പിച്ചു. അപ്പോൾ ആ സ്ത്രീലിംഗത്തിന് വരുന്നൊരു ഭഗവതിയുടെ പ്രതിഷ്ഠ കണ്ടാൽ എന്താണ് ഭഗവതിയുടെ പ്രതിഷ്ഠ? ഭഗവതിക്ക് 2 കൈയുള്ള ഭഗവതിയുണ്ട്, 4 കൈയുള്ള ഭഗവതിയുണ്ട്, 8 കൈയുള്ള ഭഗവതിയുണ്ട്, 10 കൈയുള്ള ഭഗവതിയുണ്ട്. സംഗതി വ്യത്യാസമാണ്. ചാമുണ്ടി തന്നെ 12 തരത്തിൽ ചാമുണ്ടിയുണ്ട്. അപ്പോൾ ശ്യാമസുന്ദരിയായ ഭഗവതിയെ ചാമുണ്ടി എന്ന് വിളിച്ചാണ്. നമ്മുടെ മലയാളത്തിൽ ചാ ചേർത്തിട്ട് ഈ ചായ പിടിച്ച് ചാ ചേർത്തിട്ട് ചാമുണ്ടിയാക്കി മാറ്റി. അപ്പോൾ ചാമുണ്ടി എങ്ങനെയാണ് ഈ 12 തരത്തിലുള്ള അല്ലെങ്കിൽ 16 തരത്തിലുള്ള ചാമുണ്ടിയുടെ ഡിഫറൻസ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. അപ്പോൾ പലപ്പോഴും ഒരു കാളീക്ഷേത്രത്തിൽ ചെല്ലുകയാണ്. കാളീക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നാക്കിങ്ങനെ നീട്ടി രക്തമൊക്കെ പുരട്ടി ഒരു തലയോട്ടി കഴുത്തിലിങ്ങനെ തൂക്കിയിട്ട് മനുഷ്യൻ്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണം ഉണ്ടാക്കി ഇങ്ങനെ ചൂരം പിടിച്ച് നിൽക്കാൻ പിള്ളേർ ഈ കാളിബോധി കണ്ടിട്ട് അമ്പോന്ന് പേടിച്ചു പോകും. ഭീകര രൂപത്തിലല്ലേ. എന്തിനാണ് ഈ കാളിബോധി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അർത്ഥം കുട്ടിക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവോ കാളിബോധയുടെ അർത്ഥം? എന്തിനാണ് ഈ കാളി ഭഗവതിയെ കറുത്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കാളി ഭഗവതി കറുത്ത സ്ത്രീയാണോ? അല്ലല്ലോ. കാളി ഭഗവതി സുന്ദരിയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ശാരദാപീഠത്തിൽ 64 പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തി. ലോകത്തിലതിന് മുമ്പോ പിൻപോ ഒരു സീനിയർ പണ്ഡിതൻ മരിക്കുമ്പോഴാണ് ഈ ജൂനിയർ പണ്ഡിതന് പ്രൊമോഷൻ കിട്ടുന്നത്. 3ാമത്തെ പണ്ഡിതൻ ചാവുമ്പോൾ 4ാമത്തെ പണ്ഡിതൻ 3ാം സ്ഥാനത്തോട്ട് കയറിയിരിക്കും. പക്ഷേ 64 പണ്ഡിതന്മാരെ തോൽപ്പിച്ച് ചരിത്രത്തിൽ ഒരാൾക്കേ ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ പറ്റുള്ളൂ. അത് മഹാനായ മലയാളിയായി ജനിച്ചതിലെ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ, കാലടിയിലെ ശങ്കരാചാര്യർ. അതേ അവിടെ കയറിയിരുന്നിട്ട് ഈ ഭഗവതിയെ കൊണ്ട് സ്തുതിക്കാന്ന് പറഞ്ഞാണ്. ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് പറഞ്ഞ് സ്തുതിച്ച് ഓരോരോ ഭഗവതി ഭാവം ഇറങ്ങി വരികയാണ്. കാളി ഭഗവതി ഇറങ്ങി വന്നു. അപ്പോൾ ശങ്കരാചാര്യർ പറയുകയാണ്, സുന്ദരമായിട്ടാ, വിശ്വേശ്വരനിൻ കനകകളേവര ദർശനമേ പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം. കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. കേരളത്തിലെ പ്രസിദ്ധമായ കാളി ക്ഷേത്രം, നമ്മുടെ മൃദംഗശാലി ക്ഷേത്രം. അവിടെ ചെന്നാൽ 2 കോടി രൂപ വിലയുള്ള സുന്ദരമായ സ്വർണ്ണ നിറത്തിലുള്ള സുന്ദരിയാണ് അവിടുത്തെ കാളി ഭഗവതി. പന്തളം രാജകുടുംബത്തിൻ്റെ പ്രധാന ദേവീഭാവം കാളി ഭഗവതിയാണ്. നിങ്ങൾ പന്തളം രാജകുടുംബത്തിൽ പോയിട്ട് കാളിക്ഷേത്രത്തിൽ കയറി നോക്കിയിട്ടുണ്ടോ? സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാളിക്ഷേത്രത്തിലെല്ലാം കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. അപ്പോൾ വിശ്വേശ്വരൻ കനകകളേവര ദർശനമേ, ആ ഭഗവതിയെ ബംഗാളുകാരും മലയാളികളും എന്ത് ചെയ്യുന്നറിയാമോ? കറുത്ത നിറത്തിലാക്കി കൊടുത്തു. കാരണം നമ്മുടെ കൂട്ട് കറുത്തവൻ അങ്ങോട്ട് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വെളുത്ത സ്വർണ്ണ നിറത്തിൽ സുന്ദരി, ചേട്ടാ ഇത് നമ്മുടെ വർഗത്തിൽപ്പെട്ട അല്ലല്ലോ എന്ന് ഇയാളിന് തോന്നും. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കാൻ വരുന്ന അതേ കടലിലോട്ട് കാളി ഭഗവതിയെ ആക്കി കൊടുത്തു. അപ്പോൾ നല്ല കറുത്ത നിറമാക്കി കൊടുത്തു. ഇത് മനസ്സിലാവാതെ കാളി ഭഗവതി കറുത്തിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ചാൽ പറ്റുമോ? പെണ്ണ് കാണാൻ പോയിട്ട് എന്നിട്ട് അമ്മാവൻ പറയും, മറ്റു കുഴപ്പമൊന്നുമില്ല, പെങ്കൊച്ചിനെ കണ്ട് അവർ കാളി ഭഗവതിയുടെ കൂട്ടിരിക്കുകയാണ്. ഈ വിവരം കേട്ട അമ്മാവൻ അറിഞ്ഞൂടെ കാളി ഭഗവതി സ്വർണ്ണ സുന്ദരിയാണ്. ഈ പെങ്കൊച്ചൻ നിറവെച്ചിട്ട് കറുത്തതിന് ഈ വല്യമ്മാവൻ വിവരം കേട്ട് പറയാണ് കണ്ട കാളി ഭഗവതിയുടെ കൂട്ടിരിക്കുകയാണെന്ന്. ഇതാണ് ഇവിടെയാണ് കുഴപ്പം. അങ്ങനെയുള്ള കാളി ഭഗവതി നാക്കിങ്ങനെ നീട്ടി രക്തം നാക്കിൽ പുരട്ടി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ നാക്ക് നീട്ടി നിൽക്കുന്നത്? മനുഷ്യൻ്റെ സംസാര ശേഷിയുടെ കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. അതുകൊണ്ടാണ് ഈ നാക്ക് നീട്ടിയിരിക്കുന്നത്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ രാജസദസ്സിൽ നവരത്നങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രസിദ്ധനായിട്ട് കവി ഉണ്ടായിരുന്നു. കാളിദാസൻ എന്ന ഡ്രാമാറ്റിസ്റ്റ് പോലെ ഒരു കവി ഉണ്ടായിരുന്നു. നവരത്നം 9 മഹാന്മാരായ ആളുകളാണ്. ധന്വന്തരി ശവണക അമൃത് സിംഹശങ്ക വേതാളഭട്ട കടകപ്പല കാളിദാസ വരാഹമന വരുചി കൊമ്പണ്ണ. ഈ കവി ഒരു ദിവസം രാജസദസ്സിൽ വെച്ച് നല്ലപോലെ
കവിതയൊക്കെ രചിച്ചപ്പം രാജാവ് സന്തോഷിച്ചൊരു അവാർഡ് കൊടുത്തു. ഈ കവിക്ക് ഒരു മകനുണ്ടായിരുന്നു, ഊമനും ബധിരനുമായിരുന്നു. സംസാരിക്കാനും കഴിവില്ല, കേൾവിശക്തിയില്ല. ഈ 12 വയസ്സുള്ള ഊമനെയും ബധിരനെയും വീട്ടിലിട്ടിട്ട് പോയ ഭാര്യയ്ക്ക് ഭാരമാണല്ലോ എന്ന് വിചാരിച്ച് ഈ കവി എപ്പോഴും ഈ മകനെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ രാജാവ് അഭിനന്ദിച്ച ശേഷം രാജാവ് അന്തഃപുരത്തിൽ എന്തോ ആഹാരം കഴിക്കാൻ പോയി. അപ്പോൾ ഈ കൂടെ ഉള്ളവന്മാർ പറഞ്ഞു, നീ എന്തിനാണ് ഈ പൊട്ടനെ കൂടെ കൊണ്ടുവരുന്നത്, വീട്ടിലങ്ങനെ ഇട്ടിട്ട് വന്നിട്ടെന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ഇയാളങ്ങ് കരഞ്ഞുപോയി. ഈ മനുഷ്യൻ വിക്രമാദിത്യൻ ചായ കുടിച്ചിട്ട് തിരിച്ച്, ചായ അല്ല എന്തോ കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇയാൾ ഒന്ന് കരഞ്ഞു. എന്തിനാ അങ്ങ് കരയുന്നേ? അതെ, അങ്ങ് എനിക്ക് എന്നെ ബഹുമാനിച്ച് അവാർഡ് തന്നെ യുവമാരെല്ലാം കൂടെ എന്നെ കളിയാക്കി, എൻ്റെ മോൻ്റെ പേര് പറഞ്ഞിട്ട് കളിയാക്കുന്നത്. വിക്രമാദിത്യൻ പറഞ്ഞു, അതിന് നീ വിഷമിക്കുന്നത് എന്തിനാണ്? നീ ആ ഉജ്ജയിനിൽ ചെന്ന് കാളിഭഗവതി മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക, നിൻ്റെ മോൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് നേരെ ഉജ്ജയിനിയിലെ കാളീക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് കവി കാളിഭഗവതി സൂചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, അപ്പോൾ കാളിഭഗവതി അനുഗ്രഹിച്ച് ആ പയ്യൻ സംസാരിച്ചു. ആ പയ്യനാണ് വാക്പടൻ. സംസ്കൃത ഭാഷയിൽ പ്രസംഗ കലയെപ്പറ്റി ഗംഭീര പുസ്തകം എഴുതിയ മനുഷ്യൻ വാക്പടൻ. വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പടൻ, അതാണ് വാക്പടൻ എന്നുള്ള പേര്. ആ പേര് തന്നെ അന്വർത്താണ്. സംസാരിച്ചു. കഥകളിയുടെ കേരളത്തിൽ ആട്ടക്കഥ ഉണ്ടാക്കിയ മഹാനായ കോട്ടയത്തെ വിദ്വാൻ തമ്പുരാൻ, മഹാനായ പഴശ്ശിരാജാവിൻ്റെ വല്യമ്മാവൻ, അദ്ദേഹം ജനിച്ചു വീണു. ഊമനും ബധിരനുമായിരുന്നു. 3 വയസ്സ് വരെ ഇവന് ഊമനും ബധിരനുള്ള കുട്ടിയെ കൊണ്ടുനടക്കാൻ അപ്പനും ഭയങ്കര പ്രയാസം. അവരെന്തെന്ന് അറിയാമോ? മൃദംഗശിലെ ക്ഷേത്രത്തിന് അവിടെയുള്ള കുമാരധര അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് അവരിഞ്ഞ് പോകും. കുട്ടി കളിച്ച് വെള്ളത്തിലിറങ്ങും, ചത്തങ്ങ് പൊക്കോളൂന്ന് വിചാരിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിയെ കാണുന്നില്ല. അപ്പോൾ എന്ത് പറ്റി ഈ കുട്ടിക്കെന്ന് അറിയാൻ വേണ്ടി ഈ വിദ്വാൻ തമ്പുരാൻ അപ്പനും അമ്മയും നേരെ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നു. അപ്പോൾ ഈ കുട്ടി ഓടി വന്നു. അച്ഛാ, അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്നു. നീ ഇങ്ങനെ സംസാരിച്ചേ? അതേ, ഇല്ല, വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി വന്ന് എന്നെ സംസാരിപ്പിച്ച് എനിക്ക് പാലൊക്കെ തന്നെന്ന് പറഞ്ഞു. അവർ നോക്കിയപ്പോൾ മൃദംഗശ്രീ ക്ഷേത്രത്തിലേക്കാണ് കുട്ടി ചൂട്ടി കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി മൃദംഗശ്രീ ദേവി ഇറങ്ങി വന്നിട്ടാണ് കുട്ടിയെ സംസാരിപ്പിച്ചത്. ആ കുട്ടി സംസാരിച്ചെന്ന് മാത്രമല്ല, ആ കുട്ടി കഥകളി എഴുതി ഗംഭീരമാക്കി മാറ്റി. നിങ്ങൾ ചിറക്കൽ ഉണ്ടാക്കിയ മഹത്തായ സംഭവമാണ് തെയ്യം. ആ തെയ്യത്തെ ലോകം മുഴുവൻ അറിയുന്നൊരു കലാരൂപമാക്കി രൂപാന്തരപ്പെടുത്തിയത് കഥകളിയിലൂടെയാണ്, ആട്ടക്കഥയിലൂടെയാണ്. ആ ചിറക്കിൽ നിന്ന് പുറപ്പെട്ട അവിടെ ചെന്ന് രൂപാന്തരപ്പെട്ട കഥകളി അത് എഴുതിയുണ്ടാക്കിയ മനുഷ്യൻ വിദ്വാൻ തമ്പുരാൻ. അദ്ദേഹം സംസാരിച്ചത്, ഊമനും ബധിരനും അദ്ദേഹം സംസാരിപ്പിച്ചത് കാളി ഭഗവതിയാണ്. ഞാൻ 4 വയസ്സുവരെ സംസാരിക്കത്തില്ല. ഞാൻ ഊമനും ബധിരനുമാണെന്നാണ് സംശയിച്ചിരുന്നത്. ഇത്താട്ടാന്നൊക്കെ പറയാറ്. അപ്പോൾ എന്നെ ഒരു ഊമൻ്റെയും ബധിരൻ്റെയും സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ ആയിട്ട് അച്ഛനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്ന് അച്ഛനോട്, അയ്യോ സാറിന് ഇങ്ങനെ ഒരു ഊമനും ബധിരനും കുട്ടിയായിപ്പോയല്ലോ എന്നൊക്കെ അവർ കാര്യം. അപ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ തൃശ്ശൂരിലൊരു കോൺഫറൻസിന് പോയി. തിരിച്ചു വരുമ്പോൾ ഒരു സന്യാസി ശിഷ്യനും കൂടെ വണ്ടിയിലുണ്ട്. അതിൽ 4 സീറ്റ് ഒഴിഞ്ഞിടക്കാണ്. ശിഷ്യൻ കമ്പി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ഫാദർ ചോദിച്ചു, 4 സീറ്റ് ഒഴിഞ്ഞിടക്കില്ല, ഇയാൾക്ക് ഇരുന്നൂടെ? അവൻ പറഞ്ഞു, അയ്യോ, ഗുരു ഇരിക്കുമ്പോൾ ഞാൻ തുല്യനായിട്ട് ഇരിക്കാൻ പറ്റിയില്ല, ഗുരുവിനോട് സമാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? എന്നാൽ നീ തറയിരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഫാദർ എക്സ്കൾട്ട് മാസ്റ്ററായിരുന്നു. അപ്പോൾ ഈ സന്യാസികൾക്ക് സംസാരിക്കാൻ തുടങ്ങി. യു ആർ മിസ്റ്റർ ജേക്കബ്, യു ആർ കം ടു തൃശ്ശൂർ ഫോർ എ കോൺഫറൻസ്. എൻ്റെ ഫാദറിന് അമ്പലം ഒരു 80% നഗ്നനായ ഒരു മനുഷ്യൻ പക്ക ഇംഗ്ലീഷിൽ ഫാദറിനോട് സംസാരിക്കാൻ. ആ ഫാദർ വളരെ ഇതാണ് സംസാരിച്ചത്. അപ്പോൾ ഈ സന്യാസി ഹിമാലയ സാനുക്കൾ തപസ്സിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗുരു പറഞ്ഞു, നീ കന്യാകുമാരി ചെന്ന് ദൈവത്തെ തൊഴിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ശിഷ്യനെയും കൂട്ടി ഈ സന്യാസി വരികയാണ്. തിരുവനന്തപുരം 4-ാം തീയതി എത്തിയപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, അങ്ങ് വീട്ടിൽ വാ, ആഹാരം കഴിച്ചിട്ട് വിടാം എന്ന്. അതേ പറഞ്ഞു, വേണ്ട, ഞാൻ കന്യാകുമാരി തിരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിൽ വരുമെന്ന്. അപ്പോൾ ഫാദർ ഉടനെ പേപ്പർ എടുത്തു. അഡ്രസ്സൊന്നും വേണ്ട, എനിക്ക് അങ്ങോട്ട് അഡ്രസ്സൊക്കെ അറിയാം, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കന്യാകുമാരി പോയിട്ട് ഈ ഗുരു ശിഷ്യനോടൊപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തെത്തി. ഗുരു പറഞ്ഞു, ഈ സന്യാസി പറഞ്ഞു, ഇന്ന് സ്ത്രീകൾ ആരും എൻ്റെ മുമ്പിൽ വരരുത്, എനിക്ക് ആരും കിടക്കാത്തൊരു പാവാണ് എനിക്ക് കിടക്കാൻ തരാൻ. നാളെ രാവിലെ കിണറ്റിൻ്റെ കയറിൻ്റെ 2 അറ്റത്ത് പോലെ തൊട്ടി കെട്ടിയേക്കണം, എനിക്ക് കുളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫാദർ ഉടനെ എൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു, മുമ്പിൽ നിന്ന് പെട്ടല്ലേ വല്ല ദുർവാസാവിൻ്റെ കൂട്ടുള്ള ശവിക്കുന്ന സന്യാസിയാണെങ്കിൽ എനിക്ക് പേടിച്ചു കുഴപ്പമില്ലേ. ഫാദർ ഉടനെ ഇന്നൊരു പുതിയ പുൽപ്പ വാങ്ങിച്ചോണ്ട്, ആരും കിടക്കാത്തൊരു പാ വാങ്ങിച്ചോണ്ട് രാവിലെ ഇദ്ദേഹം എഴുന്നേറ്റ് കടൻ്റെ അടുത്തോട്ട് എന്നിട്ട് 101 തൊട്ടി വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് 2 വയസ്സിൽ പിടിക്കുമ്പോൾ ഓരോ തൊട്ടി വെള്ളം വരും. കുളിച്ചിട്ട് നേരെ വീണിട്ടുണ്ട്. ഒരു റൂമിനും ബന്ധപ്പെട്ട് 2 കുട്ടികളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ 4 വയസ്സോ എന്നെ വിളിച്ച് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സാർ ഒന്നുകൊണ്ടും പഠിക്കേണ്ടി സംസാരിക്കും, ഇതുവരെ സംസാരിക്കാതെ കുറവുണ്ടല്ലോ, ഇനി പരിഹരിച്ചോളും, ഇഷ്ടം പോലെ സംസാരിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടങ്ങ് പോയി. ആ കാളി ഭക്തനെ അനുഗ്രഹിച്ചപ്പോൾ എൻ്റെ അപ്പനമ്മയുടെയും ക്രിസ്തീയ വിശ്വാസ പ്രാർത്ഥനയും ഈ കാളി സന്യാസിയുടെ അനുഗ്രഹം കിട്ടിയപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ സംസാരത്തിൻ്റെ
അധികാര സ്ഥാനം കാളി ഭഗവതിയുടെയാണ്. അത് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് നാക്കം കൊണ്ട് നീട്ടി രക്തം പുരട്ടി കാളി ഭഗവതി ഇരിക്കുക. കാളി ഭഗവതി കഴുത്തിലൊരു തലയോട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. എന്തിനാണ് തൂക്കിയിട്ടിരിക്കുന്നത്? ഈ തലയോട്ടി കാത്തിരിക്കുന്ന തലച്ചോറിന് ബുദ്ധി തരുന്ന പരിപാടി കാളി ഭഗവതിയാണ്. കാളി ഭഗവതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം കാളിദാസൻ മഹാനായ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് പോയറ്റാണ്. അദ്ദേഹം ഒരു വിറകുകെട്ടുകാരനായിരുന്നു. വിറകുകെട്ടുകാരനായ അദ്ദേഹം ഇരിക്കുന്ന കവട്ട വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അന്നോടൊരു പണ്ഡിതയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളെ വിവാഹത്തിൽ തോൽപ്പിക്കുന്നവരെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് അവൾ വാശി പിടിച്ചിരുന്നു. പലരും വന്ന് പെണ്ണ് കാണാൻ എല്ലാവരും അവൾ തോൽപ്പിച്ച് വിടും. അപ്പോഴാണ് ഈ സേവകരിങ്ങനെ വരുമ്പോൾ രുദ്രൻ എന്ന് പറയുന്ന വിറകുകെട്ടായിരുന്നു വിറകുകെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇരിക്കുന്ന അങ്ങോട്ട് വെട്ടുകയാണ്. നീ ഇങ്ങനെ വെട്ടിയാൽ നീ ഇവിടെ താഴെ വരത്തില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞു. കമ്പ് മുറിഞ്ഞപ്പം കമ്പ് താപ്പോട്ട് വരുന്ന കാളിദാസന് വേറൊരു കമ്പ് പിടികിട്ടിയോണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇവന് ഇച്ചിരി ആഹാരം കൊടുക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഭിത്തിയിലൊരു രാമരാവണ യുദ്ധം. അത് കണ്ടുകൊണ്ട് ഈ രുദ്രൻ പറഞ്ഞു, രാവണ രാവണ എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഇവനെന്തൊരു വിട്ടിയടാ, രാവണനെക്കറി രാവണൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ വന്ന് പണ്ഡിതൻ പറഞ്ഞില്ല, അവൻ പറഞ്ഞാണ് ശരി. വാൽമീകി രാമായണത്തിൽ കൈകേശിയുടെ മക്കളുടെ പേര് പറയുന്നുണ്ട്. കുംഭകർണോ ഭഗാരോസ്തി ഭഗാരോസ്തി വിഭീഷണ രാക്ഷസാനാൻ കുലശ്രേഷ്ഠേ രാവണോ നൈവ രാവണ. കൈകേശിയുടെ 3 മക്കളുടെ പേരിന് രണ്ടാമത്തെ അക്ഷരം ഭായാണ്. കുംഭകർണൻ, വിഭീഷണൻ. ഇവന്റെ പേര് രാവണൻ. എപ്പോഴും പണം പൊക്കി കൊത്തുന്ന സ്വഭാവമാണ്. ആളുകളൊക്കെ പറഞ്ഞു വന്ന് രാവണനായി മാറിപ്പോയതാണ് എന്ന് പറഞ്ഞു. സ്ത്രീ തോൽവി സമ്മതിച്ചു, കല്യാണം കഴിച്ചു. പക്ഷെ ആദ്യ രാത്രിയിൽ 12 മണിയായപ്പോഴേ മനസ്സിലായി ഇവരൊരു വിഡ്ഢി ഭൂഷ്മാണ്ഡ നമ്പർ 1. എല്ലാ സ്ത്രീകൾക്കും ദൈവം ഒരു അനുഗ്രഹം കൊടുത്തിട്ടുള്ളൂ. ആദ്യ രാത്രിയിൽ 12 മണിയാകുമ്പോഴേ അവർക്ക് മനസ്സിലാവും ഭർത്താവ് എത്രക്കുണ്ടെന്ന് കറക്റ്റ് അവർക്ക് മനസ്സിലാവും. പക്ഷെ ആണുങ്ങൾക്കുണ്ടല്ലോ 25 കൊല്ലം കൂടെ കടന്നാലും ഭാര്യ എങ്ങനെയൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ തലശ്ശേരി ASP ആണ്. 22 കൊല്ലം ഭാര്യയായിട്ടിരുന്ന 2 മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഓടിക്കളഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, നീ 22 കൊല്ലം കൊണ്ടു നടന്നില്ലേടാ, എൻ്റെ ഭാര്യ എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലെന്ന് അറിയുമെന്ന് പറഞ്ഞ ഈ ഭർത്താവ്. അതാണ് ഭർത്താവിൻ്റെ കുഴപ്പം. ഭാര്യമാർക്ക് അങ്ങനല്ല. ഫസ്റ്റ് നൈറ്റ് ഭർത്താവ് എത്രണ്ണം പിടിയിട്ടു. രാവിലെ അടിച്ചിറക്കി വിട്ടവനെ. ഇവൻ എന്ത് ചെയ്തു? നേരെ രുദ്രൻ നടന്നു വന്ന് ഉജ്ജയിനിയിലെ കാളി ക്ഷേത്രത്തിൽ കയറി. ചെന്നപ്പം കാളിഭൂതി പുറത്തു വരികയാണ്. ബാക്കിയുള്ള ദൈവങ്ങളും ഒക്കെ കൊട്ടി ക്ഷേത്രത്തിനകത്ത് ഇരിക്കുകയുള്ളൂ. കാളിഭഗവതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാളിഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി മനുഷ്യരുടെ ക്ഷേമം ഇതൊക്കെ അന്വേഷിച്ച് പോകും. ഞങ്ങളുടെ പോലീസ് പാസെ പറഞ്ഞാൽ പെട്രോളിങ്ങിന് പോകും. കാളിഭഗവതി പെട്രോളിങ്ങിന് പോകും. ബാക്കി ദേവന്മാരൊന്നും പോകില്ല. അമ്പലത്തിനകത്ത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാളിഭഗവതി ഇതെല്ലാം അങ്ങ് തിരിച്ചു വന്നപ്പോൾ അകത്താരണ്ട് കയറി ഇരിക്കുന്നു. അകത്താരെന്ന് അവന് പുറത്താരെന്ന് വെച്ചു. രണ്ടുകൊണ്ട് പറഞ്ഞപ്പോൾ കാളിഭഗവതി പറഞ്ഞ് പുറത്ത് കാളി, അവൻ പറഞ്ഞ അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രൻ കാളിദാസനായത്. കാളി ഭഗവതി ചോദിച്ചു, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് അറിവ് വേണമെന്ന് പറഞ്ഞു. ശരി, നീ താക്കോളത്തോടെ നാക്ക് നീട്ടണം. നീട്ടിയ നാക്കിലോട്ട് കാളി ഭഗവതി എഴുതി, ഹരി ശ്രീ ഗണപതായ നമ. നിങ്ങൾ ഞാനൊക്കെ എഴുതാനിരുന്നപ്പോൾ എഴുതിയ ഹരി ശ്രീ ഗണപതായ നമ ഉണ്ടല്ലോ, കാളി ഭഗവതി കാളിദാസന്റെ നാക്കിൽ എഴുതുകയാണ്. അപ്പം വിഘ്നം വരരുത്. ഗണപതിയാണ് വിഘ്നേശ്വരൻ. അതുകൊണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വിഘ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഹരിശ്രീ ഗണപതായ നമ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാളിദാസൻ അറിവുള്ളവനായി. കാളിദാസൻ നടന്ന് വീട്ടിൽ വന്നു. അറിവും കൊണ്ട് പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ആ സ്ത്രീ കൊണ്ട് അമ്പരന്ന് പോയി. രാവിലെ വിഡ്ഢി ഭൂസ്മാണ്ടത്തെ ഇറക്കി വിട്ട മനുഷ്യൻ നിന്ന് അടിച്ച് പറത്തി പറയുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അസ്ഥി കച്ചി ദ്വാവിലാസം, ഇതെന്തൊരു അറിവാണ് ഈ മനുഷ്യൻ്റെ എന്ന്. കാളിദാസൻ പറഞ്ഞു, ഇനി ഇന്നോട് ബന്ധമൊന്നുമില്ല, നീ എന്നെ അടിച്ചിറക്കി വിട്ടല്ലേ. പക്ഷെ നീ പറഞ്ഞ 3 വാക്കില്ലേ, അത് വെച്ച് ഞാൻ 3 മഹാകവി എഴുതും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം കാളിദാസൻ കുമാരസംഭവം എഴുതുകയാണ്. അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ. അസ്ഥി എന്ന് പറഞ്ഞ ആദ്യ വാക്കാണ്. കജിത് എന്ന വാക്ക് ചേർത്തിട്ടാണ് മേഘസന്ദേശം എഴുതുന്നത്. പിന്നെ രഘുവംശം, ഗ്രേറ്റ് വർക്ക്. കാളിദാസൻ ഏറ്റവും മഹത്തായ കൃതി ഒരുപക്ഷെ രഘുവംശമായിരിക്കും. ശ്രീരാമേന്ദ്ര ഭഗവാന്റെ മുൻഗാമികൾ 4 പേരും ശ്രീരാമേന്ദ്രനും പുറകെ വന്ന 2 പേരും ഉൾപ്പെടെ 7 രഘുവംശ ചക്രവർത്തിമാരുടെ കഥയാണ്. ഉഗ്രൻ. തുടങ്ങുന്നത് എങ്ങനെയാണ്? വകുലാസാവാണി ഗണപതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ അസ്ഥി കഞ്ചി ദ്വകലാസ എന്ന ഭാര്യ പറഞ്ഞ 3 വാക്കിൽ നിന്ന് 3 മഹാകാവ്യം തുടങ്ങി കാളിദാസൻ. കാളിഭഗവതിയുടെ ദാനമാണ് തലച്ചോറിൻ്റെ ബുദ്ധിശക്തി. അതുകൊണ്ടാണ് ആ തലച്ചോറിരിക്കുന്ന തലയോട്ടി ഭഗവതി ഇങ്ങനെ കഴുത്തെ തൂക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാതെ ആരാണ്ടെ കൊന്നിട്ട് അവൻ്റെ തലയോട്ടി തൂക്കിയിട്ടിരിക്കുകയാടാ മോനെ എന്ന് അമ്മ പറഞ്ഞു കൊടുത്താൽ കുഞ്ഞിന് വല്ല വിവരം കിട്ടും. കാളിഭഗവതി ആണെന്ന് മനസ്സിലാവും. പിന്നെ കാളിഭഗവതി അരിഞ്ഞാണ് ഇട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണ്. ലോകത്തിൽ എന്തെല്ലാം കുന്നിട്ടാ അരിഞ്ഞാണ്
ഉണ്ടാക്കാൻ ഈ മനുഷ്യൻ്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? കാരണം എഴുതാനുള്ള കഴിവ് കാളിബോധർ ദാനമാണ്. വിദ്യയുടെ ദേവത സരസ്വതിയാണ്. അതുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ സരസ്വതി നമസ്തു നമ്മൾ തുടങ്ങും. പക്ഷെ പരീക്ഷ ദിനം നമ്മളെവിടെ പോകുന്നത്? പരീക്ഷ ദിനം നമ്മൾ കാളിബോധം എടുത്തു പോകും. കാളിബോധൻ എഴുത്തിൻ്റെ ആളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുസ്തകം എഴുതാനിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പുസ്തകം എഴുതാനിരിക്കുന്ന എഴുത്തുകാർ കാളിബോധം സൂചിച്ചുകൊണ്ടാണ് പുസ്തകം എഴുതാൻ തുടങ്ങുന്നത്. കാര്യം എഴുത്തിൻ്റെ ആള് കാളിഭഗവതിയാണ്. കാളിദാസന്റെ കാലത്ത് സമസ്യ എന്നൊരു പരിപാടിയുണ്ട്. അവസാനത്തെ വരി പറഞ്ഞു കൊടുക്കും. ആദ്യത്തെ 3 വരി കവികൾ ഫില്ലപ്പ് ചെയ്യണം. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഒരിക്കൽ ഒരു ശുണ്ഠി തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സമസ്യ ഇട്ട് കൊടുത്തു. ഖ ഇഖ ഗ ഇഖ, വ്യഞ്ജനങ്ങളിൽ ആദ്യത്തെ 4 വ്യഞ്ജനങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ 5-6 ദിവസം മെനക്കെട്ടിട്ട് ഒരു തുമ്മും കിട്ടുന്നില്ല. കാളിഭഗവതി എന്ത് ചെയ്തു? കാളിദാസൻ എന്ത് ചെയ്തു? ഉജ്ജയിനിയിലെ കാളിക്ഷേത്രത്തിൽ വന്നു. ഭഗവതിയെ, നീയാണ് എനിക്ക് അറിവെല്ലാം തന്നത്, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാളിക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് ഒരു വാതിലുണ്ട്. പിന്നെ ഒരു 14-15 സ്റ്റെപ്പുണ്ട്. ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പാറയാണ്. പാറയുടെ മുകളിൽ കൂടെ ഒരു ഒറ്റയടി പാതയോടൊരു പാതയുണ്ട്. പിന്നെ നദിയാണ്, നദി ഒഴുകുന്ന സ്ഥലമാണ്. ആ പാറപ്പുറത്ത് വന്നിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി നടന്നു വന്നു ചിരിച്ചു. കാളിദാസൻ ചോദിച്ചു, കാത്തുവമ്പാലെ നീ ഏതാ മോളെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കാഞ്ചനമല, എൻ്റെ പേര് കാഞ്ചനമല എന്നാണ്. കസ്യാപുത്ര ഞാനുടെ മോളെ, കനകലതായ. അതിന് കിംബഹാസൻ്റെ കയ്യിലെന്താ മോളെ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കദലീപത്രം, താളിവലയാണ്. കാവാരക്ക, എന്താ മോളെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? കാ ഇക്ക ഗാ ഇക്ക. കാളിദാസനും മനസ്സിലായി കാളിഭഗവതിയാണ് നിൽക്കുന്നത്. അപ്പോഴേ ചിരിച്ചുകൊണ്ട് കാളിഭഗവതി അപ്രത്യക്ഷയായി. 1ാമത്തെ പേര് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലാവേണ്ടതായിരുന്നു. കാത്തുവമ്പാലെ കാഞ്ചനമാല. കാഞ്ചനമാല എന്ന് പറഞ്ഞാൽ കാളിഭഗവതി പര്യാവതമാണ്, ലളിത സഹസ്രനാമത്തിലെ പര്യാവതമാണ്. അപ്പോൾ മനസ്സിലായില്ല, വരി തീർന്നത് മനസ്സിലായി. ആ സ്വരത്തിന് പ്രത്യേകം എന്താണ്? തുടങ്ങുന്ന വരിയും അക്ഷരം കായാണ്, നടുക്കത്തെ അക്ഷരം കായാണ്. കാത്തുവമ്പാലെ കാഞ്ചനമാലെ കസ്യാപുത്രി കനകലതായ കിംവാഹസ്തെ കദലീപത്രം കാവാരക്ക കായ്ക്ക് കായ്ക്ക. ആദ്യത്തെ അക്ഷരം കായ, നടുക്കത്തെ അക്ഷരം കായാണ്. കൊണ്ടുകൊടുത്തു. 1000 സ്വർണ്ണ നാണയം രാജാവിൽ നിന്ന് കിട്ടി. അപ്പോൾ ഈ എഴുതാനുള്ള കഴിവ് കാളിഭഗവതിയുടെ ദാനമാണ്. അത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിരൽ മുറിച്ച് അരിഞ്ഞാണ് ഇട്ട് കാളിഭഗവതി നിൽക്കുന്നത്. അപ്പോൾ ഒരു ദേവിയെ അല്ലെങ്കിൽ ഒരു ദേവനെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ പ്രതിഷ്ഠയുടെ അർത്ഥം മനസ്സിലാക്കാൻ അപ്പനോ അമ്മയ്ക്കോ പറ്റിയെങ്കിലേ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടി ഹൈസ്കൂൾ കോളേജ് വരുമ്പോൾ ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസം, മണ്ടത്തരം, വിവേകപ്പെടുന്ന കുട്ടി പറഞ്ഞിട്ട് നമ്മുടെ മഹത്തായ സനാതനധർമ്മത്തിന് അർത്ഥം കുട്ടിക്ക് മനസ്സിലാക്കാനത് പോകും. അപ്പോൾ കുട്ടി ക്ഷേത്രത്തിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ പറ്റിയല്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മുടെ ആചാരങ്ങൾ ഉണ്ടാകും. ഓരോ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ ആചാരമുണ്ട്. ഈ ആചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജനത താമസിക്കുന്ന സ്ഥലത്ത് എന്താണോ അവർക്ക് അവൈലബിൾ അത് വെച്ചിട്ടാണ് ആചാരം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ധാരാളം താമരയുണ്ട്. നമ്മളെന്ത് ചെയ്തു? താമര വെച്ചിട്ട് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി. സരസ്വതി ദേവി ആ താമരയുടെ മുകളിൽ ഇരിക്കുന്നു നമ്മൾ സങ്കല്പിച്ചു. സഹാറ മരുഭൂമിയിൽ താമരയുണ്ട്, അവിടെ ഉള്ളവന് താമര വെച്ച് ആരാധിക്കാൻ പറ്റും. ഗ്രീൻലൻഡിൽ താമരയുണ്ട്, അവൻ താമര വെച്ച് ആരാധിക്കാൻ പറ്റും? പറ്റില്ല. അപ്പോൾ അവിടുത്തെ ജോഗ്രഫിക്ക് അത് പറ്റില്ല. നമുക്കതുണ്ട്. നദിയുടെ സംസ്കാരങ്ങളുണ്ടായി. നദിയുടെ സംസ്കാരങ്ങൾ എന്നാണ് നദിയാണ്. അപ്പോൾ നദിയിലെ വെള്ളം എടുത്ത് ആചമിക്കുക, നദിയിലെ വെള്ളത്തിൽ കുളിക്കുക, ഒരു പതിവുണ്ടായി. യേശു ക്രിസ്തു ജോർദാൻ നദിയിൽ താമസിച്ചിരുന്നു. അതിന് ആ ജോർദാൻ നദിയിൽ വെള്ളം പൊക്കി തലയിൽ ഒഴിച്ച് മാമോദിസം ഉണ്ടാക്കി. യേശു ക്രിസ്തു സഹാറ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ആളാണെങ്കിൽ അവിടെ മാമോദിസം ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ നദിയുണ്ടോ? യേശു ക്രിസ്തു ഗ്രീൻലൻഡിൽ താമസിക്കുക, അവിടെ വെള്ളമുണ്ടോ? അവിടെ മഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. അവിടെ മാമോദിസം ഒരു ശുശ്രൂഷ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ എന്തു പറ്റി? നമ്മൾ ഇന്ത്യക്കാർ പൂക്കൾ കൊണ്ട് ആരാധിക്കാൻ പഠിച്ചു. ഭഗവാനെ ആരാധിക്കാൻ നേരം പൂ കൊണ്ടൊരു മാല ഉണ്ടാക്കി ഭഗവാനെ കഴുത്തി കൊണ്ട് അങ്ങ് ഇടുക. കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കനൊരു മാല ഉണ്ടാക്കി പെണ്ണിൻ്റെ കഴുത്തിലോട്ട്, പെണ്ണൊരു മാല ഉണ്ടാക്കി ചെറുക്കൻ്റെ കഴുത്തിലോട്ട്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പൂജ എന്നൊരു വാക്കുണ്ട്, തമിഴിൽ മലയാളത്തിൽ പൂവ് ജപം, ഈ 2 വാക്കുകളുടെ ആദ്യ അക്ഷരം ചേർത്തിട്ടാണ് പൂജ ചെയ്യുക, പൂ കൊണ്ട് ജപിക്കുക എന്നൊരു ആചാരം ഉണ്ടായി. ഈ ആചാരം ഇന്ത്യയിൽ ഉണ്ടാവാൻ പറ്റും? സഹാറ മരുഭൂമി പൂ കൊണ്ട് ആചരിക്കാൻ പറ്റുമോ? ഗ്രീൻലൻഡ് പൂ കൊണ്ട് ആചരിക്കാൻ പറ്റുമോ? പറ്റിയല്ല. പിന്നെ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ പ്രകൃതിയിൽ നിന്ന് വിഭവം ഉണ്ടാവുമ്പോൾ ഭൂമി ദേവി തരുന്നതാണ്. അതുകൊണ്ട് ആദ്യ വിളവ് ഈശ്വരനാണ്. നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കും. മുസ്ലിങ്ങൾ മുസ്ലിം പള്ളി കൊണ്ടു കൊടുക്കും, ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ പള്ളി കൊണ്ടു കൊടുക്കും. അത് ലേലം വിളിക്കുന്നത് ആ പള്ളിക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് വരുമാനമാണ്. ആ സങ്കല്പത്തിൽ നമ്മൾ കാർഷിക വിഭവങ്ങൾ കൊണ്ട് ദൈവത്തിന് കൊടുക്കും. അപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് എന്ത് ചെയ്യും? അവൻ ആ കാർഷിക വിഭവം കൊണ്ട് ആരാധിക്കാൻ പറ്റുമോ? പറ്റിയല്ല.
പിന്നെന്ത് ചെയ്തു? ഡാൻസ് ആൻഡ് മ്യൂസിക് കൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റും. ഈശ്വരന് സംഗീതം വളരെ ഇഷ്ടമാണ്. അവിടെ എന്ത് ചെയ്തു? രാവിലെ ഭഗവാൻ ഉണരാൻ വേണ്ടി ഒരു പാട്ട്, പത്മനാഭസ്വാമി രാവിലെ ഉണരണമെങ്കിൽ ഉണർത്ത് പാട്ട് അങ്ങോട്ട് ചൊല്ലും. വെളുപ്പിന് 5-5:30 ചൊല്ലും. ഇരയമ്മൻ തമ്പി എഴുതിയ പത്മനാഭ കീർത്തനം കൂടി ചൊല്ലുമ്പോൾ ഭഗവാൻ ഉണരും. ശബരിമലയിൽ 1,00,000 പേര് നിൽക്കുകയാണ്. ഞാനവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. രാത്രി 11 മണിയാകുമ്പോൾ ഭഗവാൻ ഉറങ്ങാൻ വേണ്ടി ഹരിവരാസനം പാടും. ഹരിവരാസനം എഴുതിയതൊരു നിരീശ്വരവാദിയാണ്, പാടിയത് യേശുദാസെന്ന ക്രിസ്ത്യാനിയാണ്. പക്ഷേ ഭഗവാൻ അത് കേട്ടപ്പോൾ ഉറക്കം വരും. എല്ലാ ക്ഷേത്രത്തിനും ഉണർത്തുപാട്ടുണ്ട്, ഉറക്കപ്പാട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ ഉണർത്തുപാട്ടും ഉറക്കപ്പാട്ടും. അപ്പോൾ ഈശ്വരൻ സംഗീതം ഇഷ്ടമാണ്. അതിനെന്ത് ചെയ്തു? നമ്മൾ കർണാടക സംഗീതം ഉണ്ടാക്കി ഈശ്വരനെ സ്തുതിക്കാൻ വേണ്ടി ഓരോ രാഗം ഉണ്ടാക്കി. ആ രാഗം 64,000-ഓളം പെർമുട്ടേഷൻ കോമ്പിനേഷൻ, അതിൽ 460-ഓളം രാഗങ്ങൾ ഓൾറെഡി ഡിസൈൻ ചെയ്തെടുത്തു. അപ്പോൾ ഭഗവാന്റെ കഴുത്തിലൊരു വാസുകി കിടക്കാണ്. ഭഗവാന്റെ കഴുത്തിൽ പാമ്പ് കിടക്കുന്നതിനെ ശങ്കരാഭരണം എന്ന് വിളിച്ചു. ആ കഴുത്തെ കിടക്കുന്ന പാമ്പ് 10 മേപ്പോട്ടെങ്കിൽ പൊട്ടി ഇങ്ങനെ എടുക്കും. ആ 10 മേപ്പോട്ട് എടുക്കുന്ന ആരോഹണവും അവരോഹണവും ഒരു കർണാടക സംഗീതത്തിന്റെ രാഗമായി. ആ രാഗത്തെ എന്ത് ചെയ്തു? ശങ്കരാഭരണം എന്ന് വിളിച്ചു. ശങ്കരാഭരണം എന്ന പേരിൽ തന്നെ ഒരു സിനിമ വരെ ഉണ്ടായി. അപ്പോൾ ആ പാമ്പിന്റെ പത്തിയുടെ നീക്കം ഒരു രാഗമായി, കർണാടക സംഗീതത്തിന്റെ രാഗമായി. ലോകത്തിൽ ആരെങ്കിലും ജനതയെ കർണാടക സംഗീതം പോലെ ശാസ്ത്രീയമായ സംഗീതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ ഈശ്വര സംഘവുമായി ബന്ധപ്പെട്ടാണ്. ഓരോ ഈശ്വര സംഘത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ കർണാടക സംഗീതം ഉണ്ടാക്കി അതങ്ങോട്ട് പാടുകയാണ്. അപ്പോൾ അതെന്ത് പറ്റി? ഭഗവാൻ തന്നെ അത് കൊടുക്കുകയാണ്. ശങ്കര നാദശരീരാപര, സംഗീതത്തെ ഈശ്വരഭാവത്തിലാക്കി മാറ്റിയിട്ട് കർണാടക സംഗീതം ഉണ്ടാക്കി. പരമശിവന്റെ കഴുത്തിൽ 2 സംഗീത ഉപകരണം, അതങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഡെക്കയും തവലയുമാക്കി. 2 ഭഗവാന്റെ കഴുത്തിൽ കിടന്നാണ് ഇങ്ങോട്ട് ഇറക്കി ഡെക്കയും തവലയുമാക്കി എന്നിട്ട് ഉണ്ടാക്കി. ഭഗവാന് ഡാൻസ് ഇഷ്ടമാണ്. അപ്പോൾ ഭഗവാൻ പരമശിവൻ താണ്ഡവ നൃത്തം ആടുകയാണ്. നമ്മൾ ആ ചിദംബരം ക്ഷേത്രത്തിൽ പോകുമ്പോൾ താണ്ഡവ നൃത്തം ആടുന്ന വിഗ്രഹമാണ്. അപ്പോൾ കൈയുടെയും കാലിൻ്റെയും ഓരോ അവയോ 1 ഡിഗ്രി വെച്ച് മാറിക്കൊണ്ടിരുന്നാൽ 64,000 ഡിഫറെൻറ്റ് നടരാജ വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റും. 64,000 അതാണ് ആ പെർമുട്ടേഷൻ കോമ്പിനേഷൻ. ആ നടരാജൻ ഡാൻസ് ചെയ്യുമ്പോൾ ആ താണ്ഡവ നൃത്തത്തിൻ്റെ ഒരു ഫോം, നൃത്തം ലാസ്യമാകുമ്പോൾ അതിന് വേറൊരു ഫോം. അപ്പോൾ ഈശ്വരാരാധനയുടെ ഭാഗമായി നമ്മൾ നൃത്തം ഉണ്ടാക്കി, പാട്ടുണ്ടാക്കി. ആ നൃത്തം ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദേവദാസികൾ, ക്രിസ്തുമതത്തിൽ കന്യാസ്ത്രീകളെ പോലെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യാൻ വേണ്ടി ദേവദാസികളുണ്ടായി. ഭഗവാന്റെ അവിടെ നമ്മൾ ബൃഹദീശ്വര ക്ഷേത്ര തഞ്ചാവൂർ പോകുമ്പോൾ 1000-ഓളം നർത്തകികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭഗവാനെ നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഓരോ ആരാധനാ സമ്പ്രദായവും വർഷിപ്പ് വിത്ത് ഫയർ ആയാലും, അപ്പം നമ്മൾ ആര്യന്മാരെന്ത് ചെയ്തു? യാഗവും യജ്ഞവും നടത്തി അതിനകത്ത് നെയ്യൊക്കെ കോരി ഒഴിച്ച് അതിങ്ങനെ ആ യാഗം പ്രാർത്ഥിക്കുകയാണ്. ഓരോ മന്ത്രം അവസാനിക്കുമ്പോൾ സ്വാഹ എന്ന് പറയും. എന്താ സ്വാഹ? എനിക്കിഷ്ടപ്പെട്ട ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് ഭഗവാൻ പറയുകയാണ്. സ്വാഹ. ഈ ഗ്രീൻലാൻഡിൽ തീ കൊണ്ടാണ് യാഗയജ്ഞം ഉണ്ടാക്കാൻ പറ്റും. തീ കത്തുകയല്ല, പിന്നെ എങ്ങനെയാണ് അവിടെ ഉണ്ടാക്കുക? അന്റാർട്ടിക്ക ഈ യാഗയജ്ഞം നടത്താൻ പറ്റുമോ? മഞ്ഞിനെ ഉണ്ടാക്കി തീ കത്തുമോ? കത്തിച്ചാൽ കത്തത്തില്ലല്ലോ. തീപ്പെട്ടി ഉണ്ടായാലും കയ്യിൽ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അഗ്നി ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലത്ത് അഗ്നി കൊണ്ട് പ്രാർത്ഥന, താമരയുള്ള സ്ഥലത്ത് താമര കൊണ്ട് പ്രാർത്ഥന, കാർഷിക വിഭവമുള്ള സമയത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ട്. പാട്ട് നൃത്തം ഉപയോഗിച്ച് പാടി, പൂക്കളുള്ളിടത്ത് പൂജ ചെയ്തു, വെള്ളമുള്ളിടത്ത് ആചരിച്ചു. ഇതൊക്കെ ഒരു ദേശത്തിൻ്റെ ഇതനുസരിച്ചുള്ള ആചാരമാണ്. പക്ഷെ ആചാരം ചെയ്യുമ്പോൾ അത് അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ഒരു ഹിന്ദു, കേരളത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോകേണ്ട ദിവസം അവനെപ്പോൾ ഉണരണം? വെളുപ്പിന് 4 മണിക്ക് ഉണരണം. ദിനചര്യ എന്ന പുസ്തകമുണ്ട്. പുസ്തകത്തിൽ പറയുന്നു, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ഉണർന്നിട്ട് അവൻ ജീവിതം ആരംഭിക്കണം. എന്തേ കാര്യം? ലോകത്തിൽ മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന 2.5 മണിക്കൂറാണ്. വെളുപ്പിന് 4 മണി തൊട്ട് വെളുപ്പിന് 6:30 വരെയുള്ള സമയത്താണ്. ആ സമയത്ത് എഴുതി പഠിക്കുന്ന കുട്ടികൾക്കാണ് റാങ്കും A+ഉം കിട്ടുന്നത്. കാരണം മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് 9 hours കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പം ന്യൂറോണിൻ്റെ ഓക്സിജൻ സപ്ലൈ കുറയും. പിന്നെ ആ ന്യൂറോൺ ഇൻ്റലക്ച്വലി വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ രാവിലെ 9 മണിക്ക് നമ്മൾ തലച്ചോറ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ രാത്രി ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് ബ്രെയിൻ കപ്പാസിറ്റി പോയി.
പക്ഷെ 5 മണിക്കൂർ ഉറങ്ങിയാൽ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഓക്സിജനേറ്റഡ് ആവും. അപ്പോൾ 11 മണിക്ക് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന് 4 മണിക്ക് ഉണർന്നാൽ ബ്രെയിൻ 100% ചാർജഡാണ്. ബ്രെയിൻ ഈസ് ഇൻ ഫുൾ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. ഇതാണ് ദിനചര്യ എന്ന പുസ്തകത്തിൽ മഹാനായ സന്യാസി നമ്മളോട് പറയുന്നത്. ബ്രഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠ. അപ്പോൾ ക്ഷേത്രത്തിൽ പോകേണ്ട ദിവസം ഹിന്ദു വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എഴുന്നേറ്റ് ഒറ്റ പോക്കാം, പൊടി തട്ടിയങ്ങ് പോവും. ഹിന്ദുവിന് പറ്റിയല്ല. ഹിന്ദു എഴുന്നേറ്റാൽ ഉടൻ തന്നെ 2 കൈയുടെയും 10 വിരലുകൾ ഭൂമി ദേവിയെ തൊട്ടിട്ട് ഭൂമി ദേവിയോട് 8 മന്ത്രം ചൊല്ലുകയാണ്. എന്തോടാ മന്ത്രം? അല്ലയോ ഭൂമി ദേവി, നിന്നെ ചവിട്ടി നിന്ന് നടക്കുന്നതിന് നീ എന്നോട് ക്ഷമിക്കണം. അല്ലയോ ഭൂമി ദേവി, നീ ഉണ്ടാക്കുന്ന ഈ പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ജീവിക്കാനെന്ന് നീ അനുവദിച്ചില്ലേ, നിന്നോട് ഞാൻ നന്ദി പറയുന്നു. അല്ലയോ ഭൂമി ദേവി, ഇത്ര സുന്ദരമായ പൂക്കളും ഇത്ര സുന്ദരമായ സുഗന്ധവും സൂക്ഷിച്ച് നടക്കാൻ നീ എന്നെ പ്രാപ്തമാക്കിയില്ലേ ഭൂമി ദേവി, ഞാൻ നിന്നെ നന്ദി പറയുന്നു. നിങ്ങൾ ദിവസം ചൊല്ലുന്ന 8 മന്ത്രമുണ്ടല്ലോ, ഭയങ്കര. ഇപ്പം എന്തോ ഈ സംഭവം? ഭൂമി ദേവിയുടെ ഒരു ബന്ധമില്ലത്. മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ നെർവസ് സിസ്റ്റത്തിനകത്ത് ഇലക്ട്രിക് സപ്ലൈ കൂടും. നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കറണ്ട് വേണം. തലച്ചോറിന് സ്ട്രോക്ക് ഉണ്ടായെന്ന് സംശയം എന്ത് ചെയ്യുന്നു? ഡോക്ടർ എന്ത് ചെയ്യും? EG മെഷീൻ കണക്ട് ചെയ്യും. ഇലക്ട്രോ എൻസലോഗ്രാഫ്. EG മെഷീൻ കണക്ട് ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും വേവ് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ തലച്ചോറ് സ്ട്രോക്ക് ഉണ്ടായെന്ന് മനസ്സിലാവും. ഒരാൾ നെഞ്ചുവേദന വന്ന് ആശുപത്രി വന്നു, ഡോക്ടർ എന്ത് ചെയ്യും? ECG മെഷീൻ കണക്ട് ചെയ്യും, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പോൾ എവിടെയെങ്കിലും ടി വേവ് ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോക്ക് ഉണ്ടായെന്ന്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് മനസ്സിലാവും. അപ്പോൾ ശരീരത്തിലെ എല്ലാ അവയവത്തിനും ഈ കറണ്ടുണ്ട്, പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ കോട്ടൺ മെത്തയിൽ കിടന്നുറങ്ങിയാൽ, കോട്ടൺ പൂർ കണ്ടക്ടർ ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ശരീരത്തിൽ ഇലക്ട്രിക് ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാവും. ലോകത്തിലെ ഹാർട്ട് അറ്റാക്കിൻ്റെ 50% വെളുപ്പിന് 4 മണി തൊട്ട് 6 വരെയാണ്. ലോകത്തിലെ സെർബൽ സ്ട്രോക്ക്, തലച്ചോറിൻ്റെ സ്ട്രോക്ക് 60% വെളുപ്പിന് 4 മണി തൊട്ട് രാവിലെ 7:30 മണി വരെ സമയമാണ്. അപ്പോൾ ഹിന്ദു അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഈ 10 വിരലും ഭൂമിയിലോട്ട് തൊട്ട് ഈ 8 മന്ത്രം ചൊല്ലുമ്പോഴത്തേന് ശരീരത്തിൽ എവിടെയെങ്കിലും അധികം കറണ്ട് ഉണ്ടെങ്കിൽ അത് എർത്താവും. അതോടെ ഹിന്ദു, ഈ ഭൂമി സ്തോത്രം ചെയ്യുന്ന ഹിന്ദു ഹാർട്ട് അറ്റാക്കിൽ നിന്നും കാർഡിയാക് അറസ്റ്റ് ചെയ്യുന്ന ഒരു 50 to 60% എസ്കേപ്പ് ചെയ്യും. ഈ മെഡിസിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നീ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കാൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല. പക്ഷെ ഭൂമി ദേവി വന്നിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്യും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതൊരു ഭയങ്കര പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോഴേ കഥ തുറന്ന് പുറത്തിറങ്ങാതെ. അപ്പോൾ ഹിന്ദുക്കൾ രാവിലെ എഴുന്നേറ്റുകൊണ്ട് പഞ്ചാംഗം നോക്കും. ഈ ബെഡിൻ്റെ അടുത്തൊരു പഞ്ചാംഗം തൂക്കിയിട്ടേക്കാം. നമുക്ക് എന്നാൽ 6:20 സൂര്യോദയം, 6:20 വരെ വാതിലോടൊന്ന് പുറത്തിറങ്ങാൻ പാടില്ല. എന്തുകൊണ്ട് ഈ സംഭവം? വെളുപ്പിന് 5 മണിക്ക് കഥ തുറന്ന് പുറത്തിറങ്ങിയാൽ അവിടെ കള്ളൻ ഇരുമ്പൊടിയും കൊണ്ട് നിൽപ്പുണ്ട്, ഒറ്റയടി തലക്ക് കയറും. ഹിന്ദുക്കളുടെ ഭാഷ പറഞ്ഞാൽ സ്വാഹ, അതോടെ നമ്മുടെ കാറ്റ് പോകും. പക്ഷെ നേരം വെളുത്തു കഴിഞ്ഞാൽ കള്ളന്മാരെല്ലാം രക്ഷപ്പെടും. പോലീസൊക്കെ വരുമെന്നറിയാം, അപ്പോഴെ സ്ഥലം വിട്ടാലേ. ഈ കാടിനടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആനയും കടുവയൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കും. നമ്മൾ CCTV വെക്കുമ്പോൾ കാണുമല്ലോ, വെളുപ്പംകാലത്ത് ഈ ആന കടുവയൊക്കെ ഇറങ്ങിയിരുന്ന് കാണത്തില്ലേ. പക്ഷെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം തോട്ടിലിറങ്ങി വെള്ളം കുടിച്ച് തിരിച്ച് കാട് കയറി അങ്ങ് പൊക്കോളും. അപ്പം നമ്മൾ ഈ വെളുപ്പിന് 5 മണിക്ക് കഥ തുറന്ന് പുറത്തിറങ്ങിയാൽ ചക്കക്കൊമ്പൻ അവിടെ നിൽപ്പുണ്ടായിരിക്കും, ഒറ്റയടി തരും നമ്മുടെ തലക്കോട്ട്. കടുവ വാങ്ങാൻ നിൽപ്പുണ്ടെങ്കിൽ ഒരു കടി കിട്ടും നമുക്ക് അപ്പോഴേ, ചിലപ്പോൾ ചത്തു പിടിച്ചെടുത്തണമെങ്കിൽ പൊക്കളയത്. ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൃത്യമായി ഹിന്ദുമതം പറഞ്ഞിരിക്കുകയാണ്. അമ്പലത്തിൽ പോകണോ, നീ സൂര്യോദയം കണ്ടാലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. അതിനും പറയുന്നത്. ഇനി പുറത്തിറങ്ങിയാലോ, നീ ആദ്യം ചെന്ന് മുറ്റത്തുള്ള തുളസി തറയിൽ ചെന്നിട്ട് 4 തുളസിയില വായിലിട്ട് ചവച്ചരച്ചങ്ങ് തിന്നണം. ഇതോടെ ഈ സംഭവം. കൃഷ്ണതുളസിയുടെ ഇലക്കകത്ത് രോഗാണുക്കളെ നേരിടാനുള്ള കഴിവുണ്ട്. എനിക്ക് പനി വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ കൃഷ്ണതുളസി കപ്പ് സിറപ്പ് വാങ്ങിക്കും, 100 രൂപ കൊടുത്തിട്ട്. വല്ല ആവശ്യമുണ്ട്? കൃഷ്ണതുളസി കപ്പ് സിറപ്പ് എന്താണ്? ഈ തുളസിയിലായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് ഒഴിച്ച് അതിനകത്ത് പഞ്ചാരയും കളർ വിടുമ്പോൾ കൃഷ്ണതുളസി കപ്പ് സിറപ്പാവും. 100 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റ് വന്നാൽ 4 കൃഷ്ണതുളസി ഇല വായിലോട്ട് ചവച്ചറിഞ്ഞ് തിന്നു കഴിയുമ്പോൾ കൃഷ്ണതുളസി കപ്പ് സിറപ്പ് എഫക്റ്റായി, പനി വരുന്ന പ്രശ്നമില്ല. പിന്നെ കൃഷ്ണതുളസിയുടെ കപ്പ് സിറപ്പ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾഡ് ആവും. മൂത്രമൊഴി ഉണ്ടാകുന്ന പരിപാടി സംഭവിക്കുകയില്ല. ഇൻസുലിൻ കുത്തി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല, കൺട്രോൾഡ് ആവും. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൂവളത്തല 4 എണ്ണം പറിക്കണം, തിന്നണം. എന്തുകൊണ്ട് ഈ കൂവളത്തല? പരമശിവൻ്റെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി കൂവളത്തല വേണം. പരമശിവൻ ഉഗ്ര കോപിയാണ്. ആ കോപം കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൂവളത്തല വെച്ച് പൂജ ചെയ്യുന്നു. എന്നിട്ട് ഭക്തർക്കെല്ലാം അത് കൊടുക്കും. എന്തുകൊണ്ട് ഈ കോപം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ മനുഷ്യന് ദേഷ്യം വരും. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൺട്രോളുള്ള മരുന്നാണ് കൂവളത്തല. അപ്പോൾ നാട്ടിലെ മനുഷ്യർക്ക് ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി പരമശിവൻ്റെ ക്ഷേത്രത്തിൽ കൂവളം ആരാധന ഭാവമാക്കി മാറ്റിയിട്ട്
അത് പ്രസാദത്തിന് കൂടെ കൊടുത്തിട്ട് ഭക്തരെല്ലാം ഈ കൂളത്തെല്ലാം അങ്ങ് തിന്നു കഴിഞ്ഞാൽ അവൻ്റെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവും. അപ്പോൾ രാവിലെ 6:30 സൂര്യൻ ഉദിക്കുമ്പോൾ ഇറങ്ങി വന്നിട്ട് 4 തുളസി ഇല 4 കൂളത്തെല്ലാം തിന്നു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന് നമ്മുടെ ഡയബറ്റീസ് കുറഞ്ഞു, BP കുറഞ്ഞു, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യും. ഒരുവിധ ബാക്ടീരിയ ഒന്നും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അവിടെയാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. അതങ്ങോട്ട് കഴിഞ്ഞാൽ സൂര്യഭഗവാനെ നോക്കിയിട്ട് സൂര്യ നമസ്കാരം ചെയ്യും. സൂര്യ നമസ്കാരത്തിനകത്ത് 32 വ്യായാമമാണ്. ഞങ്ങളുടെ പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും ട്രെയിൻഡ് സോൾജേഴ്സ് ട്രെയിനിങ് കാർഡ് TSTCക്കകത്ത് 12 വ്യായാമമേ ഉള്ളൂ. പക്ഷെ ശരിക്കൊരാൾ സൂര്യ നമസ്കാരം ചെയ്താൽ അവൻ്റെ 32 വ്യായാമങ്ങളിലൂടെ അവരുടെ എല്ലാ സന്ധിബന്ധങ്ങൾക്കും എല്ലാ മസിലുകൾക്കും എല്ലാ ഞരമ്പുകൾക്കും എക്സസൈസ് കിട്ടും. തന്നെയുമല്ല, ഉദയസൂര്യൻ്റെ രശ്മികൾക്ക് രോഗാണുക്കളെ കൊല്ലാനുള്ള കഴിവുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യരശ്മികൾ നമ്മൾ ശരീരത്തിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടന്ന ബെഡിലോ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിലോ വല്ലവനും കിടന്ന ബെഡ്ഷീറ്റ് നമ്മൾ പുതച്ച് കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറും. പക്ഷെ ഉദയസൂര്യനെ നോക്കി നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമുക്ക് രോഗാണുക്കൾ പോകും. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ബുദ്ധിശക്തി കൂടും. നമ്മുടെ തലച്ചോറിന് ഒരു മാഗ്നറ്റിക് ഡയറക്ഷൻ ഉണ്ട്. തലച്ചോറിൻ്റെ നെറ്റിയുടെ നടുക്കാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ, തലയുടെ പുറകിലാണ് മാഗ്നറ്റിക് സൗത്ത് പോൾ. ഭൂമിക്കൊരു മാഗ്നറ്റിക് നോർത്ത് പോൾ ഉണ്ട്, ജോഗ്രാഫിക് സൗത്ത് പോളിലാണ്. മാഗ്നറ്റിക് സൗത്ത് പോൾ ജോഗ്രാഫിക് നോർത്ത് പോളിലാണ്. അപ്പോൾ നമ്മൾ തെക്കോട്ട് തിരിച്ച് നോക്കി നിന്നാൽ നമ്മുടെ തലച്ചോറിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ ഭൂമിയുടെ മാഗ്നറ്റിക് പോൾ ഒരേ ദിശയിൽ വരും. ലൈക്ക് പോൾസ് നമ്മുടെ ഇത് റിപ്പൽ ചെയ്യും, തലച്ചോറിന് ബുദ്ധിശക്തി കുറയും. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മാക്രോ നോർത്ത് പോളും ഭൂമിയുടെ മാക്രോ നോർത്ത് പോളും പെർപെൻഡിക്കുലർ ആവും. ബൈറ്റീരിയൽ ഗൈറേഷൻസ് വഴി തലച്ചോറിന് ബുദ്ധിശക്തി കൂടും. അതുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് ബുദ്ധിശക്തി കൂടും. അത് കഴിഞ്ഞാൽ ഒക്കുമെങ്കിൽ ഒരു സൂര്യ നമസ്കാരം ചെയ്യണം, ഉച്ചൂത്തര ഒരു നമസ്കാരം. ഇത് തലച്ചോറിനകത്ത് വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്, വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. കാര്യം എന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ ഇരുകാലം മൃഗമാട്ടിങ്ങനെ നടക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്ത് രക്തം നേരെ കാലക്കൂടെ താപ്പോട്ട് പോകും. തിരിച്ച് ഗുരുത്വാകർഷണത്തിൽ നേരിട്ട് രക്തം മേപ്പോട്ട് വന്നെങ്കിലേ തലച്ചോറ് കിട്ടുള്ളൂ. അപ്പോൾ തലച്ചോറിലോട്ട് പോകുന്ന ബ്ലഡിൻ്റെ അളവ് ഹാർട്ട് നല്ല പമ്പ് കപ്പാസിറ്റി കിട്ടും, ഇല്ലെങ്കിൽ കുറവായിരിക്കും. പക്ഷേ ഒരു ഹിന്ദു ശീർഷാസനം ചെയ്യുമ്പോൾ തലച്ചോറ് താഴെയും ഹൃദയം മേളിലുമാണ്. പമ്പ് ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ തലച്ചോറ് കയറും. തലച്ചോറിന് ഗംഭീര ബുദ്ധിശക്തിയാണ്. മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ മുസ്ലിമിന് ബുദ്ധി കൂടും. എന്താ കാര്യം എന്നറിയുമോ? അവൻ മുട്ടുകുത്തി തല കൊണ്ടും താഴെ വന്നും തലയെ മുട്ടിക്കും. ഹൃദയം മേളിലും തല താഴെയാണ്. അവ പമ്പ് ചെയ്യുന്ന ബ്ലഡ് നേരെ തലച്ചോറ് കിട്ടും. ശരിക്കും നിസ്കരിച്ച മുസ്ലിമിന് ബുദ്ധി കൂടും. ശീർഷാസനം ചെയ്താൽ ഹിന്ദുവിന് ബുദ്ധി കൂടും. ഇത് ശ്രദ്ധേയമായ സംഭവമാണ്. ഞങ്ങളെ ഗ്രഹപ്പഴം പിടിച്ച ക്രിസ്ത്യാനിക്ക് ഈ 2 കുന്തവും ഇല്ലാതുകൊണ്ട് അങ്ങനെ തലച്ചോറി ബുദ്ധി കയറുന്ന പരിപാടി ഞങ്ങൾക്കില്ല, ശാസ്ത്രപ്രകാരം ഇല്ല. അങ്ങനെ ശീർഷാസനം ചെയ്തിട്ട് ഭക്തൻ നേരെ ഇറങ്ങി ക്ഷേത്രത്തിലോട്ട് പോകാൻ. ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ആൽമരത്തിന് 7 വലം വെക്കണം. കമ്പൽസറി 7 വലം വെക്കണം. എന്തോ കാര്യം എന്നറിയാമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരം ആൽമരമാണ്. 2ാമത്തെ വേപ്പമരം, 3ാമത്തെ കൃഷ്ണവസി. അപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ സ്റ്റഡി റൂമിന് അടുത്തെങ്ങാനും ഒരു ആൽമരം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിശക്തി ആയിരിക്കും, പഠിക്കാൻ മാർക്കാണ്. പക്ഷെ വീടിനെ മുറ്റത്ത് ആൽമരം വെക്കാൻ പറ്റിയില്ല. ആൽമരത്തിന് വേരുണ്ടല്ലോ, 200 മീറ്റർ പോകും. അത് വന്ന് പേരയുടെ അടി കൂടെ കയറിയാണ്ടല്ലോ നമ്മുടെ മൊസൈക്കൊക്കെ പൊട്ടിച്ച് സൈഡിൽ വരും. നമ്മുടെ കെട്ടിടത്തിന് ഭിത്തിയുടെ ഇതിലെ കൂടെയാണ് ഈ വേര് കയറുന്നുണ്ടല്ലോ, നമ്മുടെ ഭിത്തി പൊട്ടിച്ച് കൈ കൊടുത്തതായി. പക്ഷെ ക്ഷേത്രം പണിയണമെങ്കിൽ കാവാണെങ്കിലും ശരി, ഏത് ക്ഷേത്രമാണെങ്കിലും ശരി, ഒരടി കനമുള്ള പാറ വിരിച്ചിട്ട് ക്ഷേത്രം പണിയാൻ പറ്റുള്ളൂ. ഈ പാറ പൊട്ടിച്ച് മേളിൽ കയറാൻ ആൽമരത്തിന് വേറിന് ശക്തിയില്ല. അപ്പം ക്ഷേത്രത്തിൽ നമ്മൾ ആൽമരം വെക്കും, വീടിന് മുറ്റത്ത് ആൽമരം വെക്കില്ല. അപ്പോൾ ഭക്തനിങ്ങനെ നടന്നു വന്നിട്ട് ഈ ആലിന് 7 വലം വെക്കും. ഈ ആൽമരത്തിൻ്റെ ഓക്സിജൻ 24 മണിക്കൂർ പ്രൊഡ്യൂസ് അവിടെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അതങ്ങോട്ട് ശ്വസിക്കുമ്പം അപാര ബുദ്ധിശക്തിയാണ്. ബുദ്ധഭഗവാൻ 27 ഗുരുക്കന്മാരുണ്ടായിരുന്നു. ലോകത്ത് ആരുടെയൊക്കെ അടുത്ത് പോയി ബുദ്ധഭഗവാൻ ആൽമരത്തിന് ചവിട്ടി വന്നിരുന്നപ്പം ബോധഗയ വന്നിരുന്നപ്പം ബോധോദയം. ഇങ്ങനെ ആൽമരത്തിൻ്റെ ആ ഓക്സിജനാണ് ബുദ്ധന് ബോധോദയം ഉണ്ടാക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്. അപ്പം ഇതാണ് ആൽമരം ചുറ്റുള്ള ചുറ്റം. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഓരോ ദേവനെയും എത്ര വലം വെക്കണം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പരമശിവനെ 3 വലം വെക്കണം, വിഷ്ണു ഭഗവാനെ 4 വലം വെക്കണം,
ഭഗവതിയുടെ ക്ഷേത്രമാണെങ്കിൽ ഇവിടുത്തെ ചാമുണ്ഡി ക്ഷേത്രത്തിൽ ചാമുണ്ഡി 4 തവണ വലം വെക്കണം. ഗണപതി ഭഗവാനെ ഒറ്റ തവണ വലം വെക്കാവും. രണ്ടാമത് വലം വെച്ച ഗണപതിക്ക് ദേഷ്യം വരും. ഗണപതി ഭഗവാൻ ഒറ്റച്ചാട്ടത്തിന് പരമശിവനെയും പാർവതിയും ചുറ്റി താഴെ വന്ന ആളാണ്. ഒരു തവണ ചുറ്റിയാൽ വലിയ സന്തോഷം. രണ്ടാം ചുറ്റുമ്പോൾ ആരെ പിണക്കലും ഗണപതി ഭഗവാൻ പിണക്കല്ലേ, വിഘ്നേശ്വരനാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഗണപതി ഭഗവാൻ ഒരു തവണ ചുറ്റാവും. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ എല്ലാ പ്രദക്ഷിണവും കൂടി 24 കൂടാൻ പാടില്ല. അപ്പം നമ്മൾ 7 ആൽമരം 7 കമ്പൽസറി, ബാക്കി 17 ഏതൊക്കെ ദേവനെ ചുറ്റണം. നാഗത്തെ 3 തവണ ചുറ്റണം, യക്ഷിയമ്മാവനെ 5 തവണ ചുറ്റണം. ഇത് കണക്കാണ്. അപ്പം നമ്മൾ ദേവനെയും ഉപദേവതന്മാരെയും കൂട്ടി 24 ഒപ്പിക്കണം, കറക്റ്റ് കണക്കാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടാണ് ദേവനെ തൊഴുന്നത്. എന്താണ് ഈ സംഭവം? ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ 300 മീറ്റർ നടക്കണം. ഭക്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ക്ഷേത്രത്തിൽ വന്ന് ആൽമരത്തിന് 7, പിന്നെ ബാക്കി 17, എല്ലാം കൂടി 24 ദർശനം കഴിഞ്ഞ് പിന്നെ നടന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മിക്കവാറും 300 മീറ്റർ പൂർത്തിയായി. പൂർണ്ണ ആരോഗ്യം കിട്ടും. അതല്ലാതെ മെയിൻ റോഡിൽ കൂടെ ഇറങ്ങി നടന്ന് വല്ല പട്ടിയുടെയും കടി കൊള്ളേണ്ട വല്ല ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് നടന്ന ക്ഷേത്രത്തിൽ വന്ന് ദർശനം ചെയ്താൽ കറക്റ്റ് നടക്കാൻ. പിന്നെ ആ പ്രാർത്ഥന, വീട്ടിൽ ചെയ്യേണ്ട പ്രാർത്ഥനയുണ്ട്, ക്ഷേത്രത്തിൽ വന്ന് ചെയ്യേണ്ട പ്രാർത്ഥനയുണ്ട്, പിന്നുള്ള യാമപ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകൾ വളരെ കറക്റ്റാണ്. മുസ്ലിങ്ങൾക്ക് 5 കമ്പൽസറി നിസ്കാരം, അതുകൂടാതെ വെളുപ്പാങ്കാലം 4 മണിക്ക് ഹിന്ദുക്കൾ ചെയ്യുന്ന ബ്രഹ്മമുഹൂർത്ത ഉത്തത്തെ എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് കമ്പൽസറി അല്ലാത്ത നിസ്കാരമുണ്ട്. ബാക്കി 5 നിസ്കാരം. അപ്പോൾ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സഫിഷ്യൻ എന്നാണ്. പക്ഷേ ഇസ്ലാം എന്ന വാക്ക് മുസ്ലിങ്ങളുടെ 5 നിസ്കാരങ്ങളെടുത്ത് ആദ്യ അക്ഷരങ്ങൾ ചേർത്താൽ ഇസ്ലാം എന്ന് കിട്ടും. ഇസാ എന്ന നിസ്കാരത്തിൻ്റെ ഐയും, സുബഹി നിസ്കാരത്തിൻ്റെ എസും, ലഹർ നിസ്കാരത്തിൻ്റെ എല്ലും, അസാ നിസ്കാരത്തിൻ്റെ എയും, മഗ്രി നിസ്കാരത്തിൻ്റെ എമ്മും കൂടെ ചേരുമ്പോൾ ഇസ്ലാം എന്ന് വരും. വേറെ ഒരു മതത്തിന് അതില്ല. പ്രാർത്ഥനയുടെ ആദ്യ അക്ഷരം ചേർക്കുമ്പോൾ ഇസ്ലാം എന്ന പേര് കംപ്ലീറ്റ് ആവും. ഹിന്ദുക്കൾക്ക് ഇതുപോലെ 7 നേരത്തെ പ്രാർത്ഥനയാണ്. ക്രിസ്ത്യാനികൾക്ക് 7 നേരത്തെ പ്രാർത്ഥന. ആ യാമങ്ങൾ ഫിക്സ് ചെയ്യിക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നീക്കങ്ങൾക്കനുസരിച്ചിട്ടാണ്. ആ ടൈമിൽ ശരീരത്തിൽ നമുക്ക് 7 ബയോളജിക്കൽ ട്രെയിനിങ് ആണ്. ആ ഓരോ ബയോളജിക്കൽ ട്രെയിനിങ് വന്ന സമയത്താണ് ഓരോ പ്രാർത്ഥന 5 നിസ്കാരങ്ങൾ ഹിന്ദുക്കളുടെ 7 പ്രാർത്ഥന വരുന്നത്. ആരോഗ്യത്തിന് വളരെ ബെസ്റ്റാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നീക്കങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ പ്രാർത്ഥന വരുന്നത്. അങ്ങനെ പ്രശ്നമെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലോ അന്നദാനം ചെയ്യണം. അന്നദാനം മഹാദാനം. അവിടെ അന്നം ഉണ്ടാക്കിയിരിക്കും. ക്ഷേത്രത്തിൽ വന്ന് ഒരു ഭക്തൻ പട്ടിണി കിടന്ന് പോയാൽ ആ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തർക്ക് ദോഷമാണ്. ഇതാണ് ഹിന്ദുമതത്തിന് വലിയൊരു സങ്കല്പം. അതുകൊണ്ട് ഹിന്ദുക്കൾ എന്ത് ചെയ്യും? അവിടെ വന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ട് പോകും. അത് കുക്ക് ചെയ്യും. പട്ടിണി കിടക്കുന്നവർ വന്നിട്ട് കഴിച്ചിട്ട് പോകും. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞു, പട്ടിണി കിടക്കുന്നതിന് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് അന്നമായിട്ടാണ്. ലോകത്തിൽ ഒരുപാട് രാജ്യത്ത് പട്ടിണി മരണം ഉണ്ടാവും. എത്യോപ്യ പട്ടിണി മരണം, നൈജീരിയ പട്ടിണി മരണം, സിറിയയിലെ പട്ടിണി മരണം, സോമാലിയ പട്ടിണി മരണം. ഇന്ത്യയിൽ എന്താ പട്ടിണി മരണം ഉണ്ടാകാത്തത്? ഇന്ത്യയിൽ 90 ലക്ഷം ക്ഷേത്രമുണ്ട്. ഇന്ത്യയെ പട്ടിണി കിടക്കുന്നവർ തന്നെ പട്ടിണി മാറ്റാൻ വളരെ എളുപ്പമാണ്. നേരെ ക്ഷേത്രത്തിലോട്ടില്ല, തൊഴുക, ആഹാരം കഴിക്കുക, തിരിച്ചു പോരും, സംഗതി കഴിക്കും. അപ്പോൾ ആഹാരം കൊടുക്കുന്നതിന് പുണ്യം, അത് പാചകം ചെയ്യുന്നതിന് പുണ്യം, അത് വിളമ്പുന്നതിന് പുണ്യം, ഭക്തർ ആഹാരം കഴിച്ചിട്ട് വിളവിടാൻ വൃത്തിയാക്കുന്നതിന് പുണ്യം. 4 പുണ്യമാണ്. ഈ ഭക്തർക്ക് 4 പുണ്യം കിട്ടും. മറ്റവൻ്റെ വിശപ്പ് മാറി കിട്ടും. ഗംഭീര പരിപാടിയാണ്. അങ്ങനെ അന്നദാനം കഴിഞ്ഞാൽ തിരിച്ചു വന്നവൻ ഭഗവാനോട് യാത്ര ചെയ്യും. ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പൊടി തട്ടി അങ്ങ് പോകും. ഹിന്ദുവിന് പറ്റുമോ? ഹിന്ദുവിന് പറ്റില്ല. ഹിന്ദുക്കൾ ചെയ്യുന്ന പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ച ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നത് ക്രിസ്ത്യാനിയാണ്. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കും. പക്ഷേ നിങ്ങൾ ദേവാന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുള്ളൂ. അത്രയുള്ള എൻ്റെ വ്യത്യാസം. അപ്പോൾ ഹിന്ദുക്കൾ ഈ പ്രദർശനമെല്ലാം കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിൽ യാത്ര ചോദിക്കാനായിട്ട് വരും. ദേവി ഞാൻ പോവാണ്, ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ ഇനി പൂജിക്കാൻ പറ്റുമെന്നോ എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഞാൻ ഇനി ക്ഷേത്രത്തിൽ വരുന്നതിനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ 3 കാര്യം ചോദിക്കുകയാണ് ഭഗവാനെ, തന്നേ പറ്റൂ. തരണോ വേണ്ടയോ എന്ന് ദേവി ചിന്തിക്കാൻ പാടില്ല. ഞാൻ ഈ ചോദിക്കുന്ന 3 കാര്യങ്ങൾ തന്നേ പറ്റൂ. എന്നിട്ട് അൺകണ്ടീഷണലായിട്ടൊരു സാധനം കൊണ്ട് വെക്കാൻ. എന്നിട്ട് ഹിന്ദു പ്രാർത്ഥിക്കുകയാണ്. വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. അനായാസേന മരണം വിനാ ദൈന്യതേ ജീവിതം ദേഹീമേ കൃപയാം വിഷ്ണു
ത്വയി ഭക്തി അജഞ്ചലം. 3 കാര്യം ഭഗവാനോട് ചോദിക്കുന്നത്. ദേവാ ദേവി ക്ഷേത്രത്തിൽ ആരാ പ്രതിഷ്ഠിച്ച അതനുസരിച്ച് ചോദിക്കുന്നത്. കാളി ഭഗവതിയെ ചൗണ്ടിയെ എന്ന് പറഞ്ഞിട്ട് പറയാണ് 3 കാര്യം. എന്തൊക്കെയാ? അനായാസേന മരണം. എൻ്റെ മരണം ആയാസമില്ലാത്തതായിരിക്കണം. ഞാൻ റോഡിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി പടച്ച് ചാവരുത്. ഇംഗ്ലീഷിൽ കവി പറയും, സം പീപ്പിൾ ഡൈ ഇൻ പീസ്, അതേഴ്സ് ഇൻ പീസസ്. ചിലർ സമാധാനത്തിൽ മരിക്കും, ചിലർ കഷ്ണമായിട്ട് മരിക്കും. ക്യാൻസർ വന്ന് കട്ടിക്കുഴി കിടന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാവരുത്. നെഞ്ചുവിന് ഒന്ന് ആശുപത്രിയിൽ പോകും. ഞാൻ 2 തവണ ICUവിനകത്ത് കിടന്നു. നമ്മുടെ ശരീരത്തിൽ ദ്വാരമുള്ളിടത്തൊക്കെ ഓരോ കോയിലടിച്ച് കയറ്റി ഇങ്ങനെ കിടക്കുവാണ്. എൻ്റെ അമ്മോ, ഇതുപോലൊരു സാധനം ഗതികേടില്ല. ICU ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ഈ കുന്നത്തിലൊന്നും തന്നെ കയറ്റിക്കളയരുത്. ഞങ്ങളുടെ വേദോസ്തത്തിൽ പറയും എന്താണെന്നറിയാമോ? നീതിമാന്റെ മരണം ഉറക്കം പോലെ. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ചത്ത് കിടന്ന ക്രിസ്ത്യാനിക്ക് മോക്ഷ ഉറപ്പാണ് ഞങ്ങളുടെ വേദോസ്ത പ്രകാരം. ഇത് തന്നെയാണ് ഹിന്ദുവും പ്രാർത്ഥിക്കുന്നത്. അനായാസേന മരണം. എൻ്റെ മരണം ആയാസമില്ലാത്തതായിരിക്കണം. പിന്നെ വിനാ ദൈന്യത ജീവിതം. എനിക്ക് മരണം വരെ ദൈന്യാവസ്ഥ ഉണ്ടായിരുന്നു. പണത്തിന് ഒരു രക്ഷയില്ല. തെണ്ട് ആഹാരം കഴിക്കാൻ വിളമ്പി വെച്ചാൽ തിന്നാൻ വയ്യ. വലിയ കൊച്ചുമക്കളൊന്ന് വിളമ്പി ഇങ്ങനെ വായിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ തിന്നാനേ. ലോകത്തിലെ ഏറ്റവും വലിയ ഗതികേട് മരുമോട് മുമ്പിൽ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മോ ഇതൊരു ഗതികേടി തോന്നിയിട്ട് മരുമോട് മുമ്പിൽ ഇങ്ങനെ തെണ്ട് തന്നത്. ശാരീരികമോ ധനപരമായ ഒരു ദയനീയാവസ്ഥ ഇല്ലാതെ മരണം വരെ എനിക്ക് പോകണം. പാർട്ടിക്കാവുമ്പോൾ പ്രശ്നമുണ്ടാവും. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ആരോഗ്യം പിടിച്ചെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റും. 70 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കുള്ള റെസ്ട്രിക്ഷനാണ്. എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുകയാണ് വിനാ ദൈന്യതേ ജീവിതം. എനിക്ക് ദൈന്യാവസ്ഥ ഉണ്ടാവില്ല മരണം വരെ. 3ാമത് ചോദിക്കുന്നത് ദേഹിമേയും കൃപയാം വിഷ്ണു ത്വയി ഭക്തി അജഞ്ചലം. എൻ്റെ ദേഹി ഭഗവാൻ, എൻ്റെ ആത്മാവുണ്ടല്ലോ, ഞാൻ മരിച്ചാൽ ത്വയി ഭക്തി അജഞ്ചലം നേരെ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് തൊഴുകയോട് നിൽക്കാനിടയാവണം. എപ്പോഴാണ് ഈ മരിച്ച ഉടനെ ഭഗവാന്റെ അടുത്ത് പോകുന്നത്? മോക്ഷം കിട്ടുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ മരിച്ച ഉടനെ ഭഗവാന്റെ അടുത്ത് പോകുന്നത്. ബാക്കിയുള്ളവനൊക്കെ പുനർജന്മം ഉണ്ടാക്കി പട്ടിയും പൂച്ചയും പുഴുവും ഒക്കെ ആയിട്ട് ഇവിടെ നടന്ന് പല ജന്മങ്ങൾ കഴിഞ്ഞേ അങ്ങ് ചെല്ലുള്ളൂ. ഭാഗവതത്തിൽ 46 പുനർജന്മം പറയുന്നുണ്ട്. ഓരോ പുനർജന്മവും എന്താണ് അതിൻ്റെ സാരം എന്നാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് 10-70 കൊല്ലം ജീവിച്ചിരുന്നു. പുണ്യം സർപ്ലസ് ആണെങ്കിൽ സ്വർഗത്തിലോട്ട് പോയ മില്യൺസ് ഓഫ് ഇയേഴ്സ് സ്വർഗം. ഗ്രഹപ്പഴയ്ക്ക് പാപം കൂടിയാലുണ്ടല്ലോ മില്യൺസ് ഓഫ് ഇയേഴ്സ് നരകം. ഇത് ഭയങ്കര അന്യായമാണ്. കൊലക്കേസ് ചെയ്താലും 14 കൊല്ലം കിടന്നാൽ പോരെ. എടപ്പാ ഈ 70 കൊല്ലം ഇച്ചിരി കൂടിപ്പോയെന്ന് മില്യൺസ് ഓഫ് ഇയേഴ്സ് സ്വർഗത്തിൽ നരകത്തിൽ കൊണ്ടിട്ടാലോ? ഹിന്ദുക്കൾക്ക് ഈ പ്രശ്നമില്ല. ഹിന്ദുക്കൾക്ക് നിത്യം നരകം എന്നൊരു സാധനം ഇല്ല. പെർമനന്റ് ഡാമിനേഷൻ ഹിന്ദുവിനില്ല. ഒരു ജന്മത്തിൽ പറ്റിയില്ലയോ? 2ാം ജന്മം, 3ാം ജന്മം, 4ാം ജന്മം, 5ാം ജന്മം ചാൻസാണ്. കേരള യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയാലേ ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ് കഴിഞ്ഞാൽ പിന്നെ വൈസ് ചാൻസലർക്ക് എന്തോ ഒരു ഗ്രേസ് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പഠിക്കാൻ പറ്റിയല്ലോ. മഹാരാഷ്ട്ര ഇപ്പോൾ 3 കൊല്ലം തോറ്റാ പറയും അൺഫിറ്റ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ സീലടിച്ച് തരും. പിന്നെ പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദൈവം ഉണ്ടല്ലോ ഭയങ്കര ദാനധർമ്മിയാണ്. ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്, 4th ചാൻസ്, 5th ചാൻസ്, 6th ചാൻസ്. അൾട്ടിമേറ്റ്ലി രക്ഷപ്പെടുത്തും. പെർമനന്റ് ഡാമിനേഷൻ ഇല്ല. ഇത് ഗംഭീരൊരു പരിപാടിയാണ്. എനിക്ക് ഹിന്ദുക്കളുടെ ഈ പുനർജന്മം വളരെ ഇഷ്ടമാണ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലിയാൽ ആ ഭർത്താവ് അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കും. നല്ല അടിക്കുന്നൊരു ഭർത്താവിൻ്റെ ഭാര്യയാവും. ഈ ജന്മത്തിൽ ഭാര്യ കൊടുത്ത മുഴുവൻ തല്ലും പലിശയും അടുത്ത ജന്മത്തിൽ വാങ്ങിക്കും. എന്നിട്ടേ അവൻ രക്ഷപ്പെടുള്ളൂ. ഉഗ്രൻ പുനർജന്മമാണ്. ബാങ്കിൽ പോയി പലിശ ഇട്ടാൽ 10% പലിശയാണ്. ഈ ഭഗവാന്റെ ഭാര്യയെ തല്ലുന്നതിൻ്റെ പലിശ എത്ര ഞാൻ വായിച്ച പുസ്തകത്തിൽ കണ്ടിട്ടില്ല. ആരെയല്ല പലിശ നിരക്ക് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊന്ന് പറയണം. അപ്പോൾ ഭാര്യയെ തല്ലുന്നൊരു ഭർത്താവ് ഈ പുനർജന്മ കഥ കേട്ടാൽ അന്നും ഭാര്യ തല്ലും നിർത്തും. കാരണം ഇതുവരെ തല്ലിൻ്റെ പലിശ വാങ്ങിച്ചാൽ മതി, ഇനി കൂടുതൽ കൊടുത്ത് പലിശ വാങ്ങിക്കണ്ടല്ലോ. മര്യാദയാണ്. ഭരതരാജാവ് 60 വയസ്സ് കഴിഞ്ഞപ്പം മക്കൾക്ക് ഭരണം കൊടുത്തിട്ട് റിട്ടയർമെൻ്റ് എടുത്തു. എന്നിട്ട് നേരെ വനത്തിൽ പോയി സന്യസിക്കാൻ പോയി. അപ്പോഴൊരു പൂർണ്ണ ഗർഭിണിയായ മാനയോട് സിംഹം ഓടിക്കുന്നു. സിംഹം ഓടിക്കുന്നു പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം. ഗുജറാത്തിലെ ഗിരുവനന്തലങ്ങാണ്ട് അയാൾ പോയി. അവിടെ മാത്രമുള്ള ഇന്ത്യയിൽ സിംഹം. ഈ മാനെ രക്ഷിക്കാൻ വേണ്ടി ഭരതരാജാവ് പെട്ടെന്ന് ഇറങ്ങി, ആയുധമായിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് ആ മാനെടുത്ത് വെള്ളത്തിൽ ചാടി പ്രസവിച്ചു. പക്ഷെ ഇത്രയും പൂർണ്ണ ഗർഭിണി സിംഹത്തേക്കാൾ സ്പീഡിൽ ഓടി കാരണം മാൻ അങ്ങ് ചത്തുപോയി. ആ മാൻകുട്ടി എടുത്ത് ഭരതരാജാവ് ഇങ്ങനെ വളർത്തി. ഈശ്വര എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ മാനിനെ വിളിച്ചിട്ടാണ് ഈ ഭരതരാജാവ് ജീവിച്ചത്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഭരതരാജാവ് ഒരു കലമാൻ കുട്ടിയായി ജനിക്കുകയും അതിൻ്റെ ശാപം തീർക്കാൻ വേണ്ടി കലമാനായി ജീവിക്കുകയും ചെയ്തു.
പോമറേനിയൻ പട്ടിയെ മടി വെച്ചുകൊണ്ടിരുന്നാൽ ആ സ്ത്രീ അടുത്ത ജന്മത്തിൽ പോമറേനിയൻ പട്ടിക്കുട്ടിയായി ജനിക്കും. ഇതാണ് പുനർജന്മം. ഗംഭീര പുനർജന്മമാണ്. ഈ ഭാഗവതത്തിലെ 46 പുനർജന്മം എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ ഗജേന്ദ്ര മോക്ഷത്തിലെ തിമിംഗലമായി ജനിച്ചവൻ എന്ത് സംഭവിച്ചത്, മുതലായി ജനിച്ച എന്തുകൊണ്ട് അങ്ങനെ ജനിച്ചു, ഗജേന്ദ്രനായി ജനിക്കാനുള്ള കാരണം എന്താണ്. അപ്പം ഇതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഹിന്ദു ഈ ജന്മത്തിൽ മോക്ഷം കിട്ടാൻ വേണ്ടി പുണ്യം സർപ്ലസ് ആക്കാനായിട്ട് കൃത്യമായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ അവന് പാപപരിഹാരം ചെയ്ത് രക്ഷപ്പെടുത്താൻ വകുപ്പുണ്ട്. അപ്പോൾ പൂർവ്വജന്മത്തിലെ പാപമാണെങ്കിൽ അതിൻ്റെ പരിഹാരമുണ്ട്. പൂർവികർ ചെയ്ത് തെറ്റാണെങ്കിൽ വൽപ്പനും വല്യപ്പനും വല്ല കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമി അനുഭവിക്കും. അതിന് പരിഹാരമുണ്ട്. ഇനി നമ്മൾ ഈ ഭൂമി ജനിച്ചിട്ട് കർമ്മഫലം കൂടിപ്പോയി, അതിന് പരിഹാരമുണ്ട്. അപ്പം ഞാൻ 2 ജാതകം കഴിച്ചു. 2 ജാതകവും 2007 മാർച്ച് 31 ശുഭം. രണ്ടാമത് ആലപ്പുഴയിൽ നിന്ന് ജാതകം കഴിച്ചു. 2007 മാർച്ച് 30 ശേഷം ക്ഷേത്ര അന്യത്ത ചിന്തയിൽ. ഇപ്പം എനിക്ക് മനസ്സിലായി പോക്ക് തന്നെ. ഇപ്പം 2007 മാർച്ച് 30 ആയപ്പോൾ ഞാൻ രാവിലെ പള്ളിയിൽ പോയി പ്രസാരിച്ച് കുർബാനയൊക്കെ അനുഭവിച്ച് ഈശ്വരനോടെല്ലാം നിരപ്പായി. സന്ധ്യയായപ്പോൾ വീണ്ടും ഞാൻ പള്ളിയിൽ പോയി. പിറ്റേ ദിവസം ലാസ്റ്റ് ഡേ 31-ാം ദിവസം ഞാൻ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിച്ച് വൈകിട്ട് വീണ്ടും പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നു. അണ്ടർവെയറും ബനിയനും ഒക്കെ എടുത്തിട്ട് നല്ലൊരു ഷർട്ടും നല്ലൊരു പാൻറ്റും ഒക്കെ എടുത്തിട്ട് ഭാര്യ വെച്ച് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി അണ്ടർവെയർ പാൻറ്റ് മുന്നിലൊക്കെ വെച്ച് കയറ്റുന്നതിനാണ്. ഭാര്യയോട് പറയാൻ പറ്റുമോ ചത്ത് കിടക്കുമ്പോൾ മാന്യമായിട്ട് കിടക്കാൻ അതിനാണ് ഇരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഭാര്യ ഓള ലെക്ചറാണ്, പക്ഷെ പെമ്പിള്ളേരെ മൂന്നും ചെറുപ്രായമാണ്, ആരോടും പറയാൻ പറ്റുമോ? അങ്ങനെ കയറി കിടന്ന് മരണം പ്രതീക്ഷിച്ച് അവിടെ കിടന്നു. പക്ഷെ രാവിലെ ഞാൻ ഉണർന്നു. ഞാൻ തപ്പി നോക്കുമ്പോൾ ജീവനുണ്ട്, ചത്തിട്ടില്ല, ഭൂമി ജീവനുണ്ട്. പക്ഷേ ഈ വിവരം കിട്ടിയപ്പം ഞാനൊരു കാര്യം ചെയ്തു. കാരണം ഈ 3 പാവത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും. 3 കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം ഇത് ഏത് പരിഹാരം ചെയ്യണമെന്നുള്ളതിനെ പറ്റി തൃശ്ശൂരിലെ രാധാകൃഷ്ണൻ ചീഫ് എഞ്ചിനീയർ ചെയ്തൊരു പുസ്തകമുണ്ട്, പരിഹാര ക്ഷേത്രങ്ങൾ. പൂർവ്വജന്മത്തിലെ പാവം തീർക്കണമെങ്കിൽ പരിഹാരം ഏത് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റും, പൂർവികരുടെ പാവം ചെയ്യാൻ എവിടെ പോകണം, നമ്മുടെ കർമ്മഫലമാണെങ്കിൽ എവിടെ പോകണം, ജാതക ദോഷമാണെങ്കിൽ എവിടെ പോകണം, ഇതെല്ലാം പുസ്തകത്തിലുണ്ട്. 69 ക്ഷേത്രങ്ങളുടെ ചരിത്രമാണ്. പക്ഷേ ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഏതാ കുഴപ്പം തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിൽ ഇത് 3 കൂടെ പോകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. രാമേശ്വരത്ത് പോയി 22 കിണറിനകത്ത് ഓരോ കിണറ്റിൽ നിന്ന് 3 തൊട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇയാൾ 3 മന്ത്രം ചൊല്ലും. അങ്ങനെ 66 മന്ത്രം ചൊല്ലി ഈ 66 തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ചിട്ട് ബംഗാൾ ഇറങ്ങി കുളിച്ചിട്ട് ധരിച്ച വസ്ത്രം എടുത്ത് ഭിക്ഷക്കാർക്ക് കൊടുത്തിട്ട് വേറെ പത്രത്തിൽ തിരിച്ചു വന്നാൽ പൂർവ്വജന്മത്തിൽ ഭാവം പോയി, പൂർവികരുടെ ഭാവം പോയി, ഈ ജന്മത്തിൽ കർമ്മം പോയി. അതുകൊണ്ട് മാർച്ച് 31 ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ രാമേശ്വരത്ത് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാനൊരു സംസ്കൃത പണ്ഡിതനോട് ചോദിച്ചു, നീ രാമേശ്വരത്ത് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇല്ല. പോണോ? ഞാനിങ്ങനെ പോവാണ്, വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കോളേജിലെ ലെക്ചറാണ്, സംസ്കൃത ലെക്ചറാണ്. അങ്ങാരോട് എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ തൊട്ടി വെള്ളം ഒഴിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എനിക്കൊന്ന് പറഞ്ഞു തരണം, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് 22 കിണറ്റിലിറങ്ങി ഓരോ കിണറ്റിൽ നിന്ന് 3 തൊട്ടി വെള്ളം ഒഴിച്ച് ഇയാൾ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 66 തൊട്ടി വെള്ളം ഒഴിച്ച് 66 മന്ത്രം ജപിച്ച് ആ മന്ത്രം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ് മന്ത്രമെങ്കിൽ പാപം പോയിരിക്കും, ഒരു സംശയമില്ല. ആ പർവ്വത്തിനാണ് ആ മന്ത്രങ്ങൾ, ഈ പൂർവ്വജന്മം പാപമുള്ളതും പൂർവികയുടെ പാവമുള്ളതും കർമ്മഫലം പാവമുള്ളതും. അങ്ങനെ 66 തൊട്ടി വെള്ളം ഒഴിച്ച് ബംഗാളിനെ കുളിച്ച് വസ്ത്രമെല്ലാം ഭിക്ഷക്കാർക്ക് കൊടുത്തിട്ട് പുതിയ വസ്ത്രം തിരിച്ചു വന്നു. അതുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയാൻ പോയ മാർച്ച് 30 ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞ് ജീവനോട് ഇരിക്കുന്നു. ഒരു ജാതകപ്രകാരം വ്യാഖ്യാനിക്കാൻ പറ്റിയല്ല. ഞാൻ അവസാനം ഈ ജാതക ആളുടെ അടുത്ത് പോയി, എടാ നീ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയല്ല, ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. അയാൾ പറഞ്ഞു, സാറ് പറഞ്ഞ ആ സമയത്താണ് ജനിച്ചെങ്കിൽ സാർ ഒരു കാരണവശാൽ 2007 മാർച്ച് 30 ജീവിക്കാൻ പറ്റിയല്ല. അമ്മ സാറിനോട് ജന്മസമയം പറഞ്ഞപ്പോൾ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ശാസ്ത്രപ്രകാരം നിയമമുണ്ട്, പുണ്യം ചെയ്താൽ ഈ പാപഫലം ക്യാൻസൽ ചെയ്തിട്ട് ദൈവം ആയുസ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അങ്ങനെയാണ് എക്സ്റ്റൻഷൻ വാങ്ങിച്ചായിരിക്കും എന്ന് പറഞ്ഞ് ഈ ജ്യോത്സ്യൻ 2 ജ്യോത്സ്യൻ അങ്ങനെ പറഞ്ഞു. എന്തായാലും ശരി, ഈ പാപപരിഹാരം ചെയ്തിട്ടും നമുക്ക് സ്വർഗം നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പം ആ സ്വർഗവും നരകവും വ്യാഖ്യാനിക്കുമ്പോൾ ഹിന്ദുമതം വളരെ സ്പെഷ്യലായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഹിന്ദുമതത്തിൽ 7 സ്വർഗമുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ 28 നരകമുണ്ട്. അപ്പം ഞാൻ ഈ 7 സ്വർഗം എടുത്ത് ഓരോന്നും പഠിക്കും, മെനക്കെട്ടിരുന്ന് പഠിച്ച് ഈ സ്വർഗത്തിൽ ഏത് പുണ്യം ചെയ്യുമ്പോൾ മറ്റേ സ്വർഗത്തിൽ ഏത് പുണ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പഠിച്ചു 28 നരകം എടുത്ത് ശ്രീമദ് ഭാഗവത്തിൽ ഓരോ നരകവും കൃത്യമായി എന്ത് പാവം ചെയ്തപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. 28ാമത്തെ ഒരു നരകമുണ്ട്, ഘോര കുംഭിഭാഗ നരകം.
അവിടെ 3 പാപം ചെയ്താണ് പോകുന്നത്. ബ്രാഹ്മണനെ കൊല്ലുക, പക്ഷിയും മൃഗത്തെയും കൊന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് മട്ടൺ ചിക്കൻ തിന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷിയും മൃഗത്തെയും കൊന്നു തന്നെ ഞാൻ കറക്റ്റ് പോയി വീഴാൻ പോകുന്ന കോര കുംഭയോഗ നരകത്തിലാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും റിസർവ് വെച്ചിരിക്കുകയാണ് സാധനം കോര കുംഭയോഗ നരകം. നിങ്ങളെപ്പോലെ വെജിറ്റേറിയൻസ് ഒന്നും അവിടെ പോയില്ല കേട്ടോ, കോര കുംഭയോഗ നരകം. അപ്പോൾ ദേവി ഭാഗവതം വരുമ്പോണ്ടല്ലോ 76 നരകമാണ്. ഞാനൊരു 3 ദിവസം എടുത്തു. ഓരോ നരകം എടുത്തതിനും ഞാൻ നോട്ട്ബുക്കിൽ എഴുതി കുറിച്ച് അതിൻ്റെ നരകത്തിൻ്റെ പേര്, എന്ത് പാപം ചെയ്താണ് പോകുന്നതൊക്കെ പഠിച്ചിട്ട് എന്ത് കോംപ്ലിക്കേറ്റ്, എത്ര ഗ്രാഫിക്കാന്ന് പറയാം ഹിന്ദു മതത്തിൻ്റെ നരകസങ്കല്പം. അപ്പോൾ ശ്രീമദ് ഭാഗവത്തിൽ 28, മറ്റേ ദേവി ഭാഗത്തിൽ 76. മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗ്ഗമേ ഉള്ളൂ, പക്ഷേ 7 നരകമുണ്ട്. ഒന്നാമത്തെ നരകം മുസ്ലിങ്ങളായ പുരോഹിതന്മാർക്ക് പോകാനാണ്, മൗലാക്കന്മാർക്ക് പോകാനാണ്. രണ്ടാമത്തെ നരകം ക്രിസ്ത്യാനികളുടെ യഹൂദന്മാരുടെ അച്ഛന്മാർക്ക് പോയി വീഴാനുള്ള സ്ഥലമാണ്. മൂന്നാമത്തെ നരകം ഓർഡിനറി മുസ്ലിമിന് പോകാനാണ്. നാലാമത്തെ നരകം യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായ പീപ്പിൾ ഓഫ് ദ ബുക്ക് അവർക്ക് പോയി വീഴാനാണ്. അങ്ങനെ 7 നരകമാണ്. അപ്പം ഞാൻ മുസ്ലിം എല്ലാ കട ചോദിച്ചു, ഈ 3-4 വേണോ, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാൻ പറയും, എന്തിനും വെറുതെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പക്ഷേ ക്രിസ്ത്യാനിക്കോ ഒരു സ്വർഗ്ഗം, ഒരു നരകം, പിന്നെ ഒരു ശുദ്ധീകരണ സ്ഥലം. ഇതാണ്. അപ്പോൾ ഓരോ മതത്തിനും സ്വർഗ്ഗസങ്കല്പ വ്യത്യാസമാണ്, നരകസങ്കല്പ വ്യത്യാസമാണ്. പക്ഷെ ഹിന്ദുക്കളുടെ സ്വർഗ്ഗസങ്കല്പവും നരകസങ്കല്പവും അവൻ്റെ ഭൂമിയിൽ അവൻ ജനിച്ച് ചെയ്യുന്ന ഓരോ കർമ്മത്തെ കൃത്യമായി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന സ്വർഗം കിട്ടും, ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന നരകം കിട്ടും, ആ നരകത്തിൽ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് എന്ന് കൃത്യമായി വർണ്ണിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ശരിക്കും ഭാഗവതം വായിക്കുന്ന ഒരു ഹിന്ദുവിന് അവൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയ ശേഷം നല്ല സ്വഭാവത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അതിനാണ് ഈ സ്വർഗ്ഗനരക സങ്കല്പങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പലരെന്ന് പറയുന്നത് പെർമനന്റ് നരകമില്ല എന്നുള്ളതാണ്. ഹിന്ദുക്കൾക്ക് പെർമനന്റ് നരകമില്ല. ഞങ്ങൾ ക്രിസ്ത്യാനിക്കും മുസ്ലിംക്കൊക്കെ എറ്റേണിറ്റീവ് കിടക്കാണ് നരകത്തിൽ. ഇവിടെ ആ പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. പെർമനന്റ് നരകമില്ല. അതുപോലെയാണ് ഈശ്വര സങ്കല്പം. മറ്റ് പല മതങ്ങളിലും ഈശ്വരൻ പോയിട്ട് സ്വർഗം എന്നൊരു സ്ഥലത്തിനകത്ത് അകത്ത് ഇങ്ങനെ പൂട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ദൈവം അകത്തിരിക്കുന്നു, പത്രോസിലെ ഒരു താക്കോലൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ഓരോരുത്തരും വരുമ്പോൾ അവൻ്റെ പാവങ്ങളൊക്കെ വെച്ചിട്ട് നരകത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണമെന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. നല്ല രസകരമായ സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് പല ഫലിതങ്ങളും ഉണ്ടാകുന്നത്. ആ ഫലിതങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഫലിതങ്ങളാണ്. പച്ചന്മാരെ കളിയാക്കാൻ ഒരു ഫലിതമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനെ സ്വർഗത്തിൽ മരിച്ച അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഒരച്ഛൻ ചെന്നപ്പോൾ അച്ഛനെ പിടിച്ച് അവിടെ നിർത്തി. അപ്പോൾ ടാക്സി ഡ്രൈവർ വന്നു, അവനെ പത്രോസിലെ അകത്ത് കയറ്റി വിട്ടു. മാലാഖ ചോദിച്ചു, ഇതെന്ത് പരിപാടി, നമ്മുടെ ഒരു അച്ഛനെ പിടിച്ച് നിർത്തിയിട്ട് ടാക്സി ഡ്രൈവറെ കയറ്റി വിടുന്നു. പത്രോസിലെ അവൻ എന്താണെന്നറിയാമോ, ഈ ടാക്സി ഡ്രൈവർ 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കും. ഓരോ വളവ് കഴിയുമ്പോഴും കാറിനകത്തിരിക്കുന്നത് എൻ്റെ അമ്മോ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇവൻ്റെ സ്പീഡ് കാരണം അടപടം ഉണ്ടായിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ അച്ഛനാണേലും ഉണ്ടല്ലോ, പള്ളി നീണ്ട പ്രസംഗം ഭക്തരവിടെ നിന്ന് ഉറങ്ങി, മുടിഞ്ഞ പ്രസംഗവും തീർന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഭഗവാനെ തൊഴും, ചീത്ത വിളിക്കും. അപ്പോൾ ഈ ടാക്സി ഡ്രൈവറാണ് ഏറ്റവും കൂടുതലാണ് ദൈവത്തെ വിളിപ്പിച്ചത്, ഈ അച്ഛനല്ല. അതുകൊണ്ട് ടാക്സി ഡ്രൈവർ കയറിപ്പോട്ടെ, അച്ഛൻ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാണ്. ഒരു ഫലിതമാണ്. ആ ഫലിതത്തിനകത്ത് രസമുണ്ട്. ഈ അച്ഛന്മാരെ ടാക്സി ഡ്രൈവേഴ്സിന് 2 പേരെ ഓരോ പാഠം പഠിപ്പിക്കുകയാണ്. വൈസ് ചാൻസലർമാരെ പറ്റിയൊരു ഫലിതമുണ്ട്. ഒരു വൈസ് ചാൻസലർ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് പത്രോസിലിയോട് പറഞ്ഞു, ഞാൻ വൈസ് ചാൻസലറായിരുന്നു. പത്രോസിലിയ പറഞ്ഞു, നീ കയറിപ്പൊക്കോന്നു, നീ വൈസ് ചാൻസലറായി ഈ ഭൂമിയിൽ അനുഭവിക്കാവുന്ന എല്ലാ കഷ്ടപ്പാടുകളും നീ അനുഭവിച്ചു, അതുകൊണ്ട് നിനക്ക് മോക്ഷം നന്നാക്കാൻ നീ കയറിപ്പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുറകെ ഒരു ആൾ വന്നു. അയാൾ പറഞ്ഞു, സാറേ ഞാൻ 2 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. പത്രോസിൽ അവൻ നിരത്തിപ്പാൻ പറഞ്ഞു, ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നീ പഠിച്ചില്ല, അല്ലെങ്കിൽ 2ാമത് യൂണിവേഴ്സിറ്റി നീ പോയിരിക്കുന്നത്, അപ്പം നീ ഒരു കാരണവശാലും സ്വർഗത്തിൽ പോകാൻ പാടില്ല, നിരത്തി പൊക്കോളാൻ പറഞ്ഞു. വൈസ് ചാൻസലർമാർ ഓരോരുത്തർ കളിക്കാൻ വേണ്ടി ഓരോ ഫലിത. പക്ഷെ ഹിന്ദു മതത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ഈശ്വരൻ അങ്ങനെ ഒരു സ്ഥലത്ത് അടച്ചു പൊട്ടിക്കെട്ടിയിരിക്കുന്ന ഒരാളല്ല. പ്രഹ്ലാദൻ നാരായണനമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഈ നാരായണനമ എന്ന് പഠിച്ചത്? പുരാണത്തിലെ പ്രസിദ്ധമായ കഥയാണ്. ഹിരണ്യകശിപു നമോ എന്ന് പറയണമെന്ന് പറഞ്ഞു. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവന്മാരെന്ത് ചെയ്തു? ഈ ഹിരണ്യകശിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയായിരുന്നു. അപ്പോൾ ഗർഭിണികൾ 300 മീറ്റർ ഒരു ദിവസം നടന്നാൽ ഗർഭഛിദ്രം ഉണ്ടാവില്ല, സുഖപ്രസവം നടക്കും. അതുകൊണ്ട് ഈ കയാതു ഒരു തോഴിയും കൂട്ടി നടക്കാൻ പോയതാണ്. അപ്പോൾ ഉണ്ട് ദേവന്മാർ കയാതുവിനെ കിഡ്നാപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ഗർഭത്തിൽ പ്രഹ്ലാദനുണ്ട്. ദേവന്മാരുടെ വീട്ടിലെങ്ങാനും കൊണ്ടുവച്ചാൽ ഈ അസുരന്മാർ വന്ന് പിടിക്കുമെന്ന് സംശയം ഉണ്ടായിട്ട് നാരദ മുനിയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു.
അപ്പം നാരദൊരു സ്വഭാവമുണ്ട്, എപ്പോഴും നാരായണനാമം ഇത് വൈറ്റിരുന്നുണ്ട് പ്രഹ്ലാദൻ കേട്ട് പഠിച്ചു. അങ്ങനെ നാരായണനാമം പറയാൻ പഠിച്ചു. പ്രഹ്ലാദനെ വിളിച്ച് പെണ്ണെന്ന് വെച്ചു, എവിടാ എൻ്റെ ദൈവം എന്ന് വെച്ചു. അപ്പോൾ പ്രഹ്ലാദൻ്റെ പ്രസിദ്ധമായ മറുപടിയാണ്, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഈശ്വരൻ മുറിയിൽ പൂട്ടിവെക്കുന്ന ഒരാളല്ല. ഈശ്വരൻ അങ്ങനെ പോയിട്ട് നമ്മൾ തപ്പിയെടുത്ത് ചെല്ലേണ്ട ഒരാളല്ല. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. 1108 ഉപനിഷത്തുണ്ട് ഇന്ന് കേൾക്കുക. അതിൽ ഒന്നാമത്തെ ഉപനിഷത്ത് ഈശോവാസി ഉപനിഷത്ത്. തുടർന്ന് എങ്ങനെയാണ്? ഈശോവാസിമിതം സർവം, പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ നമ്മിലും എല്ലായിടത്തുള്ള ഈശ്വരനാണ്. ഇത് ഗംഭീരമായ സാർവലൗകികമായ ഈശ്വര സങ്കല്പം. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദു മതത്തിൽ ഗുണകരമായ ഒരു വ്യാഖ്യാനമാണ്. ഇനി മറ്റു മതങ്ങളിൽ ഈശ്വരൻ സെപ്പറേറ്റ്, മനുഷ്യൻ സെപ്പറേറ്റ്. ഹിന്ദുമതത്തിലോ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്. ആ ജീവാത്മാവ് ഭൂമിയിൽ ജീവിക്കും, ജീവിതം കഴിഞ്ഞിട്ട് ജീവാത്മാവ് പോയി പരമാത്മാവിൽ ലയിക്കും. അതാണ് മോക്ഷം. പിന്നെ ജീവാത്മാവ് ഭൂമിയിൽ തെറ്റുകൾ ചെയ്താൽ 2-3 ജന്മം കഴിഞ്ഞ് ചിലപ്പോൾ പട്ടിപ്പൂച്ചയൊക്കെ ആവും. പക്ഷെ അൾട്ടിമേറ്റ്ലി ജീവാത്മാവ് പോയി പരമാത്മാവിൽ ലയിക്കും. നമ്മുടെ ജീവൻ ഇൻഡിവിജ്വൽ എനർജി, ഈശ്വരൻ യൂണിവേഴ്സൽ എനർജി. ഈ ഇൻഡിവിജ്വൽ ലൈഫ് പോയിട്ട് എനർജി പോയിട്ട് യൂണിവേഴ്സൽ എനർജി ലയിക്കുന്നു. അപ്പോൾ ഈശ്വരനും മനുഷ്യനും രണ്ടല്ല. മറ്റു മതങ്ങളെല്ലാം അത് രണ്ടാണെന്ന്. ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന് ലോകത്തെ പഠിപ്പിച്ച് ഹിന്ദുമതം ചെയ്ത ഏറ്റവും തന്നെ അദ്വൈതം. ഋഗ്വേദത്തിൽ തുടങ്ങി വേദവ്യാസൻ മഹാഭാരതത്തിൽ വ്യാഖ്യാനിച്ച് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അദ്വൈത ശാസ്ത്രം ഗംഭീരമായിട്ട് വ്യാഖ്യാനിച്ചു. അപ്പോൾ നമ്മൾക്ക് ഈശ്വരൻ നമ്മൾ അൾട്ടിമേറ്റ്ലി ലയിക്കും. അപ്പോൾ രണ്ടും രണ്ടല്ല. ഇനി നമ്മൾ ഭൂമി ജീവിച്ചിരിക്കുമ്പോഴോ, നമ്മൾ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വന്ന് താമസിക്കുകയാണ്. ഇത് ഹിന്ദുമതം ചെയ്യുന്ന അത്ഭുതമാണ്. മറ്റു മതങ്ങളിൽ ആത്മാവ് വ്യത്യാസമാണ്, ഈശ്വര വ്യത്യാസമാണ്. ഈശ്വരനെ കാണാൻ പോയി ആരാധിച്ച് തിരിച്ചു വരാം. പക്ഷെ ഹിന്ദുമതത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായി ചാന്തോക്യ ഉപനിഷത്തിൽ പറയുകയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. 1000 മൈലുകൾ താണ്ടി കരിമല കയറ്റം കഠിനമന്ന അയ്യപ്പ കയറി ശരംകുത്തി കയറി ഇറങ്ങി 18-ാം പടി കയറി ഭക്തൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയ്യപ്പ ഭഗവാന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് തത്വമസി. ഭഗവാൻ പറയുകയാണ്, ഭക്ത നീ 1000 കിലോമീറ്റർ യാത്ര ചെയ്ത് കരിമല കയറ്റം കഠിനമന്ന അയ്യപ്പ കയറി ശരംകുത്തി കയറി ഇറങ്ങി 18-ാം പടി കയറി വരുന്ന ഭക്ത, നീയും ഉള്ളിയിരിക്കുന്ന ഞാനും ഒന്നാം നീ മനസ്സിലാക്കണം. തത്വമസി. ഗോഡ് ആൻഡ് മാൻ ആർ ദ സെയിം. കബീർ ഹിന്ദുവായി ജനിച്ച് ഒരു മുസ്ലിം എടുത്ത് വളർത്തി കബീർ നാമധാരിയായി. അദ്ദേഹത്തിൻ്റെ ദോഹയാണ്, ഒരു പ്രസിദ്ധമായ ദോഹയാണ്. തേരാ സായി തുജുമേം യോ പൂപ്പനുമേം ബാസ് കസ്തൂരി കാമ്പൃഗയോ പിറുപിറു ഡൂണ്ടെ കാസ്. തേരാ സായി തുജ, മനുഷ്യ നിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുകയാണ്. ആ ഈശ്വരനെ തപ്പി നീ എങ്ങും പോണ്ട. തേരാ സായി തുജുമേം. എങ്ങനെ? ജോം പൂപ്പനുമേം ബാസ്. പൂപ്പൻ എന്ന് പറഞ്ഞാൽ സുഗന്ധം. ആ പൂക്കൾക്കകത്ത് പുഷ്പത്തിനകത്ത് സുഗന്ധം ഇരിക്കുന്ന പോലെ നിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുകയാണ്. ജോം പൂപ്പനുമേം ബാസ്. പൂപ്പൻ അല്ലെങ്കിൽ പുഷ്പത്തിൽ, ബാസ് അല്ലെങ്കിൽ സുഗന്ധം ഇരിക്കുന്ന പോലെ നിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുകയാണ്. പിന്നെ കബീർ നമ്മളെ കളിയാക്കാണ്. കസ്തൂരി കാമൃഗയോ, കസ്തൂരിമാൻ്റെ ശരീരത്തിൻ്റെ പുറകിലാണ് ഈ കസ്തൂരി ഗ്രന്ഥി. അതിൽ ഒരു തുള്ളി കസ്തൂരി കഴിഞ്ഞിട്ട് പുറകോട്ട് ഇറങ്ങുമ്പോൾ ഒരു നല്ല സുഗന്ധം. ഇത് ഇവിടുന്ന് വരുന്ന അറിയാൻ വേണ്ടി കസ്തൂരിമാൻ ഓട്ടം പിടിക്കും. അവനിങ്ങനെ ഓടി മലയെല്ലാം കയറി ഇറങ്ങി താഴെ വന്ന് ക്ഷീണിച്ച് നീരിക്കും. ഇരിക്കുന്ന എവിടെയാണ്? കസ്തൂരിത്തിൻ്റെ മുകളിലോട്ടാണ്. ആ അടുത്ത തുള്ളി ഇറങ്ങി വരും. ഇവൻ ഓട്ടാണ്. കബീർ ചോദിക്കുകയാണ്, നിന്റെ ഉള്ളിലുള്ള ഈശ്വരനെ തപ്പി നീ ലോകം മുഴുവൻ ഓടുന്ന എന്തിനാടാ? നിന്റെ ഉള്ളിൽ തന്നെ ഈശ്വരൻ ഇരിക്കുകയാണ്. അപ്പോഴേ ഈശ്വര സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമുണ്ട്, കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലമുണ്ട്, കുറഞ്ഞ സ്ഥലമുണ്ട്. കോൺസെൻട്രേഷൻ കൂടി നീ വിശ്വസിക്കുന്ന ശമ്പളത്തിൽ നീ പ്രാർത്ഥിച്ചോ, പക്ഷെ നിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിപ്പുണ്ട്. ആ ഈശ്വരനെ നീ മനസ്സിലാക്കണം. ഇത് ഹിന്ദുമതം ലോകത്തിന് കൊടുത്ത ഗംഭീരമായ ഒരു വിശ്വാസമാണ്. ആത്മാവ് ഈശ്വരൻ രണ്ടല്ല, ആത്മാവ് ഈശ്വരൻ ഒന്നാണ്. ആത്മാവ് അൾട്ടിമേറ്റ്ലി പുണ്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അൾട്ടിമേറ്റ്ലി ഭഗവാനിൽ പോയി ലയിക്കും. ഇൻഡിവിജ്വൽ എനർജി യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായി ലയിക്കും. അപ്പോൾ അല്ലാത്ത സമയത്ത് അതിങ്ങനെ അലഞ്ഞിരിഞ്ഞൊക്കെ നടക്കും. അത് അലഞ്ഞ് തിരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. ആത്മാവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ്. ഞാൻ കോട്ടയം SP ആയിരുന്നപ്പം പ്രസിദ്ധനായ സൂര്യകാലടി ഭട്ടതിരി
ഇവിടെ അനന്തരവന്മാർ 2 ഞങ്ങളുടെ പോലീസ് ഓഫീസിൽ ക്ലർക്കന്മാരെ. അപ്പോൾ ഈ സുഭൂഷണം ഞാൻ വന്നപ്പോൾ 100 കണക്കിന് ഏക്കർ ഭൂമിയെല്ലാം പാട്ടം അന്ന് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിൻ്റെ വീട്ടിലെ ഈ പഴയ കഴിവുള്ള സൂര്യകാലിൻ്റെ പട്ടതിരി ഉണ്ടോ? രക്തരക്ഷസിനെ പിടിച്ചു കിട്ടിയ ആ കഴിവൊക്കെ ഒരാളുണ്ടെന്ന് ഞങ്ങൾ വല്യമാണെന്ന്. ഞാൻ പറഞ്ഞു, നീ വാ നമുക്കൊന്ന് പൊക്കളെ. നമ്മൾ നേരെ അവിടെ ചെന്നു പട്ടതിരിയോട് ചോദിച്ചു, പട്ടതിരിയെ ഈ ആത്മാവനെന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. പട്ടതിരി ചോദിച്ചു, അങ്ങേക്ക് മനോശക്തി ഉണ്ടോ കാണാനൊക്കെ? നമ്മളില്ല സൂപ്രണ്ടോ പോലീസല്ലേ, മനഃശക്തി ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഒരു മുറിക്കകത്തോട്ട് കയറ്റി ഒരു വെള്ള ഭിത്തിയുടെ മുകളിൽ 2 പേരെ ഓർത്ത് പിടിച്ചേങ്ങനെ നിർത്തി. അതേപോലെ ഞാൻ മന്ത്രം ചൊല്ലും, ആത്മാവ് വരും, നീ കണ്ടോണം, സാറ് കണ്ടോണം. മന്ത്രം നിർത്തുമ്പോൾ ആത്മാവ് അപ്രത്യക്ഷമാകുന്നു. സൂര്യാലോട് വെട്ടി നമ്മൾ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ലില്ലിപ്പുട്ടുള്ള മനുഷ്യനെ പോലെ 6 ഇഞ്ച് നീളത്തിൽ സ്വർണ്ണം നിറമുള്ള കൈയും കാലും തലയുള്ള ഒരു മനുഷ്യരും കൊണ്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇവർ തോർത്തങ്ങ് വിട്ട്. അപ്പം ഭിത്തിയുടെ മുമ്പിൽ ഞാനും ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭിത്തിയുടെ എൻ്റെ ഇടയ്ക്ക് ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. മന്ത്രം നിർത്തിയപ്പം ആത്മാവ് അപ്രത്യക്ഷമായി. അപ്പം ഇത് ആത്മാവാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, ആത്മാവ് സ്വർണ്ണമാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, എന്നെ സൂര്യകാലി വട്ടത്തിൽ മസ്മരിസമാണോ എന്തോന്ന് അറിഞ്ഞൂടാ. എന്നെ കാണിച്ച ആത്മാവ് കണ്ട് അപ്രത്യക്ഷമായിപ്പോയി. ഞാനും വീട്ടിൽ വന്നു. ഭയങ്കര കലശലായ പനി. തിങ്കളാഴ്ച രാവിലെ സൂര്യാല വട്ടത്തിൽ അനിതരോട് ചോദിച്ചു, സാർ ഓഫീസ് വന്നിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് പനിയാണെന്ന് പറഞ്ഞു. നീ പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കാർ കൊടുത്ത് വിട്ട് സൂര്യാല വട്ടത്തിൽ നെയ്ക്കകത്തുനിന്ന് മന്ത്രം ജീവിച്ച് വന്നിട്ട് അത് വീട്ടിൽ കൊണ്ട് ഞാൻ നെയ്യ് ബാക്കിക്കകത്തോട്ട് വെച്ചപ്പോഴേ എൻ്റെ പനി ഓട്ടോമാറ്റിക്കലി പോയി. ആത്മാവിനെ കണ്ട ഒരു ഭയമോ എന്തോ ഒരു കാരണവശാൽ എനിക്കുണ്ടായ ഒരു പനിയായിരുന്നു, കിടിലം പനിയായിരുന്നു. പക്ഷേ ഈ നെയ്യ് ഇങ്ങോട്ട് കഴിച്ചപ്പോഴേ പോയി. അപ്പോൾ ഇതാണോ ആത്മാവെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഗതി കിട്ടാത്ത ആത്മാക്കളായി അലഞ്ഞിരിഞ്ഞാൽ വല്ലാത്ത അനുഭവമാണ്. ഞാൻ താമസിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന പണ്ടത്തെ വേണാട് രാജാവിൻ്റെ രാജകൊട്ടാരമായിരുന്നു. 1904 കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ രാജകൊട്ടാരം 1830 സ്വാധീന രാജാവ് ഈ വേണാടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തോട്ട് മാറ്റി, കനകക്കുന്ന് കൊട്ടാരത്തിലോട്ട് മാറ്റി. അപ്പോൾ ഇതിങ്ങനെ കൊട്ടാരം ഇങ്ങനെ വെറുതെ കിടക്കാൻ ഞങ്ങളുടെ ബ്രിട്ടീഷുകാർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി. അടുത്ത കാലത്ത് ഈ മീറ്റർ ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കി. അപ്പോൾ ഈ വേണാട് രാജകൊട്ടാരത്തിലെ ആളുകളൊക്കെ സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് ഈ ബ്രോഡ് ഗേജ് ആക്കുമ്പോൾ വീതി കൂടിയത്. അവിടുത്തെ ആത്മാക്കൾ ഇളകി. ആത്മാവ് ഞങ്ങളുടെ വീട്ടിൽ വരിക, ചായ കുടിച്ചിരിക്കുന്ന ഡ്രൈവറുടെ ചായ അടിച്ച് തെറിപ്പിക്കുക. വേറൊരു പോലീസ് ഡ്രൈവർ ഊഞ്ഞാലി കയറിയിരുന്നു. ഊഞ്ഞാൽ അങ്ങോട്ട് 12 അടി അങ്ങോട്ട് പോകും, 12 ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് നിലവിളിക്കുക പോലീസുകാരൻ. ആളുകളെല്ലാം കൂടെ ചെന്ന് പിടിച്ച് നിർത്തി. ഭയങ്കര ശല്യം. ഒരു ദിവസം ഞാൻ ലൈബ്രറി 2ാം നില ലൈബ്രറിയിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഭാര്യ ഒന്നിങ്ങനെ ഷെൽഫിനെടുത്ത് നിർത്താനും പറയുന്നത്. ഞാൻ നെല്ലിക്കൂടെ വെക്കപ്പെട്ട് ഭാര്യ താഴെ തുണി വിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുറകിരിക്കുന്നത് ഭാര്യയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ മോള് എറണാകുളത്ത് വന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ മോളെ കൂടെ പോയി താഴെ പോയി കിടക്കുക. കാരണം മോൾ ഒറ്റയ്ക്ക് ഭൂതം വല്ലം ചാടിയ മോളയിലും പേടിച്ചു വന്നത്. അപ്പോൾ ഭാര്യ മോളുടെ കൂടെ പോയി. ഞാൻ 12 ഇരുന്ന് വായിച്ചിട്ട് മുറി വന്ന് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞ് കഥ തുറന്നൊരു സ്ത്രീ അകത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ച ഭാര്യ നേരം പുറത്ത് ഭാര്യ വന്നാന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സമയം അത്രയും ആയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയുടെ നീളവും വീതിയും അല്ലാത്ത ഒരു സ്ത്രീ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ 2ാം നിലയിൽ ഒരു കാരണവശാലും ഒരാളും കയറി നടക്കത്തില്ല. താഴത്തെ മെയിൻ ഡോറിൽ കൂടെ അകത്ത് കയറി 18 സ്റ്റെപ്പ് കയറി മേളിൽ വന്ന് ആ ഒരു വാതിലിൽ കൂടെ എൻ്റെ മുറി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ നോക്കി. ഭൂതമാണെങ്കിൽ കാല് തറയെ തുറത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അരയടി പൊക്കത്തിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. ഈ ഭൂതം കാല് തറ മനുഷ്യ സ്ത്രീയെല്ലാം നിൽക്കാൻ പറ്റും. അപ്പോൾ ഭൂതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇംഗ്ലീഷിൽ ഫക്കിംഗ് ബാസ്റ്ററും ചീത്ത വിളിച്ചു. ഈ പാവം ഭൂതത്തിനും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷുകാർ വരുന്നതിനെങ്ങാണ്ട് മുമ്പുള്ള ഏതോ ഒരു ഭൂതമായിരുന്നു. അപ്പം മലയാളത്തിൽ 2 തെറി വിളിച്ചു. അപ്പോൾ ഭൂതം ചൂതൊരു ശബ്ദത്തിലങ്ങ് അപ്രത്യക്ഷമായി. എൻ്റെ മുറിയും തൊട്ടപ്പുറത്തെ മുറിയും മുഴുവൻ പുക. അപ്പോൾ എനിക്ക് ഭൂതത്തിനൊന്നും പേടിയില്ലാത്തത് ഞാൻ ടോർച്ചെടുത്തിട്ട് ഈ എവിടെ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്ന് നോക്കി. ഒന്നുമില്ല. ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു, മോള് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു ഭൂതം മേളിൽ വന്നിരുന്നു. ആരും അയ്യോ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ ചാടി എനിക്ക് ഇതിനെ നേരിടാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഭൂതത്തെ എന്തിനാണ് പേടിക്കുന്നത്? യൂസ്ലെസ് സാധനങ്ങൾ, അതിന് ശക്തിയൊന്നുമില്ല എന്നാണ്. എന്നാലും ഞാൻ വിചാരിച്ചു ഒഴിവാക്കാം. ഞാൻ ഈ തിരുവനന്തപുരത്ത് കുളത്തൂർ എഞ്ചിനീയറിംഗ് തൊട്ടടുത്ത് നാരായണ നമ്പൂരിയുണ്ട്, സോമോഹൻ ശക്തിവാൻ. ഞാൻ നാരായണ നമ്പൂരിയെ വിളിച്ച് വെട്ടിക്കോട്ട ഇല്ലത്തിൽ നിന്ന് ഉണ്ണി നമ്പൂരിയെ വിളിച്ച് 2 പേരുടെ വന്ന് ഈ ഭൂതം വരുന്ന സ്ഥലത്തോട്ട് പായം കൊണ്ട് വിരിച്ച് വിളക്കങ്ങോട്ട് കത്തിച്ചു. ഭൂതം ഇങ്ങോട്ട് ഭൂതൊരൊറ്റ ഊത്തൊക്കെ 5 എണ്ണം കാണിച്ചാണ്. വീണ്ടും തിരികെ കത്തിച്ചു. ഭൂതം വന്ന് ഒറ്റ ഊത്തിന് 5 ഒക്കെ നശിപ്പിച്ചാണ്. നാരായണ നമ്പൂരി സാറേ, ഇച്ചിരി ശക്തിയുള്ള ഭൂതമാണ്, ഞാൻ ശരിക്കും മന്ദം പൊളിക്കുക അമ്മ പ്രയോഗിച്ചതാണ്. നാരായണ നമ്പൂരിയോടെ ഡ്രൈവറെ വിളിച്ചതേ, ഞാൻ ഈ ഭൂതത്തെ കൊണ്ട് വരും, നീ എന്നോടൊരു അക്ഷരം സംസാരിച്ചേക്കത്, വാതിൽ ഡോർ തുറന്ന് വെച്ചേക്കണം,
ഞാൻ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഈ നേരെ ആശ്രാമത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ടിട്ട് വണ്ടി നിർത്തി എന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഇദ്ദേഹം കൊണ്ട് മന്ത്രം ചൊല്ലി. ഇപ്പം 2 കളിമൺ വിഗ്രഹം കൊണ്ടുവരുള്ളൂ, ഒരു പുരുഷ വിഗ്രഹം, ഒരു സ്ത്രീ വിഗ്രഹം. 5 ഭൂതം വന്നു. 2 പുരുഷ വിഗ്രഹങ്ങൾ, ഭൂതത്തെ ഈ കളിമണ്ണിനകത്ത് കയറ്റി. 2 സ്ത്രീ വിഗ്രഹം, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 3 കൂടെ രണ്ടാമത്തെ ഇതിനകത്ത് കയറ്റി, പിടിച്ച് കയറ്റി. വന്നിട്ട് പുള്ളി 2 കയ്യിലിട്ട് നേരെ നടക്കുന്നത്. അവനവിടെ തന്നെ കാറിന് ഡോറ് തുറന്നു. ഞാനും പുറകെ പോയി നേരെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട്, ഭഗവാനെ ഇത് 5 എണ്ണം ചുമ്മാ അലിഞ്ഞ് കുഴപ്പമുണ്ടാക്കാണ്, ഇവിടെ പിടിച്ച് വെച്ചേക്കണം ഭഗവാനെ, ഇതിനെ പുറത്തോട്ട് വിടരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം റിവേഴ്സിൽ നടന്ന് പുറത്തിറങ്ങി ഇഞ്ഞു പോന്നു. 2 കൊല്ലമായിട്ട് ഭൂതമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ അലിഞ്ഞിന് നടക്കുന്ന ഭൂതമായി തീരാതിരിക്കാൻ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കേണ്ട രീതി പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ ഒന്ന് ഈശ്വര സങ്കല്പത്തെ തൊഴേണ്ട രീതിയിൽ തൊഴുത് ദൈനംദിന ദിനചര്യകൾ ഋഷിമാർ പറഞ്ഞ പോലെ നമ്മൾ എഴുന്നേറ്റത്തോട്ട് കിടക്കുന്നത് വരെയുള്ള ഓരോ പ്രാർത്ഥനയും, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, ഭൂമി നമസ്കാരത്തിനുള്ള പ്രാർത്ഥനയുണ്ട്, അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, അമ്പലത്തിൽ നിന്ന് ഭഗവാൻ വിടയോദിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, ഉച്ച നമസ്കാരത്തിന് സൂര്യൻ ഉച്ചാവസനം ചെയ്യാനുള്ള മന്ത്രമുണ്ട്, 6 മണിയാകുമ്പോൾ രാമരാമ പാഹിമ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്. അവസാനം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് ദൈവത്തോട്. അദ്ദേഹത്തെ പരിമേൽപ്പിക്കുകയാണ്. ആ യമൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവനെ ഈ വീട്ടിലെങ്ങും കയറ്റേക്കരുത് നേരം വിളക്കുന്നവരെ ഭഗവാനോട് പറയുകയാണ്. യമനെ ബ്ലോക്ക് ചെയ്യാണ്. എന്തൊരുക്കും പ്രാർത്ഥന എന്നല്ലോ, ഓരോ മന്ത്രത്തിൻ്റെയും ആ അർത്ഥമില്ലേ, അത് മനസ്സിലാക്കി ആ മന്ത്രം ജപിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ സുഖസുഷുപ്തിയിൽ നമ്മൾ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കണം. അപ്പോൾ നമ്മുടെ ഋഷിവര്യന്മാർ എത്രയോ അർത്ഥസമ്പുഷ്ടമായിട്ടാണ് നമ്മെ ഈ ദിനചര്യയെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഋഷിമാരെഴുതിയ ദിനചര്യ എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചാണ്. ഓരോ സമയത്ത് എന്ത് ചെയ്യണം അതനുസരിച്ച് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോവുക, ചൊല്ലേണ്ട മന്ത്രം ചൊല്ലുക. അങ്ങനെ നമ്മൾ സ്വസ്ഥമായി ജീവിച്ച് കഴിഞ്ഞാൽ ഇഹലോക ജീവിതം സന്തോഷപ്രദമായിരിക്കും. ഇഹലോക ജീവിതത്തിന് ശേഷം മോക്ഷം പൂർണ്ണമായിട്ട് കിട്ടിയിരിക്കും. ഈ അലഞ്ഞു നടക്കുന്ന ഭൂതങ്ങളായി മനുഷ്യനെ ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഭൂതമായി ഈ ഭൂമിയിൽ അവശേഷിക്കാതെ ഭഗവാനിൽ ലയിക്കണം. അതിൻ്റെ അത്ഭുതമാണ് സനാതന ധർമ്മം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഈ മഹത്തായ പുരാതനമായ 1000 കൊല്ലം പഴക്കമുള്ള ചിറക്കൽ കോവിലകത്തിലെ മഹാന്മാരെ തമ്പ്രാക്കന്മാർ ഉണ്ടാക്കിയ ഈ പാരമ്പര്യം ആര് വായിച്ചാലും അത്ഭുതം തോന്നുന്നൊരു പാരമ്പര്യത്തിൽ ഉടമകളാണ്. ഈ ദേവി സങ്കല്പം അവിടെ പ്രാർത്ഥിച്ച് ഈ പുണ്യ ജീവിതം നയിച്ച് എല്ലാവരും മോക്ഷത്തിലെത്താൻ നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരൻ സാധ്യതപ്രായം തരട്ടെ, അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഗീതച്ചി